ഹലോ ഓൾ ഗുഡ് ഈവനിങ് വാം ഗുഡ് ഈവനിങ് എല്ലാവരെയും കാത്തിട്ട് കുറച്ച് നേരമായിട്ട് ഞാനിവിടെ സ്റ്റുഡിയോയിൽ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അതാണ് ഞാനിങ്ങനെ ലൈവ് ചാറ്റിൽ ഞാനിങ്ങനെ ചാറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. നിങ്ങൾ എന്താ പറയുക, എത്ര പേരുണ്ട്, എത്ര പേര് വരുന്നുണ്ട്, എത്ര പേര് കാണുന്നുണ്ട് എന്നുള്ള കാര്യമൊക്കെ നമ്മളെ സംബന്ധിച്ചിട്ട് എന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചിട്ട് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നിങ്ങളെ എന്താ പറയുക സപ്പോർട്ട്, നിങ്ങൾ എത്ര പേര് കൂടി ഉണ്ടാവും എന്നുള്ളതാണ്. സോ അടുത്ത ഞാൻ പറയുകയാണെങ്കിൽ 2 മണിക്കൂർ, ഇപ്പോൾ 9:30 ആയിട്ടുണ്ട് എൻ്റെ വാച്ചിൽ. ഐ വിൽ ട്രൈ ടു സ്റ്റോപ്പ് ബൈ 11:30. 2 മണിക്കൂറുണ്ട്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ ഏറ്റവും ഡിഫിക്കൽട്ട് ആണെന്ന് വിചാരിച്ച ഒരു ചാപ്റ്റർ ഭയങ്കര സിമ്പിളാക്കി ഓരോരോ കൺസെപ്റ്റ് ആക്കിയിട്ട് NCERT ലൈൻ ബൈ ലൈൻ ആയിട്ട് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യും. സോ എല്ലാവരും കൂടെ ഉണ്ടാവണം, എല്ലാവരുടെയും ഫുൾ സപ്പോർട്ട് ഉണ്ടാവണം എന്ന് ആദ്യം തന്നെ പറയുകയാണ്. ആൻഡ് നീറ്റിന് അല്ലെങ്കിൽ +2-നാണെങ്കിലും കുറച്ച് ആൾക്കാർ ഫസ്റ്റ് ചാൻസിൽ കാണട്ടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. നീറ്റിനാണെങ്കിലും +2-നാണെങ്കിലും ആദ്യമായിട്ട് ക്ലാസ് കേൾക്കുന്നവരാണെങ്കിലും റിവൈസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും ഇനിയിപ്പോൾ റിപ്പീറ്റേഴ്സ് ആണെങ്കിലും നിങ്ങളുടെ NCERT ടെക്സ്റ്റ് ബുക്ക് എടുത്തിട്ട് നിങ്ങൾ നമ്മുടെ കൂടെ ഇരുന്നോ, ഒറ്റയടിക്ക് ഒരൊറ്റ ഇരിപ്പിൽ നമ്മൾ ഈ ചാപ്റ്റർ റിവൈസ് ചെയ്തു തരും. നിങ്ങൾ ഇതുവരെ വായിച്ച് തീർന്നതിനേക്കാൾ കൂടുതൽ കണ്ടൻസ്, കൂടുതൽ എല്ലാ പോയിന്റ്സും എല്ലാ സാധനങ്ങളും പറയുന്നുണ്ടാവും. എന്തെങ്കിലും ഡൗട്ട്, എന്തെങ്കിലും സാധനങ്ങളുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് ചാറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി. സോ അത്രയധികം ഉഷാറായിട്ട് വരും പോരോ. സോ വി ആർ സ്റ്റാർട്ടിങ് അവർ +2-ൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ ആണ്, ദാറ്റ് ഇസ് ജെനറ്റിക്സ് ആൻഡ് എവല്യൂഷൻ. നമുക്കറിയാം ജെനറ്റിക്സിൽ 2 ടോപ്പിക്സ് ആണുള്ളത്. ആൻഡ് ദ ഫസ്റ്റ് ചാപ്റ്റർ ഏതാണ്? പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസ്. ആൻഡ് ജെനറ്റിക്സിനെ പറ്റി പറയുമ്പോൾ ഒരിക്കലും മറക്കാൻ പറ്റാത്ത വളരെ പ്രധാനപ്പെട്ട 2 ആൾക്കാരുടെ പടം കാണിച്ചിട്ടാണ് NCERT ടെക്സ്റ്റ് ബുക്ക് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. നമുക്കറിയാം ദാറ്റ് ഇസ് ജെയിംസ് വാട്സൺ ആൻഡ് ക്രിക്ക് അല്ലേ. വാട്സണും ക്രിക്കും എന്തൊക്കെയാണ് മക്കളെ? വാട്സൻ്റെയും ക്രിക്കിൻ്റെയും എന്താ പറയുക, നമ്മുടെ ഏറ്റവും വലിയ കണ്ടുപിടുത്തം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം, എന്താ ഇവിടെ എഴുതിയിട്ടുണ്ട് അല്ലേ. എവിടെ നോക്ക്, ഏറ്റവും വലിയ പ്രത്യേകത എന്താ? അവരെന്താ കണ്ടുപിടിച്ചത്? ഹി മെറ്റ് ക്രിക്കൻ ആൻഡ് അപ്രിസിയേഷൻ ഓഫ് ദറ്റ് പ്രപ്പോസൽ ഓഫ് ദ ഡബിൾ ഹെലിക്കൽ സ്ട്രക്ചർ കോംപ്ലിമെൻ്ററി ഡബിൾ ഹെലിക്കൽ കോൺഫിഗറേഷൻ. ദിസ് ഈസ് നമ്മുടെ DNA-യുടെ ഡബിൾ ഹെലിക്കൽ സ്ട്രക്ചർ കോൺഫിഗർ ചെയ്ത ആൾക്കാരാണ്. ആൻഡ് ഇവരുടെ കാര്യം പറയാണ്ട് നമുക്ക് തുടങ്ങാൻ പറ്റില്ല. ആൻഡ് യു ഹാവ് ടു റിമെമ്പർ ക്രിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മലയാളത്തിൽ കുറച്ച് കിറുക്കൻ ആലോചിക്കാം അല്ലേ. ക്രിക്ക് എന്ന് പറഞ്ഞാൽ കുറച്ച് കിറുക്കൻ ആലോചിക്കാം. കിറുക്കനായിരിക്കണം ഏറ്റവും കൂടുതൽ കിറുക്കുണ്ടാവുക. സോ കിറുക്കൻ ഒരു സാധനം കൂടി കണ്ടുപിടിച്ചിട്ടുണ്ട്. കിറുക്കൻ കണ്ടുപിടിച്ച ഒരു സാധനം എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് എ സെൻട്രൽ ഡോഗ്മ ഓഫ് മോളിക്കുലർ ബയോളജി. നമ്മൾ പഠിച്ചിട്ടുണ്ടോ സെൻട്രൽ ഡോഗ്മ ഓഫ് മോളിക്കുലർ ബയോളജി? നമ്മൾ നമ്മുടെ അടുത്ത ചാപ്റ്ററിലുള്ള സാധനമാണ്. സോ ദാറ്റ് ഈസ് വാട്ട് ഈസ് നമ്മളെ എന്താ പറയുക, DNA-യിൽ നിന്ന് RNA ഉണ്ടാവും, RNA-യിൽ നിന്ന് പ്രോട്ടീൻ ഉണ്ടാവും എന്ന് പറയുന്ന ആ സെൻട്രൽ ഡോഗ്മ അത് പ്രപ്പോസ് ചെയ്ത ആൾ ക്രിക്ക് ഒറ്റയ്ക്കാണ്. ആൻഡ് ക്രിക്കിൻ്റെ കൂടെ വാട്സണും കൂടി ഉള്ളപ്പോൾ ഇവർ 2 പേരും കൂടി എന്താ പ്രപ്പോസ് ചെയ്തത്? ക്രിക്ക് ആൻഡ് വാട്സൺ ടുഗദർ പ്രപ്പോസ് ചെയ്ത് നമ്മുടെ എന്താണ് DNA-യുടെ നമ്മുടെ ഡബിൾ ഹെലിക്കൽ സ്ട്രക്ചർ, ഈ ഒരു സ്ട്രക്ചർ പ്രപ്പോസ് ചെയ്തത് 2 പേരും കൂടെ ചേർന്നിട്ടാണ്. സോ ദിസ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. കൃത്യമായിട്ട് ഓർത്തിരിക്കുക. അതിനകത്ത് നമ്മളിങ്ങനെ പറയുമ്പം ക്രിക്കൻ എന്നൊന്നും പറയരുത് കേട്ടോ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സയൻറ്റിസ്റ്റാണ്. പക്ഷേ ആലോചിച്ചൊക്കെ കിറുക്കിന് കുറച്ചധികം കിറുക്കുണ്ടായിരുന്നു. അയാൾ ഒറ്റയ്ക്ക് ഒരു സാധനം കൂടി കണ്ടുപിടിച്ചിട്ടുണ്ടെന്ന് ആലോചിച്ച് നോക്കുക. സോ ദാറ്റ് ഈസ് വാട്ട് ഈസ് ദിസ് തിങ്. ഓക്കെ, സോ നമ്മുടെ ചാപ്റ്ററിലേക്ക് പോവാം. പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസ് ആൻഡ് വേരിയേഷൻസ് എന്നുള്ളതാണ്. ആൻഡ് ഈ ചാപ്റ്ററിൻ്റെ ഉള്ളിൽ നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് എത്ര ടോപ്പിക്കുകൾ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആകെ പറയുന്നത് 3 ടോപ്പിക്കുകൾ എന്നേ പറയുള്ളൂ. സോ ഒന്നാമത്തെ ടോപ്പിക്ക്, ദ ഫസ്റ്റ് ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് മെൻ്റലാണ്. ഫുള്ളായിട്ട് മെൻ്റലിൻ്റെ കാര്യങ്ങളാണ്. നമുക്കറിയാം അല്ലേ, മെൻ്റൽ എന്ന് പറഞ്ഞാൽ ജെനറ്റിക്സിൻ്റെ പിതാവായിട്ടുള്ള സയൻറ്റിസ്റ്റാണ്. മെൻ്റൽസ് എക്സ്പെരിമെൻറ്റും മെൻ്റലിൻ്റെ എക്സ്പെരിമെൻറ്റ്, എങ്ങനെയാണ് മെൻ്റൽ എക്സ്പെരിമെൻറ്റ് ചെയ്തതെന്നും ആൻഡ് മെൻ്റലിൻ്റെ ലോസുമാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലോസാണ് പഠിക്കാനുള്ളത്. രണ്ടാമത്തെ പോർഷൻ, ഈ ചാപ്റ്ററിന്റെ രണ്ടാമത്തെ പോർഷൻ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് സെക്സ് ഡിറ്റർമിനേഷൻ ആണ്. നമുക്കറിയാം സെക്സ് ഡിറ്റർമിനേഷൻ, ലോസ് പറയുമ്പോൾ ലോസിന്റെ എക്സെപ്ഷൻസും എല്ലാ കാര്യങ്ങളും നമ്മൾ പറയും. സെക്സ് ഡിറ്റർമിനേഷൻ ആണ് രണ്ടാമത്തെ പോർഷൻ എന്ന് പറയുന്നത്. ആൻഡ് മൂന്നാമത്തെ പോർഷൻ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് കുറച്ച് ജനറ്റിക് ഡിസോർഡേഴ്സ് ആണ്. ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ജനറ്റിക് ഡിസോർഡേഴ്സ്, ക്രോമസോമൽ ഡിസോർഡേഴ്സ് ആൻഡ് ജനറ്റിക് ഡിസോർഡേഴ്സ് പഠിക്കാനുണ്ട്. സോ ഈ 3 ടോപ്പിക്കുകളെ പഠിക്കാനുള്ളൂ. ആൻഡ് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ സ്ട്രെസ് ചെയ്ത് പോകുന്ന സാധനങ്ങൾ ഇതായിരിക്കും. ആൻഡ് ബാക്കിയുള്ളത് സ്ട്രെസ് ചെയ്യില്ല എന്നല്ല, ബാക്കിയുള്ളതൊന്നും ഡെഫിനറ്റ്ലി പോകും. ആൻഡ് ഈ ഒരു ലോസിൻ്റെ എക്സെപ്ഷൻസും അതിൻ്റെ എന്താ പറയുക കുറച്ച് പ്രശ്നങ്ങളും സാധനങ്ങളൊക്കെ ആയിരിക്കും പോവുക. സോ ഡെഫിനറ്റ്ലി എല്ലാവരും കൂടെ ഉണ്ടാവുക. ആൻഡ് ഞാൻ തുടക്കത്തിലേ പറയാണ്, ഏതെങ്കിലും ഒരു സമയത്ത് ഈ ലൈവ് സെഷനിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും അവസാനം ഒരാൾക്ക് നമ്മുടെ ഒരു ഫ്രീ ക്യാപ്സ്യൂൾ ഞാൻ ഓഫർ ചെയ്തിട്ടുണ്ട്. അത് ഞാൻ തുടക്കത്തിലേ പറഞ്ഞിട്ടുണ്ട്. ഇന്ന് വരുന്ന ഓരോരുത്തർക്കും ഒരാൾക്ക് ഫ്രീ ആയിട്ടുള്ളൊരു ക്യാപ്സ്യൂളുണ്ട്. ഞാൻ അവസാനം നിങ്ങൾക്ക് ഞാൻ അതിൻ്റെ ഒരു എന്താ പറയുക ഒരു കൂപ്പൺ കോഡ് തരുന്നുണ്ടാവും, അതുപോലെ ഒരു നമ്പർ തരുന്നുണ്ടാവും. ആ നമ്പറിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക, നിങ്ങൾ SMS അയച്ചാൽ മതി, വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി. ഒരു ടൈം ഉണ്ടാവും, ടൈം ലിമിറ്റിൻ്റെ ഉള്ളിൽ അയക്കുന്ന ഒരാൾക്ക് ഞാൻ എന്തെങ്കിലും ഫ്രീ ആയിട്ട് ക്യാപ്സ്യൂൾ തരുന്നുണ്ടാവും. ഏതെങ്കിലും ഒരു സമയത്ത് 500 ലൈവ് വ്യൂവേഴ്സ് ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഞാൻ പറയാണ്, ഇവിടെയുള്ള 500
WS ഉണ്ടെങ്കിൽ ഞാൻ ആ കമൻറ്റിലിട്ട സാധനം മാറ്റിയിട്ട് 5 പേർക്ക് ഫ്രീ ക്യാപ്സ്യൂൾ തരും ഡെഫിനറ്റ്ലി. സോ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്തോ, അത് തന്നെ പറയാനുള്ളൂ. നിങ്ങളുടെ മാക്സിമം ആൾക്കാർ ഇവിടെ ഏതെങ്കിലും ഒരു സമയത്ത് മതി, ഇന്ന് ത്രൂ ഔട്ട് വേണമെന്നൊന്നും അല്ല, 500 എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള നിങ്ങൾ പണി ചെയ്താൽ മതി. സോ ഡെഫിനറ്റ്ലി ഒന്ന് ചെയ്തോ. സോ ഇതിനകത്ത് നമ്മുടെ ഈ ഫസ്റ്റത്തെ പേജാണ് കേട്ടോ. ഫസ്റ്റത്തെ പേജിനകത്ത് ഇവിടെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും പറയുന്നില്ല എന്നുള്ളതാണ്. ഇവിടെ അവർ പറയുന്നതായിരുന്നു വെച്ചാൽ ഹ്യൂമൻസിന് ഭയങ്കര വണ്ടർ ഉണ്ടായിരുന്ന കാര്യമായിരുന്നു ജനറ്റിക്സ്. അവരിങ്ങനെ പറയുന്നുണ്ട്. സോ ഓരോ ആൾക്കാർ പുതിയ ഓസ്പ്രിങ്സിനെ കൊടുക്കുമ്പോഴും ഇതോ അവിടെ നോക്കിക്കോട്ടോ, നമ്മളിവിടെ ചോദിക്കുന്ന സമയത്ത് ജനറ്റിക്സ്, അവിടെ ജനറ്റിക്സിൻ്റെ ഡെഫിനിഷൻ പറയുന്നുണ്ടല്ലോ, ദ ബയോളജി നോൺ ആസ് ജനറ്റിക്സ് എന്ന് പറഞ്ഞാൽ കുറേ റിലേറ്റഡ് ക്വസ്റ്റ്യൻസ്. ഇതാ ഇവിടെ പറയുന്ന ക്വസ്റ്റ്യൻസിനൊക്കെ ഇതാ ചില ഓസ്പ്രിങ്സ് എന്തുകൊണ്ടാണ് പാരൻസിനോട് ഒരുപോലെ ഇരിക്കുന്നത്, എന്തുകൊണ്ടാണ് ചില ഓസ്പ്രിങ്സ് ചില ഡിഫറൻസുകൾ കാണിക്കുന്നത് എന്നുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇതിനൊക്കെ ഡീൽ ചെയ്യുന്ന ബയോളജിയുടെ അല്ലെങ്കിൽ ഇൻഹെറിറ്റൻസിനെയും വേരിയേഷൻസിനെയും ഡീൽ ചെയ്യുന്ന ബയോളജിയുടെ ബ്രാഞ്ചാണ് ജനറ്റിക്സ് എന്ന് പറയുന്നുണ്ട്. ആൻഡ് ഇതിനെ പറ്റിയിട്ട് വളരെ പണ്ട് മുതൽ തന്നെ 8000 മുതൽ എന്താ പറയുക 1000 BC വരെ 8000 to 1000 ബിഫോർ ക്രൈസ്റ്റ് BC ആ ഏജിൽ തന്നെ ഇവരുടെ സ്റ്റഡീസ് നടത്തുന്നുണ്ട് എന്നുള്ള കാര്യം പറയുന്നുണ്ട്. സോ ഇത്തരം കാര്യങ്ങളാണ് അവിടെ നമ്മൾ പറയുന്നുള്ളൂ, അല്ലാതെ വലിയ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും പറയുന്നില്ല. ആൻഡ് ഇതിനകത്ത് ഏറ്റവും ബ്രേക്ക് ഈവൻ ആയിട്ടുള്ള ഏറ്റവും ഫസ്റ്റത്തെ എക്സ്പെരിമെൻറ്റ്സ് സാധനങ്ങളൊക്കെ വരുന്നത് ആരാ പറയാം, സോ ഇവരൊക്കെ എന്താ പറയുക ഇതിനകത്ത് ആ ഫസ്റ്റത്തെ ഒരു പാരഗ്രാഫ് ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ വലിയ കാര്യമായിട്ടൊന്നുമില്ല. ആൻഡ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇവിടെ തുടങ്ങുന്ന ആ ഒരു സാധനം നമ്മുടെ NCERT ടെക്സ്റ്റ് ബുക്കിൻ്റെ പേജ് നമ്പർ 70, എല്ലാവരും എടുക്കുക പേജ് നമ്പർ 70. അതിനകത്തുള്ള മെൻഡൽസ് ലോസ് ഓഫ് ഇൻഹെറിറ്റൻസ് ആണ്. നമുക്കറിയാം ഗ്രിഗർ മെൻഡൽ എന്ന് പറയുന്ന ആൾ, അദ്ദേഹം എന്തായിരുന്നു എന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ പ്രൊഫഷൻ എന്തായിരുന്നു നമുക്ക് നല്ല വൃത്തിയായിട്ട് അറിയുന്ന കാര്യമാണ് അല്ലേ. അദ്ദേഹം ഒരു എന്തായിരുന്നു, ഒരു പുരോഹിതനായിരുന്നു, ഒരു പള്ളിയിലച്ചനായിരുന്നു. അദ്ദേഹത്തിൻ്റെ പള്ളിയുടെ അദ്ദേഹത്തിൻ്റെ എന്താ പറയുക ചർച്ചിൻ്റെ ഫാമിൽ അദ്ദേഹത്തിൻ്റെ ചർച്ചിൻ്റെ വലിയൊരു ഒരു ഗാർഡൻ ഉണ്ടായിരുന്നു, ഒരു എന്താ പറയുക അടുക്കളത്തോട്ടം എന്ന് പറയില്ല, അവിടെ പയറ് ചെടികളിൽ നടത്തിയിട്ടുള്ള ഒരു എക്സ്പെരിമെൻ്റ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുണ്ടായിരുന്നത്. സോ അതിനകത്ത് നമ്മൾ കൃത്യമായിട്ട് അറിയാം ഇറ്റ് വാസ് ദ മിഡ് 19th century. അയ്യോ എവിടെ പോയി NCERT ടെക്സ്റ്റ് ബുക്ക് ഓടിപ്പോയി. സോ അദ്ദേഹം നടത്തിയിട്ടുള്ള എക്സ്പെരിമെൻ്റ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. സോ നമുക്കറിയാം ഇതിനകത്ത് ഏറ്റവും പ്രധാനമായിട്ട് നമുക്കറിയാം ഗ്രിഗർ മെൻഡൽ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അദ്ദേഹം കണ്ടുപിടിച്ച എക്സ്പെരിമെൻറ്റ്സ് കുറേ എക്സ്പെരിമെൻറ്റ്സ് ഉണ്ട്. ചെയ്തത് ഗാർഡൻ പീസിലാണ്. ഗാർഡൻ പീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാകുന്ന സാധാരണ പയറ് ചെടീനെയാണ് ഗാർഡൻ പീസ് എന്ന് പറയുന്നത്. അത് നടത്തിയ വർഷം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. 1856 മുതൽ 1863 വരെ 7 years ഡ്യൂറേഷനിലാണ് അദ്ദേഹം എന്ത് നടത്തിയിട്ടുള്ളത്, മൊത്തം എക്സ്പെരിമെൻറ്റ്സ് നടത്തിയിട്ടുള്ളത്. ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. സോ ദിസ് ഈസ് ഇറ്റ്. ബട്ട് 7 years ഡ്യൂറേഷനിലാണ് മൊത്തം എക്സ്പെരിമെൻറ്റ്സും നമ്മുടെ മെൻ്റൽ നടത്തിയിട്ടുള്ള മൊത്തം എക്സ്പെരിമെൻറ്റ്സ് ഉണ്ടായിരുന്നത്. ആൻഡ് അതിൻ്റെ ഉള്ളിൽ നിന്ന് ആ ഈ 7 വർഷം നടത്തിയ ഡേറ്റ അദ്ദേഹം അപഗ്രഥിച്ച് അദ്ദേഹം പഠിച്ചിട്ട് അദ്ദേഹം നമ്മൾ നോക്കുക അദ്ദേഹം തുടങ്ങിയത് 1857 അദ്ദേഹം എക്സ്പെരിമെൻറ്റ്സ് തീർന്നത് 1863 ഇത് കഴിഞ്ഞതിന് ശേഷം 2 വർഷം അദ്ദേഹം ഇത് പഠിച്ചതിന് ശേഷം 1865 2 വർഷത്തിന് ശേഷം അദ്ദേഹം എന്ത് ചെയ്തു, ഈ സ്റ്റഡീസ് എല്ലാം കൂടി പബ്ലിഷ് ചെയ്തു. ഹി പബ്ലിഷ്ഡ് ഓൾ ദ സ്റ്റഡീസ്, ദ പബ്ലിഷിംഗ് എല്ലാ സാധനങ്ങളും പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഇതിൻ്റെ ഉള്ളിൽ നിന്നാണ് അദ്ദേഹം 3 ഡിഫറെൻ്റ് ആയിട്ടുള്ള 3 ലോസ് ആണ് പ്രപ്പോസ് ചെയ്തത്. 3 ലോസ്. അപ്പോൾ തുടങ്ങിയ വർഷം, തീർത്ത വർഷം, പബ്ലിഷ് ചെയ്ത വർഷം, 3 വർഷങ്ങളുണ്ട്. 3 വർഷം ഇമ്പോർട്ടൻ്റ് ആണ്. സോ ശ്രദ്ധിച്ച് മാത്രം കാണാം. ആൻഡ് ഇതിനകത്താണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആൻഡ് അതിനകത്ത് അദ്ദേഹം കണ്ടതെന്ന് വെച്ചാൽ അദ്ദേഹം യൂസ് ചെയ്തത് കുറച്ച് മാത്തമാറ്റിക്കൽ സാധനങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ട്. അത് ഞാനിപ്പോൾ ഇന്ന് ഈ ക്ലാസ് എടുക്കുന്ന സമയത്ത് തന്നെ ഞാനും ഇതിൻ്റെ മാത്തമാറ്റിക്കൽ ആപ്ലിക്കേഷൻസ് പറയുന്ന സമയത്ത് നിങ്ങളിൽ കുറച്ച് ആൾക്കാർക്കും ബോറടിക്കും. നിങ്ങൾ നോക്കിയിരുന്നോ നമ്മുടെ യൂട്യൂബിൻ്റെ ലൈവ് വ്യൂവേഴ്സ് ഇങ്ങനെ നിൽക്കുന്നത്, കുറച്ചെത്തി ഞാൻ ആ മാത്സ് പറയാൻ തുടങ്ങും, ലൈവ് വ്യൂവേഴ്സ് ഇങ്ങനെ കുറയാൻ തുടങ്ങും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവണം എന്താണ് ഇത് തന്നെയാണ് മെൻ്റലിനും പറ്റിയെന്നുള്ള കാര്യം. കാരണം മാത്സ് പറയുന്നത് നമുക്ക് ആർക്കും ഇഷ്ടമല്ല. നിങ്ങളെല്ലാവരും ഡോക്ടറാവാൻ പോകുന്ന ആൾക്കാരാണ് അല്ലേ. എന്തുകൊണ്ടാണ് നിങ്ങൾ ഡോക്ടർ ആവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, കാരണം നിങ്ങൾക്ക് ബയോളജി ഇഷ്ടമാണ്, ഹ്യൂമൻ ബോഡി ഇഷ്ടമാണ്, അതിനേക്കാളൊക്കെ അതിനെക്കുറിച്ചൊക്കെ പഠിക്കുന്നത് ഇഷ്ടമാണ്. ആൻഡ് ഈ പഠിക്കുന്ന കാര്യങ്ങളൊക്കെ വെച്ചൊരു ഭാവിയിൽ കുറച്ച് ആൾക്കാരുടെ ജീവിതത്തിൽ നേരിട്ട് ഇടപെടാൻ കിട്ടുന്ന അവസരങ്ങൾ ഇഷ്ടമാണ്. അതുകൊണ്ടാണ് നിങ്ങളെല്ലാവരും ഡോക്ടറാവാൻ പോകുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ എഞ്ചിനീയർ ആവില്ലായിരുന്നു, നിങ്ങൾക്ക് മാത്സിൽ ഇഷ്ടമാണ്, അല്ലെങ്കിൽ ഫിസിക്സിൽ ഇഷ്ടമാണ്, അല്ലെങ്കിൽ എന്താ പറയുക പുതിയ ടെക്നോളജീസിൽ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ മേ ബി യു വിൽ ബിക്കം ആൻ എഞ്ചിനീയർ, അല്ലെങ്കിൽ നിങ്ങൾ വേറെ ഏതെങ്കിലും ഫീൽഡിലേക്ക് പോയി പോകാനെ. ആൻഡ് നിങ്ങൾ ഡോക്ടറാവാനിരിക്കുന്ന ബയോളജി ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ അടുത്ത് ഞാൻ മാത്സ് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു കോമഡി ആയിരിക്കില്ലേ. അതുപോലെ തന്നെയാണ് ഈ മെൻ്റലും പറ്റിയത്. മെൻ്റലി ബയോളജിയുടെ പ്രിൻസിപ്പിൾസും സാധനങ്ങളെല്ലാം കൊണ്ടുപോയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തത് ആരോടാ, കുറേ ബയോളജിസ്റ്റുകളോട്. അത് മാത്തമാറ്റിക്സിൻ്റെ ഭാഷയിൽ. അവർക്ക് വല്ലതും മനസ്സിലാവുന്നുണ്ടോ? ഒരു തേങ്ങയും മനസ്സിലാവില്ല. നോക്കിക്കോട്ടോ, ഞാനിത് കുറച്ചൊന്നും എത്തിക്കഴിഞ്ഞിട്ട് ആദ്യം എക്സ്പെരിമെൻറ്റിൻ്റെ സ്ട്രക്ചറും നേഷനൊക്കെ പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം ഞാനിതിൻ്റെ അനാലിസിസിലേക്ക് വന്നു കഴിയുമ്പോൾ നമ്മുടെ ലൈവ് വ്യൂവേഴ്സിൻ്റെ എണ്ണം നോക്കിക്കോ. ഞാൻ ബെറ്റ് വെച്ച് തരാം, ഒരു 10 ആളെങ്കിലും ഇറങ്ങിപ്പോയിട്ടുണ്ടാവും. മിനിമം 10 ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ, അല്ല 10 മാത്രമാണ് ഇറങ്ങിപ്പോയതെങ്കിൽ നമ്മുടെ വിജയം എന്ന് കൂട്ടിയാൽ മതി. പക്ഷേ മിനിമം അത്രയും പേരെങ്കിലും പോയിട്ടുണ്ടാവും. ഇതാണ് സാധനം ഉണ്ടാവുക.
MBBS കുറച്ചൊക്കെ മാത്സ് ഉണ്ടാവുമെന്നോ? ഒരിക്കലും ഉണ്ടാവില്ല കേട്ടോ. മാത്സ് കുറച്ചേ ഉള്ളൂ, വളരെ കുറച്ചേ മാത്സ് ഉള്ളൂ. ആൻഡ് ആ മാത്സിൻ്റെ പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാകും, കുറച്ചെങ്കിലും മാത്സ് ചെയ്യാൻ കിട്ടിയല്ലോ എന്ന് ഓർത്തിട്ട്. മാത്സിന് വലിയ ആപ്ലിക്കേഷൻസ് MBBS ആസച്ച് ഡയറക്റ്റ്ലി ഇല്ല. നമ്മുടെ സെക്കൻഡ് ഇയറിൽ വരുമ്പോൾ കമ്മ്യൂണിറ്റി മെഡിസിൻ എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റ് ഉണ്ട്. ആ സബ്ജക്റ്റ് പഠിക്കുന്ന സമയത്ത് കുറച്ച് സ്റ്റാറ്റിസ്റ്റിക്സ് നമ്മളിപ്പോൾ പഠിച്ചിട്ടുള്ള +2 പഠിച്ചിട്ടില്ലേ, മീൻ, മീഡിയൻ, മോഡ്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, വേരിയൻസ് എന്നൊക്കെ പറഞ്ഞുള്ള കുറച്ച് സാധനങ്ങൾ സ്റ്റാറ്റിസ്റ്റിക്സ് യൂസ് ചെയ്ത് പഠിക്കാനുണ്ട്. പിന്നെ കുറച്ചൊരു സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടാവും, അത് മാത്രമാണ്. പിന്നെ ഫാർമക്കോളജിയിലുണ്ടാവും മരുന്നിൻ്റെ ഡോസ് കണക്ക് കൂട്ടാൻ വേണ്ടിയിട്ട്. അത് ഭയങ്കര എളുപ്പമുള്ള, നമ്മൾ ഈ സം ബേസിക് കൺസെപ്റ്റ് ഓഫ് കെമിസ്ട്രിയിലൊക്കെ പഠിക്കുന്ന പോലത്തെ വളരെ സിമ്പിൾ കുറച്ച് ചോദ്യങ്ങളുണ്ടാവുക. സോ ഇതാണ്, നോക്കിക്കോ, ബെറ്റ് വെച്ചോ. അപ്പോൾ നമുക്ക് തുടങ്ങാം. സോ അദ്ദേഹം ചെയ്തിട്ടുള്ള ആ എക്സ്പെരിമെൻറ്റ്സ് സാധനങ്ങളൊക്കെ എന്താണ് അദ്ദേഹം ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര സിമ്പിളാണ്. അദ്ദേഹം തിരഞ്ഞെടുത്തത് 7 തരത്തിലുള്ള പ്ലാന്റിനെ തിരഞ്ഞെടുത്തു. 7 തരത്തിലുള്ള 7 ടൈപ്സ്, 7 ടൈപ്പ്. എന്തിനാ തിരഞ്ഞെടുത്തത്? പീ പ്ലാന്റിനെ തിരഞ്ഞെടുത്തു. പീ പ്ലാന്റ് എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? പയറ് ചെടി അല്ലേ? പയറ് ചെടീനെ തിരഞ്ഞെടുത്തു. സോ 7 ടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം എന്തൊക്കെ കാര്യങ്ങളാണ് നോക്കിയിരുന്നതെന്ന് വെച്ചാൽ അദ്ദേഹം ഡിഫറെൻറ്റ് ക്യാരക്ടേഴ്സാണ് നോക്കിയിരുന്നത്. ക്യാരക്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം നോക്കിയ ക്യാരക്ടേഴ്സ് നോക്കിയോ? ഒന്നാമത്തെ ക്യാരക്ടർ സീഡ് ഷേപ്പാണ്. അതായത് നമ്മുടെ ഈ സീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ട കാര്യമാണ് കേട്ടോ. സീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു പയർ കാണുകയാണെങ്കിൽ, ഞാനൊരു പയർ വരയ്ക്കാം, ഞാൻ അത്ര വലിയ കലാകാരനല്ല, പക്ഷേ പയർ വിൽ ബി ലുക്കിംഗ് ലൈക്ക് ദിസ്. സോ ഇങ്ങനെയാണ് പയർ ഉണ്ടാവുക അല്ലേ? സോ ഇങ്ങനെ ഉണ്ടാവുക പയർ. സോ ഈ പയറിൻ്റെ ഈ വിളിക്കുന്ന സാധനത്തിന്, ഈ ഇരിക്കുന്ന സാധനമല്ലേ നീണ്ടിട്ടുള്ള സാധനത്തിന്, അതിന് വിളിക്കുന്ന പേര് പോഡ് എന്നാണ്. ദിസ് ഈസ് നോൺ ആസ് വാട്ട്? പോഡ്. ഓക്കെ, ഈ പോഡിൻ്റെ ഉള്ളിലുണ്ടാവുന്ന ഇങ്ങനെ കുരുകുരാന്നിരിക്കുന്ന ഈ സാധനമല്ലേ, ദിസ് ഈസ് വാട്ട് ഈസ് സീഡ്. ഇതാണ് സീഡ്. ഞാനിപ്പോൾ നീലയിൽ വരച്ചിട്ടുള്ള ഈ വട്ട സാധനമാണ് സീഡ്. അപ്പോൾ സീഡ് ഏതാ പോഡ് ഏതാന്നുള്ള കാര്യം അറിഞ്ഞിരിക്കണം കേട്ടോ, ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇനി അങ്ങോട്ടേക്ക് വരും. ഒന്നാമത്തെ സാധനം എന്താണ്? സീഡ് ഷേപ്പാണ് ഒന്നാമത്തെ സാധനമായിട്ട് അദ്ദേഹം പരിഗണിച്ചത്. ഒന്നാമത്തെ സാധനം. രണ്ടാമത്തെ സാധനം അദ്ദേഹം പരിഗണിച്ചത് സീഡിൻ്റെ കളറാണ്. സോ സീഡിനെ സംബന്ധിച്ച് 2 കാര്യങ്ങൾ ഇങ്ങനെയാണ് നമ്മൾ പഠിക്കുക കേട്ടോ. ഇതിൻ്റെ ഏറ്റവും എളുപ്പത്തിലുള്ള ട്രിക്കാണ്. ഇയാൾ കണ്ടുപിടിച്ച 7 ക്യാരക്ടേഴ്സിൽ സീഡ് വെച്ചിട്ട് 2 കാര്യങ്ങളാണ് ഇദ്ദേഹം കണ്ടുപിടിച്ചത്. സീഡിൻ്റെ 2 കാര്യങ്ങൾ. ഒന്ന് സീഡിൻ്റെ ഷേപ്പ്, ആൻഡ് രണ്ടാമത്തെ കാര്യം സീഡിൻ്റെ കളർ. ഇതാണ് ഒന്നാമത്തെ പോയിന്റ്. ഇനി രണ്ടാമത്തേത് അദ്ദേഹം നോക്കിയത്, മൂന്നാമത്തെ സാധനം നോക്കിക്കോ. മൂന്നാമത്തെ സാധനം ഫ്ലവറിൻ്റെ കളറാണ് നോക്കിയത്. ആൻഡ് 4ാമത്തെ സാധനം അയാൾ നോക്കിയത്, അവിടെ നോക്കിയ ഫ്ലവറിൻ്റെ പൊസിഷൻ. NCERT-യിൽ ഇങ്ങനെ ഇറഗുലർ ആയിട്ട് കൊടുത്തിട്ടുണ്ട്, ഞാനിത് റെഗുലർ ആക്കി തരാണ്. സോ നോക്കിയോ, സീഡ് വെച്ചിട്ട് 2 കാര്യങ്ങൾ. അടുത്തത് അദ്ദേഹം നോക്കിയ സാധനങ്ങൾ ഫ്ലവർ വെച്ചിട്ട് 2 കാര്യങ്ങൾ. ഫ്ലവർ വെച്ചിട്ട് അദ്ദേഹം എന്തൊക്കെയാണ് നോക്കിയത്? ഫ്ലവറിനെ നോക്കി അദ്ദേഹം കളർ നോക്കി, ആൻഡ് ഫ്ലവറിൻ്റെ പൊസിഷൻ നോക്കി. അപ്പോൾ നമ്മൾ 4 ക്യാരക്ടേഴ്സ് പഠിച്ചു കഴിഞ്ഞു കേട്ടോ. ഇനി അദ്ദേഹം അഞ്ചാമത്തെ സാധനം അദ്ദേഹം പഠിച്ചത് എന്താണ്? പോഡിൻ്റെ ഷേപ്പ്. പോഡ് ഞാൻ പറഞ്ഞു, ആ നീണ്ടിരിക്കുന്ന സാധനം, അതിനാണ് നമ്മൾ പോഡെന്ന് വിളിക്കുക. 6ാമത്തെ സാധനം പോഡിൻ്റെ കളർ. എളുപ്പമായോ എന്ന് ആലോചിച്ച് നോക്കി. നോക്ക്, പോഡിന് എന്തൊക്കെ സാധനങ്ങളാണ് പഠിച്ചത്? പോഡിനും ഈ 2 സാധനങ്ങളാണ് പഠിച്ചത്. 1 ഈസ് ഷേപ്പ്, 1 ഈസ് കളർ. നോക്കി, ഭയങ്കര എളുപ്പമായില്ല. നോക്കി, സീഡ് കളർ, ഫ്ലവർ കളർ, പോഡ് കളർ. സീഡ് വെച്ചിട്ട് 2 എണ്ണം, ഫ്ലവർ വെച്ചിട്ട് 2 എണ്ണം, പോഡ് വെച്ചിട്ട് 2 എണ്ണം. അപ്പോൾ ഇനി ഒരെണ്ണം കൂടി ബാക്കിയുണ്ട്. അതേതാണെന്നറിയോ? അത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന സാധനമാണ് സ്റ്റെം ഹൈറ്റ്. സ്റ്റെമ്മിൻ്റെ ഹൈറ്റ്, അതാണ് 7ാമത്തെ ക്യാരക്ടറായിട്ട് വരുന്നത്. ദാറ്റ് ഈസ് സ്റ്റെം ഹൈറ്റ്. നോക്ക്, സ്റ്റെം ഹൈറ്റ്. ഇതാണ് അദ്ദേഹം പഠിച്ച കാര്യങ്ങൾ. സോ നോക്കി എത്ര ക്യാരക്ടേഴ്സ് ഉണ്ടെന്ന്. ഒന്നാമത്തെ ക്യാരക്ടർ സീഡ് ഷേപ്പ്, രണ്ടാമത്തെ ക്യാരക്ടർ സീഡ് കളർ, മൂന്നാമത്തെ ക്യാരക്ടർ ഫ്ലവർ കളർ, നാലാമത്തെ ക്യാരക്ടർ ഫ്ലവർ പൊസിഷൻ, അഞ്ചാമത്തെ ക്യാരക്ടർ പോഡ് ഷേപ്പ്, ആൻഡ് ആറാമത്തെ പോഡ് കളർ, ആൻഡ് ഏഴാമത്തെ ക്യാരക്ടർ സ്റ്റെം ഹൈറ്റ്. ആലോചിച്ച് നോക്കിയാൽ വളരെ എളുപ്പമല്ലേ എന്ന് ആലോചിച്ച് നോക്കി. സീഡിൻ്റെ 2 എണ്ണം, ഫ്ലവറിൻ്റെ 2 എണ്ണം, പോഡിൻ്റെ 2 എണ്ണം. സീഡിൻ്റെ ഷേപ്പ് ഉണ്ട്, സീഡിൻ്റെ കളർ ഉണ്ട്, ആൻഡ് ഫ്ലവറിൻ്റെ കളർ ഉണ്ട്, ഫ്ലവറിൻ്റെ പൊസിഷൻ ഉണ്ട്, ഫ്ലവർ എവിടെ ഉണ്ടാവുക എന്നുള്ളത്, ആൻഡ് പോഡിൻ്റെ ഷേപ്പ് ഉണ്ട്, പോഡിൻ്റെ കളർ ഉണ്ട്, ആൻഡ് ആ 7ാമത്തെ ക്യാരക്ടറായിട്ട് സ്റ്റെം ഹൈറ്റ്. അങ്ങനെ 7 ക്യാരക്ടേഴ്സാണ് ആര് പഠിച്ചത്? മെൻഡൽ പഠിച്ചത്. ഗ്രിഗർ ജോഹാൻ മെൻഡൽ പഠിക്കാൻ ഉപയോഗിച്ച 7 ടൈപ്പ് പ്ലാന്റ് ചെടികൾ, പീ ചെടികളാണ്, പയർ ചെടികളാണ്. ഇതിൻ്റെ ക്യാരക്ടേഴ്സ് എന്താണെന്നുള്ളത് കൃത്യമായിട്ട് ഓർത്തിരിക്കുക. ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഡെഫിനറ്റ്ലി ഇതൊരു ക്വസ്റ്റ്യൻ ആണ്. ഇതിൽ ഏതൊക്കെയാണ് അദ്ദേഹം പഠിക്കാൻ ഉപയോഗിച്ചത്, ഏതൊക്കെയാണ് പഠിക്കാൻ ഉപയോഗിക്കാത്തതെന്നുള്ള കാര്യമുണ്ട്. ആൻഡ് ഒരു വാക്ക് ഞാൻ പറഞ്ഞോട്ടെ, NCERT-ൽ ഇല്ലാത്ത ഒരു കുന്തവും നീറ്റ് എക്സാമിന് ചോദിക്കില്ല, ഒരു കുന്തവും ചോദിക്കില്ല. വളരെ എളുപ്പമാണ്. ഒരു തേങ്ങയെ നിങ്ങൾ അധികം പഠിക്കണ്ട, ഇത് മാത്രം പഠിച്ചാൽ മതി. ഞാൻ ഉറപ്പിച്ച് തരാം, കേരളത്തിലെ ഏത് എൻട്രൻസ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എവിടെ പോയി കഴിഞ്ഞാലും ഒരുപാട് എക്സ്ട്രാ ടോപ്പിക്സ്, ഒരുപാട് എക്സ്ട്രാ നോട്ട്സ് തരുന്ന ഒരു വലിയ ചാപ്റ്ററാണ് ജെനറ്റിക്സ്. ആൻഡ് ഡെഫിനറ്റ്ലി ഞാൻ പറയാണ്, നിങ്ങൾ ആ നോട്ടൊക്കെ ഒന്ന് വായിക്കണം, പിന്നെ NCERT വായിക്കണം. അത് കഴിഞ്ഞാൽ നോട്ടങ്ങ് കീറി കളഞ്ഞേക്കണം. കാരണം ആ നോട്ടിന് നമ്മുടെ NCERT വായിക്കാൻ സഹായിക്കുക എന്നുള്ളതിന് അപ്പുറത്തേക്ക് ഒരു ഫംഗ്ഷനും ഇല്ല. അതുകൊണ്ട് നിങ്ങൾ നോട്ടിനകത്തുള്ള അധിക പോയിന്റ്സ് വെറുതെ വായിച്ച് തല പെരിപ്പിക്കേണ്ട. ഒരു പ്രാവശ്യമൊക്കെ വായിച്ചിരിക്കുക, ചില കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കുറച്ചധികം പോയിന്റ്സ് വേണ്ടി വരും എന്നുള്ളത് ശരിയാണ്. പക്ഷേ ആ നോട്ടിൽ എഴുതി തന്നിരിക്കുന്ന ഒരുപാട് അധിക പോയിന്റ്സും നമുക്ക് ആവശ്യമില്ലാത്തതാണ്, പണ്ട് ചോദിച്ചുകൊണ്ടിരുന്നതാണ്, ഇപ്പോൾ ചോദിക്കില്ലാത്തതാണ്. 100% ഉറപ്പാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. വളരെ സിമ്പിളാണ്. ആ നോട്ടങ്ങ് കീറി കളഞ്ഞേക്കുക. നോട്ടൊന്ന് വായിക്കുക,
NCERT വായിച്ചുകൊണ്ടേയിരിക്കാം. ഇടയ്ക്ക് നിങ്ങളൊരു 10-20 പ്രാവശ്യം NCERT വായിച്ചിട്ട് ഒരു പ്രാവശ്യം കൂടി നോട്ട് വായിച്ചോ. പിന്നെ ഒരു 20 പ്രാവശ്യം NCERT വായിച്ചിട്ട് മാത്രം മതി ആ നോട്ട് വായിക്കാൻ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും NCERT ഇല്ലാത്ത എന്തൊക്കെ തേങ്ങയാണ് നോട്ടിലുള്ളതെന്ന്. അതങ്ങോട്ട് വിട്ടുകളഞ്ഞേക്കാം, ഒഴിവാക്കിയേക്കാം കേട്ടോ. വളരെ സിമ്പിൾ. സോ ഇതാണ് കാര്യം. സോ ഇതാണ് നമ്മുടെ 7 ക്യാരക്ടേഴ്സ് പഠിച്ചു എന്ന് വിചാരിക്കുകയാണ്. സോ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അദ്ദേഹം എന്നിട്ട് എന്താ ചെയ്തത് മക്കളെ? എന്നിട്ട് ഈ സാധനങ്ങൾക്ക് there was 2 contrasting traits ഉണ്ട്. നിങ്ങൾക്ക് അറിയണം, നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. ഇതാണ് ഇതിൻ്റെ സ്വഭാവങ്ങൾ അല്ലെങ്കിൽ ക്യാരക്ടേഴ്സ്. ഇതിന് 2 കോൺട്രാസ്റ്റിംഗ് ട്രെയ്റ്റ്സ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ, സീഡ് ഷേപ്പ് ഞാൻ കണ്ടെത്തുകയാണെങ്കിൽ 2 ടൈപ്പ് സീഡ്സ് ഉണ്ട്. ഒരു ടൈപ്പ് സീഡ് ഇതാ ഇങ്ങനെ റൗണ്ട് ആയിരിക്കും, രണ്ടാമത്തെ ടൈപ്പ് സീഡ് എങ്ങനെയായിരിക്കും? റിങ്കിൾഡ് ആയിരിക്കും. നമുക്കറിയാമല്ലേ, റൗണ്ട് സീഡ്സ്, റിങ്കിൾഡ് സീഡ്സ്, 2 കോൺട്രാസ്റ്റിംഗ് ട്രെയ്റ്റ്സ്. ഓപ്പോസിറ്റ് ഉള്ള ഒരു ക്യാരക്ടറിൻ്റെ 2 ട്രെയ്റ്റുകളാണ്, സ്വഭാവങ്ങളാണ്. 2 ഓപ്പോസിറ്റ് ഉള്ള ക്യാരക്ടർ ആയിരിക്കും. റൗണ്ട്, റിങ്കിൾഡ് ഉണ്ടാവും. കളർ, സീഡിൻ്റെ കളർ നോക്കുകയാണെങ്കിൽ 2 കളർ ഉണ്ടായിരുന്നു. ഒന്ന് എന്തായിരുന്നു? യെല്ലോ കളർ ഉണ്ടായിരുന്നു. പിന്നെ ഏത് കളർ ഉണ്ടായിരുന്നു? ഗ്രീൻ കളർ ഉണ്ടായിരുന്നു. ആലോചിച്ച് നോക്കിയാൽ യെല്ലോ കളർ ഉണ്ടായിരുന്നു, ഗ്രീൻ കളർ ഉണ്ടായിരുന്നു. അടുത്തത് ഫ്ലവറിൻ്റെ കളർ. ഏതൊക്കെയായിരുന്നു മക്കളെ ഫ്ലവറിൻ്റെ കളർ? നോക്കിയിട്ട് പറഞ്ഞേ, കൃത്യമായിട്ട് പറഞ്ഞേ. ഫ്ലവറിൻ്റെ കളർ 2 എണ്ണമായിരുന്നു. വയലറ്റ് ഫ്ലവറും വൈറ്റ് ഫ്ലവറും. ആലോചിച്ച് നോക്കണേ, വയലറ്റും വൈറ്റും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. വയലറ്റ് ആണ് ഫസ്റ്റ് ഉണ്ടായിരുന്നത്, ആൻഡ് അത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നത് ഏതാണ്? വൈറ്റാണ് ഉണ്ടായിരുന്നത്. UVW ഓർത്തിരിക്കുക, UVW ആണ്. വി കഴിഞ്ഞിട്ടാണ് W വരുന്നതെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഈ പറയുന്ന ഈ ആൾക്കാരെല്ലാം ഡോമിനൻ്റ് ട്രൈറ്റുകളാണ്. ഇവരെല്ലാവരും ഡോമിനൻ്റ് ട്രൈറ്റുകളാണ്. ഇവരെല്ലാവരും എന്താണ്? റെസസീവ് ട്രൈറ്റുകളാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതും ഒരു വർഷം നീട്ടിന് ചോദിച്ചിട്ടുണ്ട്. വിച്ച് ഈസ് ദ ഫോളോയിങ് ഈസ് ദ ഡോമിനൻ്റ് ട്രൈറ്റ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ റെസസീവ് ട്രൈറ്റ്. ഒരു വർഷം എൻട്രൻസിൽ ചോദിച്ചാണ്, നീട്ടിനല്ല, അതിന് മുന്നേ ചോദിച്ചാണ്. സോ ഓർത്തിരിക്കുമ്പോൾ പഠിക്കാൻ എളുപ്പമാണ്. UVW എന്നാണ്. വി കഴിഞ്ഞിട്ടാണ് W വരിക. സോ ഡോമിനൻ്റ് കഴിഞ്ഞിട്ടാണ് റെസീവ് വരിക. വയലറ്റ് ആണ് ഡോമിനൻ്റ് ആൻഡ് റെസസീവ് ഈസ് വൈറ്റ്. ആൻഡ് ഫ്ലവറിൻ്റെ പൊസിഷൻ നോക്കുമ്പോൾ നമുക്കറിയാം 2 ഉള്ളത്. ഒന്ന് ആക്സിയൽ പൊസിഷനും രണ്ടാമത്തത് ടെർമിനൽ പൊസിഷനും. എന്താ മക്കളെ ആക്സിയലും ടെർമിനലും? ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്യാൻ സമയമില്ല, പക്ഷെ എന്നാലും ഞാൻ പറഞ്ഞുതരാം. ആക്സിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫ്ലവറിൻ്റെ ആക്സിസ് വിൽ ബി ഗ്രോയിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു ചെടിയാണെന്ന് വിചാരിച്ചാൽ ആ ചെടി ഇങ്ങനെ നീണ്ട് ഇങ്ങനെ മുമ്പോട്ട് പോകുന്നുണ്ടോ. ആക്സിസ് വിൽ കണ്ടിന്യൂ ടു ഗ്രോ ആൻഡ് ദ ഫ്ലവേഴ്സ് വിൽ അപ്പിയേഴ്സ് ഓൺ ദ സൈഡ് എന്നാണ്. ഇതാ ഇങ്ങനെ ഇതിപ്പോൾ ഫ്ലവർ ഉണ്ടാവുന്നത് സൈഡിലായിരിക്കും. ആൻഡ് ആക്സിസ് ഓഫ് ദ പ്ലാന്റ് വിൽ ബി ഗ്രോയിങ്, കണ്ടിന്യൂറ്റ്ലി ഗ്രോയിങ്, അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ദാറ്റ് ഈസ് ആക്സിയൽ. ആൻഡ് ടെർമിനൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ആക്സിസ് ഇങ്ങനെ പോവും, അതിൽ എന്തുണ്ടാവും? ഒരു പൂവുണ്ടാവും. അപ്പോൾ ആക്സിസ് അവിടെ ടെർമിനേറ്റ് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും? പുതിയ ആക്സിസ് സൈഡിൽ നിന്ന് ഇങ്ങനെ ഗ്രോ ചെയ്യും. അതൊരു പൂവുണ്ടായിട്ട് അത് അവിടെ തീരും. പിന്നെ അടുത്ത ആക്സിസ് ഇവിടെ നിന്ന് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് വരും. അതൊരു പൂവുണ്ടായിട്ട് ഇങ്ങനെ ടെർമിനേറ്റ് ചെയ്യും. ദാറ്റ് ഈസ് വാട്ട് ഈസ് ടെർമിനൽ. സോ ആക്സിയൽ പൊസിഷൻ എന്താണ്? ഡോമിനൻ്റ് ആണ്. നോക്ക്, അടുത്തത് എന്താണ്? ടെർമിനൽ ആണ്. ക്ലിയർ ആണോ മക്കളെ? റെഡി ആണോ? ആലോചിച്ചോക്കെ. സോ ഇതാണ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. ഇനി വെൻ ഇറ്റ് ഈസ് കമ്മിങ് ടു പോഡ്, ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. പോഡിൻ്റെ കളർ പഠിക്കാൻ നേരത്ത് നിങ്ങൾക്കറിയാൻ പറ്റും, നമ്മൾ മേളിൽ പഠിച്ചത് യെല്ലോ ഗ്രീൻ എന്നാണ്. ഇവിടെ ഓർക്കുക, പോഡിൻ്റെ കാര്യത്തിൽ അത് റിവേഴ്സ്ഡ് ആണെന്ന് ആലോചിച്ച് നോക്കുക. ഗ്രീൻ ആണ് എന്ത് വരിക? ആലോചിച്ച് നോക്കുക മക്കളെ, ഗ്രീൻ ആണ് എന്ത് വരിക? ഡോമിനൻ്റ് വരിക. അടുത്തത് വരുന്നത് യെല്ലോ ആണ്. ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇതായിരുന്നു ആ വർഷത്തെ എൻട്രൻസിൻ്റെ ക്വസ്റ്റിൻ്റെ ആൻസർ വരുന്നത്. സോ ഇത് നോക്ക്, ഇവിടെ ഗ്രീൻ യെല്ലോ ആണ്. നമ്മൾ ഇവിടെ പഠിച്ചത് യെല്ലോ ഗ്രീൻ എന്നാണ്. സോ ഇവിടെ എത്തുമ്പോൾ പൊസിഷൻ റിവേഴ്സ് ചെയ്യുന്ന കാര്യം ശ്രദ്ധിക്കുക. ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം. ആൻഡ് പോഡിൻ്റെ ഷേപ്പ് എല്ലാവർക്കും അറിയാം. വൺ ഈസ് വാട്ട് ഈസ് ഇൻഫ്ലേറ്റഡ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഫുള്ളായിട്ടിരിക്കും, കുഴിയൊന്നും ഇല്ലാതെ വീർത്തിരിക്കുന്ന സാധനമാണ്. ആൻഡ് രണ്ടാമത്തെന്ന് പറഞ്ഞാൽ ഇങ്ങനെ കുഴിഞ്ഞിരിക്കുന്ന സാധനമാണ്. ദാറ്റ് ഈസ് നോൺ ആസ് വാട്ട് കൺസ്ട്രിക്റ്റഡ്. സോ ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ്, ഗ്രീൻ ആണ് ഡോമിനൻ്റ്. ആൻഡ് ഇവിടെ സീഡ് കളറിൽ ഗ്രീൻ ഈസ് റെസസീവ് ആണ്. സോ അത് ഇമ്പോർട്ടൻ്റ് ആണ്, ശ്രദ്ധിച്ചു വയ്ക്കുക. സീഡിൽ യെല്ലോ ആണ്. നമുക്ക് ഓൾറെഡി പഠിക്കുന്ന കാരണം ഓർമ്മ വരും. സ്റ്റെം ഹൈറ്റ് ആർക്കും തെറ്റിപ്പോകാൻ സാധ്യതയില്ല. ദാറ്റ് ഈസ് വൺ ഈസ് ടോൾ ആൻഡ് അതർ വൺ ഈസ് വാട്ട്? ഡ്വാർഫ്. ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഇത് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന കാര്യമാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കിയിരിക്കേണ്ട സാധനമാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ നോക്കിയിരിക്കുക. സോ ദിസ് ഈസ് വാട്ട് ഈസ് നമ്മുടെ മെൻ്റൽ എടുത്ത 7 ക്യാരക്ടേഴ്സ്. ഇനി മെൻ്റൽ ഇവരെന്താ ചെയ്തത്? വാട്ട് വാസ് മെൻ്റൽ വാസ് ഡൂയിങ്? മെൻ്റൽ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഇതിൽ ഏതെങ്കിലും ഒരു ക്യാരക്ടർ കൺസിഡർ ചെയ്യും. ഇപ്പോൾ ഷേപ്പ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അദ്ദേഹം ഈ റൗണ്ടിനെയും ഈ റിങ്കിൾഡിനെയും കൂടി ക്രോസ് ചെയ്യിപ്പിക്കും. ഹി വാസ് ക്രോസിങ്. ഒരൊറ്റ ക്യാരക്ടർ കൺസിഡർ ചെയ്തിട്ട് ഹി വാസ് ട്രൈങ് ടു ക്രോസ് ദം. സോ ഫോർ എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഷേപ്പിനെ മാത്രം കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, ഒരൊറ്റ ക്യാരക്ടർ മാത്രം കൺസിഡർ ചെയ്യുന്നവരുണ്ട്. അദ്ദേഹത്തിൻ്റെ ക്രോസിന് നമ്മളൊരു പേര് വിളിക്കുന്നുണ്ടായിരുന്നു. വി വിൽ ബി കോളിംഗ് ഇറ്റ് ആസ് മോണോ എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? ഒരൊറ്റ ഒന്ന്. മോണോ. ഹൈബ്രിഡ് എന്ന് പറഞ്ഞാൽ മിക്സ് ചെയ്യുക, ഒരെണ്ണം മാത്രം മിക്സ് ചെയ്യുക. സോ വി വിൽ ബി കോളിംഗ് ഇറ്റ് ആസ് വാട്ട്? മോണോ ഹൈബ്രിഡ് ക്രോസ് എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ക്രോസുകളെ വിളിച്ചുകൊണ്ടിരുന്നത്. കാരണം അദ്ദേഹം ഏതെങ്കിലും ഒരു ക്യാരക്ടറിനെയാണ് ക്രോസ് ചെയ്യിപ്പിക്കുക. സോ നമ്മൾ ഷേപ്പ് മാത്രം കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഒരു റൗണ്ട് ഷേപ്പുള്ള സീഡുള്ള പ്ലാന്റ്
പ്ലാന്റിനെയും റിങ്കിൾഡ് ഷേപ്പുള്ള സീഡുള്ള പ്ലാന്റിനെയും കൂടി അദ്ദേഹം ക്രോസ് ചെയ്യും. അതുപോലെ കളർ മാത്രമാണ് എടുക്കുന്നതെങ്കിൽ അദ്ദേഹം യെല്ലോനെയും ഗ്രീനിനെയും കൂടി ക്രോസ് ചെയ്യും. ആൻഡ് ഫ്ലവർ കളർ ആണെങ്കിൽ അദ്ദേഹം വയലറ്റിനെയും വൈറ്റിനെയും കൂടി ക്രോസ് ചെയ്യും. ഇതാണെങ്കിൽ അങ്ങനെ ക്രോസ് ചെയ്ത് നോക്കുക എന്തൊക്കെയാണ് അതിൻ്റെ റിസൾട്ട്സ്, എന്തൊക്കെയാണ് സാധനങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതാണ്. സോ ദിസ് ഈസ് വാട്ട് ഈസ് നോൺ ആസ് വാട്ട് മോണോ ഹൈബ്രിഡ് ക്രോസ്. ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് മോണോ ഹൈബ്രിഡ് ക്രോസ്. അദ്ദേഹം അതാണ് ചെയ്തത്. സോ മോണോ ഹൈബ്രിഡ് ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം നമ്മുടെ മെൻഡൽ ചെയ്ത കാര്യം എന്താണെന്ന് വെച്ചാൽ മെൻഡൽ ഇതിന് ആദ്യം ഒരു പ്ലാന്റിനെ ഏതെങ്കിലും ഒരു പ്ലാന്റിനെ എടുത്തിട്ട് അദ്ദേഹം ഒരു പ്ലാന്റിനെ ഫാദറാക്കി വെക്കും. ഫാദർ അതായത് അച്ഛൻ പൂവാക്കി വെക്കും, അച്ഛൻ ചെടിയായിട്ട് വെക്കും. മറ്റേതിന് എന്താക്കി വെക്കും? മദറാക്കി വെക്കും. അങ്ങനെയല്ലേ പറയാം. ആൻഡ് നമുക്കറിയാം ഫാദറിൻ്റെയും മദറിൻ്റെയും ചിഹ്നങ്ങൾ അറിയാം അല്ലേ? അറിയോ? പഠിച്ചിട്ടുണ്ടോ? ഈ ചാപ്റ്ററിൽ പഠിക്കേണ്ട സാധനം. ഫാദർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മയുടെ പുറകെ ഒരു കുന്തവും പിടിച്ചുകൊണ്ട് ഓടുന്ന ആളെന്ന് വിചാരിച്ചാൽ മതി. ആൻഡ് രണ്ടാമത്തെന്ന് പറഞ്ഞാൽ എന്താ പറയുക, ഇതാണ് ഫീമെയിലിൻ്റെ ചിഹ്നം. ആലോചിച്ച് വെക്കുക. പെണ്ണുങ്ങൾ എന്ന് പറഞ്ഞാൽ കുരിശാന്ന് ആലോചിച്ചാൽ മതി. എന്നെ സംബന്ധിച്ച് ഞാൻ അങ്ങനെ പറയാമല്ലോ കേട്ടോ, ഞാനൊരു സ്ത്രീ വിരോധിയൊന്നുമല്ല. പക്ഷേ ജനറലി നാട്ടിലൊക്കെ പറയുന്നൊരു പറച്ചിലാണ് പെണ്ണുങ്ങളൊക്കെ കുരിശാണെന്ന്. ഓർത്ത് വെച്ചാൽ മതി. സോ ദാറ്റ് ഈസ് നമുക്കത് ഇത് ഓർത്ത് വെക്കാൻ വേണ്ടിയിട്ട് ചെറിയ ആൻറ്റി ഫെമിനിയൻ സാധനങ്ങളൊക്കെ പറഞ്ഞു എന്ന് ഓർത്തുകൊണ്ട് എന്നെ നിങ്ങൾ എന്ത് ചെയ്യരുത്, ഒരു സ്ത്രീ വിരുദ്ധനാക്കി പിക്ചറൈസ് ചെയ്യേണ്ട ആവശ്യമില്ല. മദർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുരിശാന്ന് ആലോചിച്ചാൽ മതി. ഫാദർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുന്തമുള്ള ആളാന്ന് വെച്ചാൽ അത് കുന്തം എവിടെ എന്താന്നുള്ള കാര്യം നിങ്ങൾ പിന്നെ ആലോചിച്ച് നോക്കിയാൽ മതി, ചിലപ്പോൾ കിട്ടും. കത്തിയെങ്കിൽ പറഞ്ഞാൽ മതി. സോ വാട്ട് ഈസ് ഹാപ്പനിങ്? സോ ഒരാൾക്ക് ഫാദറാണ്. അപ്പോൾ ഈ ചെടീൻ്റെ ഉള്ളിൽ നമുക്കറിയാൻ പറ്റും. ആൻഡ് വൺ തിങ് കേട്ടോ, എനിക്ക് പറയാനുള്ളൊരു കാര്യം, നമ്മുടെ ഈ പീ പ്ലാന്റ്സ് എല്ലാം പീ ഫ്ലവേഴ്സ്, പീ പ്ലാന്റ് എന്താണ്? പീ പ്ലാന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? പീ പ്ലാന്റ് ഈസ് എ ബൈസെക്ഷൽ പ്ലാന്റ്. രണ്ട് ബൈസെക്ഷൽ പ്ലാന്റ് ആണ്. ബൈസെക്ഷൽ ഫ്ലവർ ആണ് ആക്ച്വലി. അതായത് ഒരു ഫ്ലവറിൽ തന്നെ എന്തുണ്ടാവും? മെയിൽ ഓർഗൻ ഉണ്ടാവും, അതായത് ആന്തർ ഉണ്ടാവും. രണ്ടാമത്തതിൽ തന്നെ എന്തുണ്ടാവും? ഫീമെയിൽ ഓർഗൻ ഉണ്ടാവും. ചാറ്റ് ബോക്സിൽ സെലിബ്രേഷൻ തുടങ്ങിയുള്ളൂ അല്ലേ? അതിൽ ഫീമെയിൽ എന്തുണ്ടാവും? പിസ്റ്റിൽ ഉണ്ടാവും. സോ അടിപൊളിയാണ്, ഓർത്ത് വെച്ചാൽ നമ്മളിങ്ങനെ ചെറിയ സാധനങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഓർത്തിരിക്കാമല്ലോ. സോ ഇതാണ് സാധനം. സോ മെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? മെയിലിൽ ആന്തർ ഉണ്ടാവും, മറ്റേത് ഫിസ്റ്റിൽ ഉണ്ടാവും. രണ്ടും ഒരേ ഫ്ലവറിൽ തന്നെ ഉള്ളതുകൊണ്ട് നമ്മൾ അതിനെ ബൈസെക്ഷൽ ഫ്ലവർ എന്ന് വിളിക്കും. സോ ഫാദറിൻ്റെ എന്താണ് നമുക്ക് ആവശ്യമുള്ളത്? വി വിൽ ബി യൂസിങ് ദ ആന്തർ മാത്രമേ യൂസ് ചെയ്യുള്ളൂ. അതിൻ്റെ ഉള്ളിൽ നമുക്ക് പോളൻ എടുക്കാൻ വേണ്ടിയിട്ടാണ്. ആൻഡ് മദർ ഫ്ലവറിനകത്ത് നമ്മൾ എന്താ ചെയ്യുള്ളൂ? പിസ്റ്റിൽ മാത്രമേ യൂസ് ചെയ്യുള്ളൂ. പക്ഷേ ഇവിടെ ഒരു പ്രശ്നമുണ്ട് മക്കളെ. എന്താണെന്നറിയോ? ഇവിടെ നോക്ക്, ഈ മദർ ഫ്ലവറിനകത്ത് ഒരു ആന്തർ ഉണ്ടാവും. ആന്തർ ഉണ്ടെങ്കിൽ എന്താ സംഭവിക്കുക? നമ്മളിവിടെ എന്താ നമ്മൾ ഉദ്ദേശിക്കുന്നത്? ഈ ഫാദർ പ്ലാന്റിൻ്റെ ആന്തർ എന്നുള്ള പോളൻ ഗ്രെയിൻ ഇതെടുത്തിട്ട് ഇവിടുത്തെ പിസ്റ്റിൽ വെക്കണം. അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം. നമ്മൾ ക്രോസ് പോളിനേറ്റ് ചെയ്യാണ്. നമ്മൾ ആർട്ടിഫിഷ്യലി എന്ത് ചെയ്യാണ്? നമ്മൾ പോയിട്ട് ഒരു ആന്തർ എടുത്ത്, നമ്മൾ പോയിട്ട് ഒരു പൂമ്പൊടി എടുത്തിട്ട് രണ്ടാമത്തെ ഫ്ലവറിൽ കൊണ്ടുവന്ന് വെച്ച് കൊടുക്കുകയാണ്. എന്തിനാണ് അങ്ങനെ വെച്ച് കൊടുക്കുന്നത്? അങ്ങനെ വെച്ച് കൊടുക്കുന്നത് നമുക്ക് ഇതിൽ എന്തിൻ്റെ ഉള്ളിൽ നിന്ന് എന്ത് റിസൾട്ട് ഉണ്ടാവും, അത് എങ്ങനത്തെ ആളെ ഉണ്ടായി വരാമെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുക. സോ നമ്മളിത് ഈ ചെയ്യുന്ന പോളിനേഷൻ ദിസ് ഈസ് ആർട്ടിഫിഷ്യലാണ് നമ്മൾ ചെയ്യുക. സോ ദാറ്റ് ദിസ് ഈസ് നോൺ ആസ് ആർട്ടിഫിഷ്യൽ ഹൈബ്രിഡൈസേഷൻ. നമുക്കറിയാമല്ലോ അല്ലേ? ആർട്ടിഫിഷ്യൽ ഹൈബ്രിഡൈസേഷൻ എന്നാണ് നമ്മൾ ഇതിനെ വിളിക്കുക. ആർട്ടിഫിഷ്യൽ ഹൈബ്രിഡൈസേഷൻ എന്ന് വിളിക്കുക. സോ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. നമ്മുടെ ഉദ്ദേശം എന്താ? ഇവിടെ ഉണ്ടായിരുന്ന ഈ ആന്തറിൻ്റെ മേളിലുണ്ടായിരുന്ന അല്ലേ, ഇവിടെ ഉണ്ടായിരുന്ന ഈ ആന്തറിൻ്റെ മേളിലുണ്ടായിരുന്ന ഈ ഒരു സാധനത്തിന് ഇവിടുത്തെ പിസ്റ്റിലേക്ക് എത്തിക്കലാണ്. പക്ഷേ ഒരു പ്രശ്നമുണ്ട്. നമ്മുടെ ഫീമെയിൽ പ്ലാന്റിൻ്റെ ഉള്ളിൽ ഇവിടെ ഒരു ആന്തറുണ്ട്. ഇവിടെ നിന്നുള്ള പോളൻ ഗ്രെയിനും ഇങ്ങോട്ട് എത്താനൊരു സാധ്യതയുണ്ട്. സോ ഇങ്ങനെ ഞാനിപ്പോൾ വരച്ചിട്ടുള്ള അതാ ഇങ്ങനത്തെ ഈ ഒരു പോസിബിലിറ്റിയാണ് നടക്കുന്നതെങ്കിൽ, സ്വന്തം ഫ്ലവറിൽ നിന്നുള്ള സാധനമാണ് വന്ന് ചേരുന്നതെങ്കിൽ നമ്മുടെ റിസൾട്ടിനെ അത് വല്ലാതെ ബാധിക്കും. അതുകൊണ്ട് മെൻഡൽ എക്സ്പെരിമെൻറ്റ് ചെയ്യാൻ തുടങ്ങുന്നതിന് മുന്നേ തന്നെ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ മെൻഡൽ ഇവിടെയുള്ള ആന്തറിനെ ഒരു കത്രിക എടുത്തിട്ട് മുറിച്ച് കളയും. ഒരു കത്രിക എടുത്തിട്ട് ഈ മദർ പ്ലാന്റിലെ ഏത് പ്ലാന്റിൻ്റെ ആലോചിച്ച് നോക്കണേ, മദർ പ്ലാന്റിൻ്റെ ആന്തറിനെ ഒരു കത്രിക എടുത്തിട്ട് മുറിച്ചങ്ങോട്ട് കളയും. ഈ മുറിച്ച് കളയുന്ന ഈ പ്രോസസ്സിന് വിളിക്കുന്ന പേര് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാവും. ദിസ് ഈസ് നോൺ ആസ് വാട്ട്? ഇമാസ്കുലേഷൻ. മനസ്സിലാവുന്നുണ്ടോ? ഇമാസ്കുലേഷൻ എന്നാണ് വിളിക്കുക. മസ്കുലിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ബോയ് ക്യാരക്ടർ അല്ലെങ്കിൽ മെയിൽ ക്യാരക്ടർ നമ്മൾ വിളിക്കുന്ന പേരാണ് മസ്കുലിൻ ക്യാരക്ടർ എന്ന് വിളിക്കുക. ഇമാസ്കുലേഷൻ എന്ന് പറഞ്ഞാൽ മസ്കുലിൻ ക്യാരക്ടർ ആന്തർ റിമൂവ് ചെയ്തതിനാണ് ഇമാസ്കുലേഷൻ എന്ന് വിളിക്കുക. സോ നമ്മൾ എന്ത് ചെയ്തു? ആദ്യം ഇമാസ്കുലേറ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഈ ഫാദർ പ്ലാന്റിൻ്റെ ആന്തറിനെ പിടിച്ചിട്ട് നമ്മുടെ മദർ പ്ലാന്റിൻ്റെ പിസ്റ്റിലിൽ വെച്ചു. അപ്പോൾ ഇവിടെ എത്തി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്ത് കഴിഞ്ഞു? ആർട്ടിഫിഷ്യൽ ഹൈബ്രിഡൈസേഷൻ കഴിഞ്ഞു. ഇനി ഒരു പ്രശ്നം കൂടിയുണ്ട്. അതെന്താ വെച്ചാൽ വേറെ കുറേ എന്താ പറയുക, കുറേ പയറ് ചെടികളുടെ തോട്ടത്തിലല്ല നിൽക്കുന്നത്. ഏതെങ്കിലും ഒരു തേനീച്ചയോ ഏതെങ്കിലും ഒരു പൂമ്പാറ്റയോ പോയിട്ട് വേറൊരു പയറ് ചെടി പോയിട്ട് അവിടെ നിന്ന് ഒരു സാധനം എടുത്തുകൊണ്ട് വന്നിട്ട് ഈ പിസ്റ്റിലേക്ക് വീണ്ടും വെക്കാൻ വിചാരിച്ചോ? അതായത് വേറൊരു ആന്തർ, വേറെ ഏതോ ഒരു സാധനത്തിൻ്റെ ആന്തർ കൊണ്ടുവന്നിട്ട് ഇവിടെ വെച്ച് കഴിഞ്ഞാൽ അത് നമ്മുടെ റിസൾട്ടിനെ ബാധിക്കും. അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് വാട്ട് വിൽ വി ഡു? നമ്മൾ എന്താ ചെയ്യണത്? മെൻഡൽ എന്താ ചെയ്യുന്നത്? മെൻഡൽ നേരെ ഒരു പ്ലാസ്റ്റിക് ബാഗ് എടുക്കും. മെൻഡൽ വിൽ ടേക്ക് എ പ്ലാസ്റ്റിക് ബാഗ് ആൻഡ് കവർ ദിസ് പിസ്റ്റിൽ. ഈ ഫ്ലവറിനെ കവർ ചെയ്ത് വെക്കും. സോ അതിനെ വിളിക്കുന്ന പേരാണ് എന്ത് വിളിക്കുക? ബാഗിംഗ് എന്ന് വിളിക്കുക. വി വിൽ ബി കോളിംഗ് ഇറ്റ് ആസ് വാട്ട്? ബാഗിംഗ്. ഒരു പ്ലാസ്റ്റിക് ബാഗ് എടുത്തിട്ട് വെറുതെ കവർ ചെയ്ത് വെക്കും. എന്തിനാണെന്ന് വെച്ചാൽ ഇനി രണ്ടാമതൊരു സാധനം വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. മനസ്സിലാവുന്നുണ്ടോ? സോ ഈ രണ്ട് സ്റ്റെപ്പുകൾ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തിരിക്കുക. സോ നമ്മൾ ഇവിടെ കാണുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. എന്താ ഈ കത്രിക?
ഈ കത്രികയുടെ പടം കണ്ടോ, ദ റിമൂവൽ ഓഫ് ആന്തേഴ്സ് ദാറ്റ് ഈസ് നോൺ ആസ് വാട്ട് ഇമാസ്കുലേഷൻ ആണ്. സോ അതാണ് ഇതുണ്ടോ, മെയിൽ പാരൻറ്റിൻ്റെ കയ്യിൽ നിന്ന് നമ്മൾ അങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ഓഫ് പോളൻ ഗ്രെയിൻസ് ചെയ്ത് നോക്കുക. ദിസ് ഇസ് പോളിനേഷൻ. വാട്ട് പോളിനേഷൻ? ദിസ് ഇസ് ആർട്ടിഫിഷ്യൽ പോളിനേഷൻ അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഹൈബ്രിഡൈസേഷൻ ആണ്. ഈ കുരിശ് പാരൻ്റ് ആരാണ്? കുരിശ് പെണ്ണുങ്ങളാണ് അല്ലേ? ആണോ? അങ്ങനെ പറയല്ലേ. കുരിശ് പെണ്ണുങ്ങളാണ്, മദർ പ്ലാന്റ് ആണ്. അതിൻ്റെ ഉള്ളിൽ നിന്നാണ് സൺ റിമൂവ് ചെയ്തത്. അതിനുശേഷം ഇതിനെന്ത് ചെയ്യും, ഒരു പ്ലാസ്റ്റിക് ബാഗ് ഇട്ട് മൂടി വയ്ക്കുന്ന പ്രോസസ്സിനാണ് നമ്മൾ എന്ത് പറയുക, വി വിൽ കോൾ ഇറ്റ് ആസ് ബാഗിങ് ഓൾസോ. അത് കഴിഞ്ഞിട്ട് ഈ പ്ലാന്റിൻ്റെ ഉള്ളിൽ നിന്ന് ഇതുപോലത്തെ ഒരു പൗഡ് കിട്ടും. അതിനെ നല്ല വിത്ത് മുളപ്പിച്ച് നോക്കുക. അതാണ് അദ്ദേഹം ചെയ്യുന്ന പ്രൊസീജിയർ. സോ ആലോചിച്ച് നോക്കുക. സോ അദ്ദേഹം ചെയ്യുന്ന പ്രൊസീജിയർ ഒന്നുകൂടി ഞാൻ പറയാണ് കേട്ടോ. സോ നമ്മൾ ആരുണ്ട്, നമുക്കൊരു അച്ഛൻ പ്ലാന്റ് ഉണ്ട്, നമുക്കൊരു അമ്മ പ്ലാന്റ് ഉണ്ട്. നമ്മൾ എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ ഇവിടെ നിന്ന് ആന്തർ എടുക്കും. ആന്തർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോളൻ ഗ്രെയിൻ എടുക്കും. ആന്തറിൽ നിന്ന് പോളൻ ഗ്രെയിൻ എടുക്കും. അതെടുത്തിട്ട് ഇതിൻ്റെ എവിടെ വെക്കും, പിസ്റ്റിൽ വെച്ച് കൊടുക്കും. ഇതിൻ്റെ പിസ്റ്റിൽ നമ്മൾ വെച്ച് കൊടുക്കും. ആൻഡ് ഇവിടെ നിന്ന് ആന്തറിനെ റിമൂവ് ചെയ്യും. ദാറ്റ് പ്രോസസ് ഈസ് നോൺ ആസ് ഇമാസ്കുലേഷൻ. ആരാ ഇമാസ്കുലേറ്റ് ചെയ്യുന്നത്? ഇമാസ്കുലേഷൻ ഈസ് ഡൺ ഫോർ ദ ഫീമെയിൽ പ്ലാന്റ്. അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ആർട്ടിഫിഷ്യൽ ഹൈബ്രിഡൈസേഷൻ ചെയ്യും. ആർട്ടിഫിഷ്യൽ ഹൈബ്രിഡൈസേഷൻ കഴിയും, രണ്ടാമത്തെ സ്റ്റെപ്പ്. മൂന്നാമത്തെ സ്റ്റെപ്പിലായിട്ട് അദ്ദേഹം എന്ത് ചെയ്യും, ബാഗിങ് ചെയ്ത് വെക്കും. സോ ദിസ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഒന്ന് ഇമാസ്കുലേഷൻ, രണ്ട് ആർട്ടിഫിഷ്യൽ ഹൈബ്രിഡൈസേഷൻ, മൂന്നാമത്തത് ബാഗിങ്. ഈ 3 കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഫീമെയിൽ പ്ലാന്റിൻ്റെ സീഡ് കളക്ട് ചെയ്യും. വി വിൽ കളക്ട് ദ സീഡ് ഉണ്ടായി വരുമ്പോൾ സീഡ് കളക്ട് ചെയ്യും, സീഡ് കളക്ഷൻ നടത്തും. സീഡ് കളക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ എന്ത് ചെയ്യും, ഈ സീഡിനെല്ലാം മുളപ്പിച്ച് നോക്കും. ഹി വിൽ കൾട്ടിവേറ്റ് ദറ്റ് സീഡ്സ്. കൾട്ടിവേറ്റ് ദ സീഡ്സ്. ഇതിനെല്ലാം മുളപ്പിച്ച് നോക്കും. ക്ലിയർ ആണോ? റെഡി ആണോ? ആലോചിച്ച് നോക്ക്. കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ പറയണേ. ഇതിനെ കൾട്ടിവേറ്റ് ചെയ്ത് നോക്കും. ഇതാണ് സംഭവിക്കുക. ആൻഡ് അദ്ദേഹം നമ്മൾ എന്ത് ചെയ്തു, ഒരു ജീനിൻ്റെ അല്ലെങ്കിൽ ഒരു ക്യാരക്ടറിൻ്റെ എന്ത് പഠിക്കുകയാണ്, ഒരു ക്യാരക്ടറിൻ്റെ ട്രാൻസ്മിഷൻ പഠിക്കാൻ വേണ്ടി തീരുമാനിക്കുകയാണ്. അതായത് ഞാൻ പറഞ്ഞ എന്ത് ക്രോസ് ചെയ്യാണ് അദ്ദേഹം ചെയ്തത്, മോണോ ഹൈബ്രിഡ് ക്രോസ് ചെയ്യാണ്. സോ അദ്ദേഹം ചെയ്യാൻ നേരത്ത് അദ്ദേഹം ചെയ്ത പ്രോസസ്സ് ഞാൻ പറഞ്ഞുതരാം. ഇതിനെ കൾട്ടിവേറ്റ് ചെയ്തു. സോ ഇവിടെയുള്ള ഈ രണ്ട് ചെടികൾ, അതായത് ഈ അച്ഛൻ പ്ലാന്റിൻ്റെയും ഈ അമ്മ പ്ലാന്റിനെയും നമ്മൾ വിളിക്കുന്നത് പേരൻ്റൽ ജനറേഷൻ എന്നാണ് വിളിക്കുക. അറിയുന്ന ആൾക്കാർക്ക് അറിയില്ലെങ്കിൽ പറയാം. അതിനുവേണ്ടി കൾട്ടിവേറ്റ് ചെയ്തിട്ട് ഇവിടെ കിട്ടുന്ന ബേബികൾ ഉണ്ടല്ലോ, ഇവിടെ കിട്ടുന്ന കുഞ്ഞുങ്ങൾ, ഇവിടെ കുറേ പ്ലാന്റിനെ കിട്ടും. സോ ഇതൊക്കെ പ്ലാന്റ് ആണെന്ന് വിചാരിച്ചോട്ടോ. സോ ഇതൊക്കെ പ്ലാന്റ് ആണ്. ഈ പ്ലാന്റുകളൊക്കെ നമ്മൾ എന്താ വിളിക്കുക, ദിസ് പ്ലാന്റ് ഈസ് നോൺ ആസ് ദ ഫസ്റ്റ് ജനറേഷൻ പ്ലാന്റ്, അല്ലെങ്കിൽ നമ്മൾ വിളിക്കും ഫിലിയൽ 1 പ്രോജനി. വി വിൽ ബി കോളിംഗ് ഇറ്റ് ആസ് ഫിലിയൽ 1 പ്രോജനി ഓർ ദ ഫസ്റ്റ് ജനറേഷൻ പ്ലാന്റ്. ഷോർട്ടായിട്ട് നമ്മൾ F1 പ്ലാന്റ് എന്ന് പറയും. വി വിൽ ബി കോളിംഗ് F1 പ്ലാന്റ്. ആൻഡ് വാട്ട് ഹി വിൽ ബി ഡൂയിങ്, അടുത്ത എന്താ ചെയ്യുക അദ്ദേഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ F1 പ്ലാന്റുകളെ തമ്മിൽ ക്രോസ് ചെയ്യിപ്പിക്കും. രണ്ട് F1 പ്ലാന്റിന്, ഒരു F1 പ്ലാന്റ് അടുത്ത F1 പ്ലാന്റ്, ഇതിനെ ക്രോസ് ചെയ്യിപ്പിക്കും. ആൻഡ് അതിൻ്റെ മക്കളെ ഉണ്ടാക്കിയെടുക്കും. സോ ദിസ് ഈസ് എ സെക്കൻഡ് ജനറേഷൻ. ഇതിനെ നമ്മൾ വിളിക്കുന്നത് F2 പ്ലാന്റ് എന്നാണ്, അല്ലെങ്കിൽ എന്ത് വിളിക്കും, ഫിലിയൽ 2 പ്രോജനി എന്ന് വിളിക്കും. ഫിലിയൽ 1 മാറ്റിയിട്ട് ഫിലിയൽ 2 പ്രോജനി എന്ന് വിളിക്കും. സോ ഇതാണ് അദ്ദേഹം ചെയ്തുകൊണ്ടിരുന്ന കാര്യം. ഫിലിയൽ 1 പ്രോജനി, ഫിലിയൽ 2 പ്രോജനി ഉണ്ടാക്കിയെടുക്കും. സോ ദാറ്റ് വാസ് ദ ആക്ടിവിറ്റി ഓഫ് ദ മെൻഡൽ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളാണ്. സോ മെൻഡൽ ആദ്യം ചെയ്ത ക്രോസ് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ക്രോസ് ആണല്ലോ, അത് വെരി ഫേമസ് ക്രോസ് ആണ്. അതിൻ്റെ ഇടയിൽ NCERT കുറേ വാക്കുകളൊക്കെ പറയുന്നുണ്ട്. ഐ വിൽ ബി ടെല്ലിങ്, ഞാനത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം എന്തെല്ലാം വാക്കുകളെന്നും. NCERT ലൈൻ ബൈ ലൈൻ നമ്മൾ പോവാം. പക്ഷെ അതിന് മുന്നേ ഈ ഐഡിയ ഒന്ന് നിങ്ങളിലേക്ക് എത്തിക്കോട്ടെ. മെൻഡൽ ചെയ്ത ഒന്നാമത്തെ ക്രോസ്, ദ വെരി ഫസ്റ്റ് ക്രോസ് കണ്ടു നോക്ക്. എന്താണ് മെൻഡൽ ചെയ്ത ആദ്യത്തെ ക്രോസ്? മെൻഡൽ പേരൻ്റൽ പ്ലാന്റിന് എടുത്തു. ഇവിടെ കൺസിഡർ ചെയ്ത ക്യാരക്ടർ ഏതാണ്? മൈ ക്വസ്റ്റ്യൻ ഈസ് ദാറ്റ് വിച്ച് ഇസ് ദ ക്യാരക്ടർ കൺസിഡേർഡ് ഹിയർ. ഏത് ക്യാരക്ടറാണ് ഇവിടെ കൺസിഡർ ചെയ്തത്? സോ നമുക്കറിയാം ദ ക്യാരക്ടർ ഈസ് ടോളും ഡോർഫും അല്ല ക്യാരക്ടർ, ദാറ്റ് ഈസ് സ്റ്റെം ഹൈറ്റ് ആണ് അല്ലേ. സ്റ്റെം ഹൈറ്റ് ആണ് മെൻഡൽ കൺസിഡർ ചെയ്ത ക്യാരക്ടർ. സ്റ്റെം ഹൈറ്റ് ക്യാരക്ടർ കൺസിഡർ ചെയ്തു. അപ്പോൾ ഒരു പ്ലാന്റ് ടോള്, ഒരു പ്ലാന്റ് ഡോർഫ്. ആര് വേണമെങ്കിലും മെയിലും ഫീമെയിലും ആവാം. ദർ ഈസ് നോ ഡിഫറൻസ്. ഒരാൾക്ക് മെയിൽ ഒരാൾക്ക് ഫീമെയിൽ ആവാം. അതിന് ടോളേ മെയിൽ ആവുള്ളൂ, ഫീമെയിൽ ഡോർഫേ ആവുള്ളൂ എന്നില്ല. അത് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റാൻ ദർ ഈസ് നോ പ്രോബ്ലം. അത് കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന് F1 ജനറേഷൻ കിട്ടി. സോ F1 ജനറേഷൻ കിട്ടിക്കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് എന്താ കിട്ടിയത്? ഓൾ പ്ലാന്റ്സ് വെർ ടോൾ. F1 ജനറേഷനിൽ കിട്ടിയ സാധനം എന്താണ്? ഓൾ പ്ലാന്റ്സ് വെർ ടോൾ. എല്ലാവരും ടോളായിരുന്നു. സോ ഇവിടെ നോക്ക്, അദ്ദേഹം ക്രോസ് ചെയ്തത് ഒരു ടോൾ പ്ലാന്റിനെയും ഒരു ഡ്വാർഫ് പ്ലാന്റിനെയാണ് അദ്ദേഹം ക്രോസ് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് സോ ദിസ് ഈസ് ദ പേരൻ്റൽ ജനറേഷൻ. വി വിൽ ബി കോളിംഗ് എന്താ വിളിക്കുക, P ജനറേഷൻ, പേരൻ്റൽ ജനറേഷൻ. അവിടെ നിന്ന് അദ്ദേഹത്തിന് എന്താ കിട്ടിയത്? F1 ജനറേഷൻ കിട്ടി. ഓൾ F1 പ്ലാന്റ്സ് വെർ ടോൾ. എല്ലാവരും ടോളായിരുന്നു. സോ ഇവിടെയാണ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒബ്സർവേഷൻ ആട്ടോ. ഓൾ F1 plants are or were tall. വെരി 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 ഇമ്പോർട്ടൻസ് ആണ് കേട്ടോ. സോ അത് കഴിഞ്ഞിട്ട് ഇവരെന്ത് ചെയ്തു? ഇതുപോലത്തെ ഈ രണ്ടാൾക്കാർ ഇവരെ സെൽഫ് പോളിനേറ്റ് ചെയ്തു. ഇതുപോലെ ഒരു ടോളിനെ പിടിച്ച് വേറൊരു ടോളിനെ കൂടെ സെൽഫ് പോളിനേറ്റ് ചെയ്തു. സോ ഹി വിൽ ബി ഗെറ്റിംഗ് ദ F2 ജനറേഷൻ. സോ അതിനകത്ത് നിന്ന് കിട്ടിയ സാധനങ്ങളിൽ എങ്ങനെയായിരുന്നു കിട്ടിയത്? ടോള് കിട്ടി, പിന്നെ ഒരു ടോള് കിട്ടി. അത് കഴിഞ്ഞിട്ട് നാലാമത്തെ സാധനം ദാറ്റ് വാസ് എ ഡ്വാർഫ്. അപ്പോൾ അദ്ദേഹത്തിന് കിട്ടിയെന്ന് പറഞ്ഞാൽ 3:1 റേഷ്യോയിൽ
ടോൾ ഈസ് ടു ഡ്വാർഫ് എന്നാണ് കിട്ടിയത് അദ്ദേഹത്തിന്. ടോൾ ഈസ് ടു ഡ്വാർഫ് എന്നാണ് അദ്ദേഹത്തിന് കിട്ടിയ സാധനങ്ങൾ. സോ ഇതാണ് അതിൻ്റെ ടോട്ടൽ ഒബ്സർവേഷൻസ്. ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒബ്സർവേഷൻസ് ആണ്, നോക്കി വയ്ക്കുക. സോ ഒരു ടോൾ പ്ലാന്റിനെയും ഒരു ഡോർഫ് പ്ലാന്റിനെയും അദ്ദേഹം ക്രോസ് ചെയ്ത സമയത്ത്, ഒരു ടോൾ പ്ലാന്റിനെയും ഒരു ഡോർഫ് പ്ലാന്റിനെയും അദ്ദേഹം ആർട്ടിഫിഷ്യലി ക്രോസ് ചെയ്ത സമയത്ത് F1 ജനറേഷനിലുള്ള എല്ലാ പ്ലാന്റ്സും എന്തായിരുന്നു? ടോളായിരുന്നു. ആൻഡ് F1 ജനറേഷനിലുള്ള പ്ലാന്റിനെ സെൽഫ് പോളിനേറ്റ് ചെയ്ത സമയത്ത് മെൻഡലിന് എന്ത് കിട്ടി? ടോള് 3 ടോളും അതിൻ്റെ കൂടെ ഒരു ഡോർഫും, അതായത് ടോളും ഡോർഫും തമ്മിലുള്ള റേഷ്യോ എടുത്തു കഴിഞ്ഞാൽ ദാറ്റ് വാസ് 3:1 എന്നുള്ള റേഷ്യോ കിട്ടി. മനസ്സിലാവുന്നുണ്ടോ? ആർ യു അണ്ടർസ്റ്റാൻഡിങ്? സോ ദാറ്റ് വാസ് ദ ഒബ്സർവേഷൻ ഇൻ ദ F2 ജനറേഷൻ. സോ ഇത് വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള എൻട്രൻസ് ക്വസ്റ്റ്യൻ ആണ്. അവർ ഭയങ്കര സിമ്പിൾ ആയിട്ട് ചോദിക്കും, F1 ജനറേഷനിൽ എന്താണ് കണ്ടത്? F1 ജനറേഷനിൽ എല്ലാം ടോളായിരുന്നു, അല്ലെങ്കിൽ എല്ലാം ഒരു ക്യാരക്ടർ മാത്രമാണ് കാണിച്ചത്, രണ്ടാമത്തെ ക്യാരക്ടർ കാണിച്ചില്ല. ആൻഡ് F2 ജനറേഷനിൽ എന്താ കാണിച്ചത്? F2 ജനറേഷൻ കാണിച്ചത് F1 ഏത് ക്യാരക്ടറാണോ കാണിച്ചത്, ഏത് ട്രൈറ്റ് ആണോ കാണിച്ചത്, അത് 3 പ്രാവശ്യം ഉണ്ടെങ്കിൽ ആ കാണിക്കാത്ത ട്രൈറ്റ് ഒരൊറ്റ പ്രാവശ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. 3:1 ആ റേഷ്യോയിൽ സാധനം കിട്ടി. മനസ്സിലാവുന്നുണ്ടോ? കൺഫ്യൂഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കുക, എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ചോദിക്കുക. ദർ ഈസ് നോ വറീസ്, ഒട്ടും പേടിക്കണ്ട, ഭയങ്കര കൂളായിട്ടിരുന്നോ. എന്ത് കൺഫ്യൂഷൻ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാം, നോക്കാം കേട്ടോ. സോ ഇവിടെ ഇതെന്ന് വെച്ചിട്ട് മെൻഡൽ കുറച്ച് കാര്യങ്ങൾ അങ്ങോട്ട് പറഞ്ഞു. കാര്യങ്ങൾ പറഞ്ഞു എന്ന് പറഞ്ഞാൽ മെൻഡൽ വെറും ഊഹങ്ങളാണ് പറഞ്ഞത്, വെറും ഊഹമാണ് പറഞ്ഞത്. സോ മെൻഡൽ പറഞ്ഞു, ഇപ്പോൾ നമുക്കറിയാം അല്ലേ, ഇങ്ങനെ പോവുകയാണെങ്കിൽ എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവും. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഇവിടെ മെൻഡൽ ഏറ്റവും കൂടുതൽ കൺസിഡർ ചെയ്ത ആൾ ഈ ഡ്വാർഫ് പ്ലാന്റിനെയാണ് കൺസിഡർ ചെയ്തത്. കാരണം ഈ ഡ്വാർഫ് പ്ലാന്റ് ഇവിടെ ആബ്സെൻ്റ് ആണ്. അതായത് F1 ജനറേഷനിൽ ദർ ഈസ് നോ ഡ്വാർഫ്, അവിടെ ഇല്ല, നോ ഡ്വാർഫ്, ഇവിടെ ഡ്വാർഫ് എന്ന് പറഞ്ഞാൽ ആളേ ഇല്ല. സോ മെൻഡൽ എന്താ പറഞ്ഞത്? മെൻഡൽ വിചാരിച്ചു ഇവിടെ ടോള് മാത്രം വന്നപ്പോൾ മെൻഡൽ പറഞ്ഞു ഈ ടോളിലുള്ള എന്തോ ഒരു സാധനം ഇതിനെ സപ്രസ് ചെയ്യുന്നുണ്ട്. ദർ ഈസ് സംതിങ് ടോളിലുള്ള എന്തോ ഒരു സാധനം ഡ്വാർഫിനെ സപ്രസ് ചെയ്യാണ്, ഒളിപ്പിച്ച് വെക്കുകയാണ്, അടിച്ച് താഴ്ത്താണ്, ചവിട്ടി താഴ്ത്താണ്. ടോൾ എന്തോ ഒരു വലിയ ഭീകരനായിട്ട് എണീറ്റ് നിൽക്കുകയാണ്. ആൻഡ് ടോൾ എന്ത് ചെയ്യാണ്? ഡ്വാർഫിനെ ചവിട്ടി താഴ്ത്താണ്, ഇടിച്ചൊതുക്കുകയാണ്. അതുകൊണ്ടാണ് ഡ്വാർഫ് F1 കാണാത്തത് എന്നുള്ള കാര്യം മെൻഡലിന് മനസ്സിലായി. സോ മെൻഡൽ ആദ്യം മനസ്സിലാക്കിയാരാണ് ടോളിലുള്ള സാധനം ഡ്വാർഫിൻ്റെ സാധനത്തിനെ ഇടിച്ച് താഴ്ത്തുകയാണ് എന്നുള്ള കാര്യം മനസ്സിലായി. അത് ഒന്നാമത്തെ കൺക്ലൂഷൻ ആയിരുന്നു. രണ്ടാമത്തെ കൺക്ലൂഷൻ എന്താണെന്ന് വെച്ചാൽ ഈ F2 ജനറേഷനിൽ വരുമ്പോൾ അവിടെ ഒരു ഡ്വാർഫ് പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ മെൻഡലിന് മനസ്സിലായി ഈ ഡ്വാർഫിൻ്റെ സാധനത്തിന് ഏതാ F1 ഫസ്റ്റത്തെ ജനറേഷനിൽ നിങ്ങൾ മനസ്സിലാക്കണേ മക്കളെ, F1 ജനറേഷനിൽ ഇതിനെ ഇടിച്ച് താഴ്ത്തുന്നുണ്ടെങ്കിലും ഈ ഡ്വാർഫിൻ്റെ സാധനങ്ങളെ മുഴുവനായിട്ടും ഇടിച്ച് താഴ്ത്താൻ ടോളിനായിട്ടില്ല. അവിടെ അത് ഒരു പ്രശ്നമില്ലാതെ അങ്ങനെ തന്നെ ഇരിപ്പുണ്ടായിരുന്നു, ഒടിച്ച് താത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്നാൽ പോലും ഒരു പ്രശ്നവും ഇല്ലാതെ അത് അവിടെ ബാക്കിയുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഈ F2 വീണ്ടും ഡ്വാർഫ് റീഅപ്പിയർ ചെയ്തതെന്നുള്ള കാര്യം മനസ്സിലാവുന്നുണ്ടോ? സ്പീഡ് കുറയ്ക്കാൻ പറ്റുമോ എന്ന് നോക്കാൻ അല്ലേ? മനസ്സിലാവുന്നുണ്ടോ? ക്ലാസ് നോട്ട് കിട്ടുമോ സാർ? ക്ലാസ് നോട്ടൊന്നും കിട്ടില്ല, നിങ്ങൾ എഴുതിയെടുത്തോ. സോ ഡ്വാർഫിനെ ഇവിടെ ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു. സോ മെൻഡലിൻ്റെ ഒബ്സർവേഷൻ നോക്കി നോക്ക്, മെൻഡൽ പറഞ്ഞ കാര്യമാണ് ഇത് പറയാം. മെൻഡൽ ഇവിടെ എന്താ പറഞ്ഞത്? മെൻഡൽ പറഞ്ഞു, സോ ഫസ്റ്റത്തെ കാര്യത്തിൽ ഡ്വാർഫ് വാസ് സപ്രസ്ഡ്. നോക്ക് മക്കളെ, സപ്രസ്ഡ് ബൈ ടോള് ഡ്വാർഫിനെ സപ്രസ് ചെയ്ത് വെച്ചു. അതാണ് ഒന്നാമത്തെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ടോൾ എന്ത് ചെയ്തു? സപ്രസ് ചെയ്ത് വെച്ചു. സോ ഇതിനെ മെൻഡൽ വിളിച്ച കാര്യം, ഡ്വാർഫിനെ മെൻഡൽ എന്താ വിളിച്ചത്? മെൻഡൽ കോൾഡ് ഇറ്റ് ആസ് എ റെസസീവ് എന്ന് വിളിച്ചു. ഇതിനെ വിളിച്ചത് റെസസീവ് എന്നാണ്, ഒളിച്ചിരിക്കുന്ന ആളാണ് റെസസീവ് എന്ന് വിളിച്ചു. ആൻഡ് അപ്പോൾ ഈ എന്താ പറയുക, മറ്റേ ആളെ എന്താ വിളിച്ചത്? പുറത്തേക്ക് വന്ന ആളെ ടോളിനെ അവരെന്താ വിളിച്ചത്? ടോളിനെ വിളിച്ചു ഡോമിനൻ്റ് എന്ന് വിളിച്ചു. മനസ്സിലാവുന്നുണ്ടോ? ആർ യു അണ്ടർസ്റ്റാൻഡിങ്? സോ ഇതാണ് ഒന്നാമത്തെ സാധനം. ആൻഡ് രണ്ടാമത്തതിൽ നമുക്കിവിടെ കാണാൻ പറ്റും, രണ്ടാമത്തെ കാര്യത്തിൽ നമുക്ക് ഈ ഡ്വാർഫ് ഇവിടെ റീഅപ്പിയർ ചെയ്തു വന്നു. ഡ്വാർഫ് റീഅപ്പിയർ ചെയ്തതിൽ നിന്ന് മെൻഡൽ മനസ്സിലാക്കി ഡ്വാർഫിൻ്റെ ക്യാരക്ടർ വാസ് അൺആൾട്ടേർഡ്. അതിന് ആൾട്ടറേഷൻ ഒന്നും സംഭവിച്ചിട്ടില്ല എന്നുള്ള കാര്യം മെൻഡലിന് മനസ്സിലാക്കി. സോ ഇത്രയും കാര്യങ്ങൾ മാത്രം വെച്ചിട്ടാണ് മെൻഡൽ ഇനി ബാക്കി അങ്ങോട്ടേക്കുള്ള കാര്യങ്ങൾ പ്രപ്പോസ് ചെയ്തത്. സോ അത് വെച്ചിട്ട് മെൻഡൽ പറഞ്ഞതെന്ന് വെച്ചാൽ ഈ ക്യാരക്ടേഴ്സ്, ഏത് ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ ഈ ട്രൈറ്റ്സ് ദാറ്റ് വാസ് കൺട്രോൾഡ് ബൈ സം ഫാക്ടേഴ്സ്. മെൻഡൽ പറഞ്ഞ അതേ വാക്കുകൾ ഞാൻ എടുക്കുകയാണെങ്കിൽ മെൻഡൽ പറഞ്ഞു ചില ഫാക്ടേഴ്സ് ആണ്, ചില എന്തോ ഒരു ഫാക്ടർ. എന്ത് ഫാക്ടർ എന്ന് വെച്ചാൽ മെൻഡലിന് അറിയില്ലേ, അത് മെൻഡലിന് ഒരു പോരായ്മയായിരുന്നു, മെൻഡലിന് മനസ്സിലാവാത്തൊരു കാര്യമായിരുന്നു. മെൻഡൽ പറഞ്ഞു ഈ ക്യാരക്ടേഴ്സ് എല്ലാം കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് എന്തോ ഒരു ഫാക്ടർ ഉണ്ട്. എന്ത് ഫാക്ടർ? ആർക്കറിയാം? അറിയത്തില്ല, ആർക്കും അറിയത്തില്ല, മെൻഡലിനും അറിയത്തില്ല, മെൻഡലിൻ്റെ കാര്യത്തുള്ള ആർക്കും അറിയില്ല. ചില ഫാക്ടേഴ്സ് ആണ് കൺട്രോൾ ചെയ്യുന്നത്. ആൻഡ് ആ ഫാക്ടറുകൾ രണ്ടെണ്ണം ആയിട്ടായിട്ട് ഇരിക്കുക. സോ മെൻഡൽ പറഞ്ഞ ഒന്നാമത്തെ കാര്യമാണ്, ഫസ്റ്റത്തെ പോയിന്റ് എഴുതി വെച്ചോ, ദ ക്യാരക്ടേഴ്സ് ആർ കൺട്രോൾഡ് ബൈ, കൺട്രോൾഡ് ബൈ ഫാക്ടേഴ്സ്. എന്ത് ഫാക്ടേഴ്സ് അറിയില്ല, മെൻഡൽ വെറുതെ വിളിച്ചൊരു പേരാണ്. ഫാക്ടറുകളാണ് ഇത് കൺട്രോൾ ചെയ്യുന്നത്. ഇനി രണ്ടാമത്തെ പോയിന്റ് പറഞ്ഞത്, മെൻഡൽ പറഞ്ഞു ഒരു പ്ലാന്റിൽ അല്ലെങ്കിൽ ഒരു ഓർഗാനിസത്തിൽ ഈ ഫാക്ടേഴ്സ് എങ്ങനെ ഇരിക്കാന്ന് വെച്ചാൽ ഫാക്ടേഴ്സ് ഒക്കേഴ്സ്
ഇൻ പെയർ. മെൻഡൽ പറഞ്ഞൊരു കാര്യം കേട്ടോ, അത് മെൻഡലിൻ്റെ ഒരു ഊഹമായിരുന്നു, വെറും ഊഹം. അതായത് ഒരു പ്ലാന്റിൽ ഉണ്ടാകുന്നത് ഒരു ഫാക്ടർ അത് ഒരു പെയർ ആയിട്ടാണ് ഇരിക്കുക എന്ന് പറയുകയാണ്. സോ ഫോർ എക്സാമ്പിൾ നമ്മൾ പറയാം, നമുക്ക് അറിയുന്ന കാര്യമാണ്. സോ നമ്മളിവിടെ എഴുതുകയാണെങ്കിൽ ഇതിനെ ക്യാപിറ്റൽ ടി എന്ന് എഴുതും. ഇതൊരു ക്യാപിറ്റൽ ടി ഒരു ഫാക്ടറാണ്, ക്യാപിറ്റൽ ടി അടുത്ത ഫാക്ടറാണ്. രണ്ട് ക്യാപിറ്റൽ ടി, ഈ രണ്ട് ഫാക്ടേഴ്സ് പെയർ ആയിട്ടിരിക്കുക. ഡ്വാർഫിലാണെങ്കിൽ നമ്മൾ എഴുതും സ്മോൾ ടി അല്ലെങ്കിൽ സ്മോൾ ടി, ഇതും പെയർ ആയിട്ടാണ് ഇരിക്കുക. അതാണ് മെൻഡൽ പറഞ്ഞൊരു കാര്യം. സോ ക്യാപിറ്റൽ ടി അല്ലെങ്കിൽ സ്മോൾ ടി ഇങ്ങനെ പെയർ ആയിട്ടാണ് ഇരിക്കുക. ആൻഡ് മെൻഡൽ പറഞ്ഞ മൂന്നാമത്തെ പോയിന്റ്, ഈ ഒരു ജനറേഷൻ എന്ന് പറഞ്ഞ കേട്ടോ, മെൻഡൽ പറഞ്ഞ മൂന്നാമത്തെ പോയിന്റ് ആണ് വെൻ two factors comes together. ഇത് ഒരുമിച്ച് വരികയാണെങ്കിൽ, രണ്ട് ഫാക്ടേഴ്സ് ഒരുമിച്ച് വരികയാണെങ്കിൽ എന്താ പറ്റുക? one factor will dominate, ആലോചിച്ച് നോക്കുക മക്കളെ, dominate the other എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? രണ്ടെണ്ണം ഒരുപോലെ വരികയാണെങ്കിൽ ഒരു ഫാക്ടർ മാത്രം അവിടെ നിൽക്കും, മറ്റേ ഫാക്ടറിൻ്റെ മേളിൽ മറ്റേ ഒരു ഫാക്ടർ ഡോമിനേറ്റ് ചെയ്യും. സോ ടോളും ഡോർഫും കൂടി ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ ഡോർഫിൻ്റെ മേളിലേക്ക് ടോൾ ഡോമിനേറ്റ് ചെയ്ത് നിൽക്കും. ആർ യു അണ്ടർസ്റ്റാൻഡിങ്? ഈസ് ദാറ്റ് ക്ലിയർ? ആലോചിച്ച് നോക്കി. സോ ടോളും ഡോർഫും കൂടി ഒരുമിച്ച് വരികയാണെങ്കിൽ എന്താ സംഭവിക്കുക? ടോൾ ഡോർഫിൻ്റെ മേളിൽ ഡോമിനേറ്റ് ചെയ്ത് വെക്കും എന്നുള്ള കാര്യം. സോ ഈ മൂന്ന് കാര്യങ്ങളാണ് മെൻഡൽ ഈ കാര്യത്തിൻ്റെ ഉള്ളിൽ നിന്ന് കണ്ടുപിടിച്ചത്. സോ ഇത് വെച്ചിട്ട് ചില വാക്കുകൾ നമുക്കിവിടെ പഠിക്കാനുണ്ട്. വളരെ പ്രധാനപ്പെട്ട ചില വാക്കുകളാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഒന്നാമത്തെ കാര്യം പറയാം, ഫസ്റ്റത്തെ വേർഡ് ഈസ് ഫാക്ടർ. ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ എന്താ മക്കളെ? ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ക്യാരക്ടേഴ്സിനെ കൺട്രോൾ ചെയ്യുന്ന യൂണിറ്റിനെയാണ് ഫാക്ടർ എന്ന് വിളിക്കുക. നോക്കിക്കോട്ടോ, ഞാൻ എഴുതുന്ന വാക്കുകൾ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഇവിടെ. സോ എന്താ പറയുക? യൂണിറ്റ്സ് കൺട്രോളിങ് ഭയങ്കര ഇമ്പോർട്ടൻ്റ്. കാണാൻ പഠിക്കാനല്ല, നിങ്ങൾ മനസ്സിലാക്കിയിട്ട് മാത്രം എഴുതുക. ഞാൻ ഇംഗ്ലീഷിൽ എഴുതുന്നത് എനിക്ക് ഇംഗ്ലീഷിൽ മനസ്സിലായതുകൊണ്ടാണ്. നിങ്ങൾക്ക് മലയാളത്തിലാണ് മനസ്സിലായതെങ്കിൽ നിങ്ങൾക്ക് മലയാളത്തിൽ എഴുതിയെടുക്കാം. യൂണിറ്റ്സ് കൺട്രോളിങ് ക്യാരക്ടേഴ്സ്, ഡിഫറെൻറ്റ് ക്യാരക്ടേഴ്സിനെ കൺട്രോൾ ചെയ്യുന്ന യൂണിറ്റുകളെ വിളിക്കുന്ന പേരാണ് ഫാക്ടറുകൾ എന്ന് വിളിച്ചു. ആൻഡ് ഇതാര് വിളിച്ചതാണ്? മെൻഡൽ വിളിച്ച പേരാണ്. മനസ്സിലാക്കണം. ആൻഡ് ഇതിനെ നമ്മൾ ഇന്നത്തെ കാലത്ത് വിളിക്കുന്ന പേരാണ് ജീൻസ് എന്ന് വിളിക്കും. ലേറ്റർ ഓൺ, കുറേ വർഷങ്ങൾക്ക് ശേഷം, ഞാൻ പറഞ്ഞു മെൻഡലിൻ്റെ സ്റ്റഡി പുറത്തു വന്നത് 1865 അതിനുശേഷം ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം, ഏകദേശം ഒരു 35-40 വർഷത്തിന് ശേഷമാണ് ജീൻ എന്നൊരു പേര് കണ്ടുപിടിച്ചത്. ആൻഡ് ഇപ്പോൾ നമ്മൾ ആ ഫാക്ടറിനെ വിളിക്കുന്നത് ജീനുകൾ എന്നാണ്. ഇപ്പോൾ വിളിക്കുന്നത് എന്താണ്? ജീൻസ് എന്നാണ് വിളിക്കുന്നത്. ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. മനസ്സിലാവുന്നുണ്ടോ? ആൻഡ് അവർ പറഞ്ഞു ഈ ഫാക്ടേഴ്സിൻ്റെ ഇൻഡിവിജ്വൽ യൂണിറ്റ്സ് ഉണ്ട്. ഹി വാസ് ടെല്ലിംഗ് ലൈക്ക് ഇൻഡിവിജ്വൽ ഫാക്ടേഴ്സ്. ആരാ പറഞ്ഞത്? മെൻഡൽ പറഞ്ഞത് എന്താ? ഇൻഡിവിജ്വൽ ഫാക്ടേഴ്സ് ഉണ്ടെന്നാണ് പറഞ്ഞത്. സോ ഈ ഇൻഡിവിജ്വൽ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വളരെ സിമ്പിളായിട്ട് പറയാം, ഇതിൻ്റെ ഒരു കോപ്പിയാണ്, ഒരു സിംഗിൾ കോപ്പിയാണ്. അതിനെ നമ്മൾ ഇന്ന് വിളിക്കുന്ന പേരാണ് അല്ലീൽ എന്ന് വിളിക്കും. വി വിൽ കോൾ ഇറ്റ് ആസ് വാട്ട്? അല്ലീൽ എന്നാണ് നമ്മളിപ്പോൾ വിളിക്കുക. അതായത് ജീനിൻ്റെ ഒരു ഇൻഡിവിജ്വൽ കോപ്പീനെ വിളിക്കുന്ന പേരാണിത് അല്ലീൽ എന്ന് വിളിക്കുക. ഇതും ആര് പ്രഡിക്റ്റ് ചെയ്തിട്ടുണ്ട്? മെൻഡൽ പ്രഡിക്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അല്ലീൽ എന്നൊരു ടേം ആര് പറഞ്ഞിട്ടില്ല? മെൻഡൽ പറഞ്ഞിട്ടില്ല. ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഇവിടെ നോക്കാം, മെൻഡൽ പറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞുതരാം. സോ ഇതാണ് സംഭവിക്കുക. ഇനി നമുക്ക് അറിയുന്ന കാര്യങ്ങൾ വെച്ചിട്ട് പറയാം. നമുക്കറിയാം, നമ്മളിപ്പോൾ ടോൾ പ്ലാന്റ് ഉണ്ട്, നമുക്ക് എന്തുണ്ട്? ഡ്വാർഫ് പ്ലാന്റ് ഉണ്ട് എന്നുള്ള കാര്യം അറിയാം അല്ലേ? ഡ്വാർഫ് പ്ലാന്റ് ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഇതിനകത്ത് ഒരെണ്ണം മാത്രമാണ് F1 ജനറേഷനിൽ കാണുക അല്ലേ? ഇതൊരു പാരൻ്റാണ്, ഇതൊരു പാരൻ്റൽ പ്ലാന്റ് ആണ്. സോ വെൻ വി ആർ കമ്മിങ് ടു ദ F1 ജനറേഷൻ, ഫസ്റ്റ് ജനറേഷനിൽ വരുമ്പം ഓൾ പ്ലാന്റ്സ് വിൽ ബി ടോൾ, എല്ലാം ടോൾ ആയിരിക്കും. ദർ വിൽ നോട്ട് ബി ഡ്വാർഫ്. സോ അതുകൊണ്ട് F1 ജനറേഷനിൽ ഏത് പ്ലാന്റിനെയാണോ കാണുക, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കീ ആയിട്ടുള്ള കൺസെപ്റ്റാണ്. നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് കേൾക്കണം, വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. F1 ജനറേഷനിൽ ഏത് പ്ലാന്റിനെയാണോ കാണുക ആ പ്ലാന്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡോമിനൻ്റ് പ്ലാന്റ്. F1 കാണുന്ന ആ ക്യാരക്ടറിനെ നമ്മൾ വിളിക്കുന്ന ക്യാരക്ടറാണ് ഡോമിനൻ്റ് ക്യാരക്ടർ എന്ന് വിളിക്കും. മെൻഡൽ വിളിച്ച കാര്യം ഡോമിനൻ്റ് ഫാക്ടർ എന്നാണ് മെൻഡൽ വിളിച്ചത്. ആൻഡ് നമ്മളിപ്പോൾ വിളിക്കുന്നത് ഫാക്ടർ എന്നല്ല, ഞാൻ പറഞ്ഞു നമ്മൾ അതിനെ മാറ്റി ഡോമിനൻ്റ് അല്ലീൽ എന്നാണ് വിളിക്കുക. വി വിൽ ബി കോളിംഗ് ഇറ്റ് ആസ് വാട്ട്? ഡോമിനൻ്റ് അല്ലീൽ എന്ന് വിളിക്കുക. സോ വാട്ട് ഈസ് എ ഡോമിനൻ്റ് അല്ലീൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും, എന്താ പറയാൻ പറ്റുന്നത്? ആ F1 ജനറേഷനിൽ കാണുന്നത് ഏതാണോ അതിനെയാണ് നമ്മൾ ഡോമിനൻ്റ് അല്ലീൽ എന്ന് വിളിക്കുക. സോ F1 ജനറേഷനിൽ കാണാത്തതിനെ നമ്മൾ എന്താ വിളിക്കുക? കാണാത്തതിനെ നമ്മൾ വിളിക്കും റെസസീവ് അല്ലീൽ എന്ന് വിളിക്കും. റെസസീവ് അല്ലീൽ എന്നാ വിളിക്കുക. സോ ഈ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും, ഇവിടെ ഡോമിനൻ്റ് അല്ലീൽ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എഴുതിയ ഈ ഒരു എക്സ്പെരിമെൻറ്റിൽ ഡോമിനൻ്റ് അല്ലീൽ ഈസ് ടോൾ ബിക്കോസ് ദ F1 ജനറേഷനിൽ ടോൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ഡോമിനൻ്റ് അല്ലീൽ ടോൾ ആയിട്ട് വരുന്നത്. ഇവിടെയുള്ള റെസസീവ് അല്ലീൽ എന്താ? ഇവിടെ കാണാത്ത സാധനം
വാട്ട് ഈസ് ഡ്വാർഫ് എന്നാണ് വരിക. സോ അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ക്വസ്റ്റ്യൻ ആണ്, എൻ്റെ ക്വസ്റ്റ്യൻ ആണ്, സോ ഈ ജീനിന് എങ്ങനെയാണ്, അല്ലെങ്കിൽ ഈ ഫാക്ടറിന്, മെൻ്റലിലെ ഭാഷയിൽ ഫാക്ടറാണ്, ഞാനിനി അധികം ഫാക്ടർ എന്ന് ഉപയോഗിക്കുന്നില്ല, ഞാനിനി അങ്ങോട്ട് പറയുമ്പോൾ ജീൻ എന്ന് പറയും, പക്ഷേ മെൻ്റൽ അതിനെ പറ്റി പറഞ്ഞത് ഫാക്ടർ എന്നാണ്. ഓക്കെ ആണോ, ക്ലിയർ ആണല്ലോ അല്ലേ? ഈ ഫാക്ടറിന് എങ്ങനെയാണ് പേര് കൊടുക്കുക, ആരുടെ പേര് കൊടുക്കും, നെയിം, ആരുടെ പേരാണ് ഇവർക്ക് കൊടുക്കുക? സോ ഡെഫിനറ്റ്ലി നിങ്ങൾ അറിഞ്ഞിരിക്കുക, ഇതിന് പേര് കൊടുക്കുന്നത് ഇൻ ദ ടേംസ് ഓഫ് ആരുടെ പേരിലാണ്, ഡോമിനൻ്റ് അല്ലീലിൻ്റെ ടേമിലാണ് പേര് കൊടുക്കുക. ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഡോമിനൻ്റ് അല്ലീൽ, നിങ്ങൾ ഇത് ഓർത്തിരിക്കണം. കാരണം ഇനി അങ്ങോട്ടുള്ള ക്രോസുകൾ കാര്യങ്ങളൊക്കെ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് വളരെ ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണ്. ഡോമിനൻ്റ് അല്ലീലിൻ്റെ പേരിലാണ് എന്ത് ചെയ്യുക, പേര് കൊടുക്കുക. സോ ഡോമിനൻ്റ് അല്ലീൽ ടോൾ ആണ്. സോ ഈ ജീനിൻ്റെ പേര് വി വിൽ ബി കോളിംഗ് ഇറ്റ് ആസ് ടി ജീൻ എന്ന് വിളിക്കും. വി വിൽ ബി കോളിംഗ് ഇറ്റ് ആസ് വാട്ട്, ടി ജീൻ, ബിക്കോസ് ദാറ്റ് ഈസ് കോൾഡ് ക്യാപിറ്റൽ ടി വരാൻ കാരണം ടോൾ ഡോമിനൻ്റ് ആയതുകൊണ്ടാണ്. മനസ്സിലാവുന്നുണ്ടോ? സ്റ്റെം ഹൈറ്റ് ആണ് ക്യാരക്ടർ. നമുക്കറിയാം ക്യാരക്ടർ ഏതാണ്, ക്യാരക്ടർ ഈ സ്റ്റെം ഹൈറ്റ്. നമ്മൾ എച്ചോ എസ്സോ ഒന്നും അല്ല കൊടുക്കുക, ഇതിന് കൊടുക്കുന്ന സാധനം, ഇത് ഈ ജീനിന് പേര് കൊടുക്കുന്നത് എന്ത് പേരാ കൊടുക്കുക, വി വിൽ ബി ഗിവിംഗ് ദ ടേം വാട്ട് ഈസ് ദാറ്റ്, ടി. നമ്മൾ കൊടുക്കുന്നത് ടി ജീൻ എന്നാണ്. ഇൻ ദ നെയിം ഓഫ് വാട്ട്, ടോൾ, ഡോമിനൻ്റ് ആയിട്ടുള്ള അല്ലീലിൻ്റെ പേരിലാണ് കൊടുക്കുക. ക്ലിയർ ആണോ, റെഡി ആണോ, മനസ്സിലാവുന്നുണ്ടോ? ആർ യു അണ്ടർസ്റ്റാൻഡിങ്, ഈസ് ദാറ്റ് ക്ലിയർ, മനസ്സിലാവുന്നുണ്ടോ? സോ ഇതിന്, ഈ ജീനിന് ഞാനിപ്പോൾ പറയുകയാണ്, അല്ലെങ്കിൽ ഈ ഫാക്ടറിന്, മെൻ്റൽ പറഞ്ഞത് ഈ ഫാക്ടറാണ്, ഈ ഫാക്ടറിന് ദർ ആർ 2 ഡിഫറെൻറ്റ് ഫോംസ്, 2 ഫോംസ് ഉണ്ട്. ഒരു ഫോം ഏതാണ്, ക്യാപിറ്റൽ ടി എന്നാണ് വിളിക്കുക, രണ്ടാമത്തെ ഫോമിനെ വിളിക്കുന്നത് സ്മോൾ ടി എന്നാണ്. സോ വാട്ട് ഈസ് ഇൻഡിക്കേറ്റിംഗ് ദ ക്യാപിറ്റൽ ടി, ക്യാപിറ്റൽ ടി ഈസ് ഇൻഡിക്കേറ്റിംഗ് ദ ഡോമിനൻ്റ് ക്യാരക്ടർ, ഡോമിനൻ്റ് ക്യാരക്ടറിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുക. സോ ദാറ്റ് ഈസ് നോൺ ആസ് വാട്ട്, ടോൾ ആണ് ഡോമിനൻ്റ് ക്യാരക്ടർ. ആൻഡ് സ്മോൾ ടി എന്തിനായിരിക്കും ഇൻഡിക്കേറ്റ് ചെയ്യുക, ദാറ്റ് ഈസ് ഇൻഡിക്കേറ്റിംഗ് റെസസീവ് ക്യാരക്ടർ. നമുക്ക് റെസസീവ് ക്യാരക്ടറിനെ ആയിരിക്കും ഇൻഡിക്കേറ്റ് ചെയ്യുക, ദാറ്റ് ഈസ് ഡ്വാർഫ് ആയിരിക്കും. സോ ഇനി മുതൽ നമ്മൾ ഈ ക്രോസിൽ ഇൻഡിക്കേറ്റ് ചെയ്യുമ്പോൾ ക്യാപിറ്റൽ ടി എന്ന് എഴുതി കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഇൻഡിക്കേറ്റിംഗ് ടോൾ, ആൻഡ് സ്മോൾ ടി എന്ന് ഇൻഡിക്കേറ്റ് എഴുതി കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഇൻഡിക്കേറ്റിംഗ് ഡ്വാർഫ് ആയിരിക്കും. മനസ്സിലാവുന്നുണ്ടോ, ക്ലിയർ ആണോ? അങ്ങനെയാണെങ്കിൽ ഐ വിൽ ബി ഗിവിംഗ് യു ആൻ ആക്ടിവിറ്റി. ഇവിടെ നോക്കിക്കോ, ഒരു ആക്ടിവിറ്റി, നമ്മളൊരു ആക്ടിവിറ്റി ഓറിയൻറ്റഡ് ആയിട്ട് തന്നെ ചെയ്തു നോക്കാം. സോ ഐ ആം കൺസിഡറിങ് ദ ക്യാരക്ടർ ഫ്ലവർ കളർ, ഐ ആം കൺസിഡറിങ് ദ ക്യാരക്ടർ ഫ്ലവർ കളർ ആണ്. സോ ഫ്ലവർ കളറുള്ള രണ്ട് ഫ്ലവേഴ്സ് ഏതൊക്കെയായിരുന്നു മക്കളെ നമ്മുടെ ഫ്ലവർ കളർ? എനിക്കറിയാം, ഒരു ഫ്ലവറിൻ്റെ കളർ വൈറ്റ് ആയിരുന്നു, മറ്റു ഫ്ലവറിൻ്റെ കളർ എന്തായിരുന്നു, വയലറ്റ് ആയിരുന്നു. വയലറ്റ് ആയിരുന്നു. ആൻഡ് ഇതിനകത്ത് ഞാനിപ്പോൾ എഴുതിയേക്കുന്നതിൽ തന്നെ ചെറിയ നിങ്ങളെ കൺഫ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വ്യത്യാസത്തിലാണ് ഞാൻ എഴുതിയിട്ടുള്ളത്, നിങ്ങൾ കണ്ടുപിടിച്ചോ. വയലറ്റും വൈറ്റും ആയിരുന്നു. സോ ഇവർ രണ്ടുപേരെ നമ്മൾ വിളിക്കുന്നത് എന്ത് പ്ലാന്റ്സ് എന്നാണ് വിളിക്കുക, പാരൻ്റൽ പ്ലാന്റ്സ്, പി പ്ലാന്റ്സ് എന്നാണ്. ആൻഡ് ഇവർ രണ്ടുപേരെയും കൂടി ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ ഐ വിൽ ബി ഗെറ്റിംഗ് ഒരേ ഒരു കളറേ കിട്ടുള്ളൂ. വിച്ച് കളർ ഐ വിൽ ബി ഗെറ്റിംഗ്, വൈറ്റ് ആണോ കിട്ടുമോ, വയലറ്റ് ആണോ കിട്ടുമോ? ആര് പറഞ്ഞു തരും, വൈറ്റ് ആണോ കിട്ടുമോ, വയലറ്റ് ആണോ കിട്ടുമോ? ഞാൻ പറഞ്ഞു, നമ്മൾ പഠിക്കുമ്പോൾ എന്താ, VW എന്നാണ് പഠിക്കുക, വി ഈസ് ദ ഡോമിനൻറ്റ് കളർ. സോ ഇവിടെ ഫസ്റ്റ് ജനറേഷനിൽ, നമ്മുടെ F1 ജനറേഷനിൽ നമുക്ക് കിട്ടുന്ന എല്ലാവരും വയലറ്റ് ആയിരിക്കും. എവ്രിബഡി വിൽ ബി വാട്ട്, വയലറ്റ് ആയിരിക്കും. സോ ആൻഡ് F2 ജനറേഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ വാട്ട് വിൽ ബി ഗെറ്റിംഗ്, നിങ്ങൾ ആലോചിച്ച് നോക്കിയിട്ട് പറഞ്ഞാൽ മതി. F2 ജനറേഷനിൽ നിങ്ങൾ എന്തായിരിക്കും കിട്ടുക, നമുക്ക് വയലറ്റ് കിട്ടും, അതുപോലെ തന്നെ ആരെ കിട്ടും, വൈറ്റും കിട്ടും. ഇൻ ദ റേഷ്യോ ഓഫ് ഏത് റേഷ്യോയിലാണ് കിട്ടുക, ഈസ് ഈക്വൽ ടു 3:1 എന്നുള്ള റേഷ്യോയിലായിരിക്കും കിട്ടുക. സോ ദാറ്റ് ഈസ് ദാറ്റ് F2. നമുക്ക് ഭയങ്കര എളുപ്പത്തിൽ നമുക്ക് കിട്ടുന്ന സാധനമാണ്. VW എന്നാണ് പഠിച്ചത്, അതുകൊണ്ടാണ് പറയാം. സോ ഇവിടുത്തെ എൻ്റെ ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഈസ് ദ നെയിം ഓഫ് ജീൻ, ജീനിൻ്റെ നെയിം എന്താണ്, വാട്ട് ഈസ് ദ നെയിം ഓഫ് ജീൻ, ജീനിൻ്റെ പേരെന്താണ്? ഭയങ്കര ബേസിക്സ് ആണ്. നെയിം ഓഫ് ജീൻ, ഏതാണ് ജീനിൻ്റെ പേര്? ആൻഡ് വാട്ട് ആർ ദ 2 ഡിഫറെൻറ്റ് അല്ലീൽസ്, ഇതിൻ്റെ അല്ലീൽസ് ഏതൊക്കെയാണ്? ആൻഡ് അല്ലീൽസ് ആരെയൊക്കെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നുണ്ടാവും, അതാണ് ക്വസ്റ്റ്യൻ. സോ W വെച്ചിട്ടാണോ V വെച്ചിട്ടാണോ ഈ ജീനിന് പേരിടുക? ഡെഫിനറ്റ്ലി നമുക്കറിയാം, ദിസ് ജീൻ ഈസ് നോൺ ആസ് ഇൻ ദ നെയിം ഓഫ് വയലറ്റ്. സോ ഇറ്റ് ഈസ് നോൺ ആസ് വാട്ട്, V ജീൻ എന്നാണ് ഇതിന് വിളിക്കുന്ന പേര്. ക്ലിയർ ആണല്ലോ അല്ലേ, റെഡി ആണല്ലോ, മനസ്സിലാവുന്നുണ്ടല്ലോ, V ജീൻ എന്നാണ് വിളിക്കുക. ആൻഡ് ഇതിൻ്റെ ഉള്ളിൽ NCERT എക്സെപ്ഷൻ ഉണ്ട്. NCERT ഈ ക്രോസ് കാണിക്കുന്നത് WG എന്ന് കൊടുത്തിട്ടുണ്ട്. സോ അങ്ങനെയല്ല, ഇത് ജനറൽ കാര്യമാണ് നമ്മൾ പറഞ്ഞു തരുന്നത്. സോ VG എന്നാണ് പറയുക. അല്ലീൽസ് ക്യാപിറ്റൽ V ഉണ്ടാവും, സ്മോൾ v ഉണ്ടാവും. ക്യാപിറ്റൽ V വിൽ ബി ഇൻഡിക്കേറ്റിംഗ് ദ വയലറ്റ് കളർ ആൻഡ് സ്മോൾ v വിൽ ബി ഇൻഡിക്കേറ്റിംഗ് ദ വൈറ്റ് കളർ. മനസ്സിലാവുന്നുണ്ടോ മക്കളെ, റെഡി ആണോ എന്ന് ആലോചിച്ച് നോക്കി. സോ ദിസ് ഈസ് വാട്ട് ഈസ് ഒക്കറിംഗ്, VG, ഇങ്ങനെയാണ് പേരിടുക. സോ ഇനി ഞാൻ നോക്ക്, നമ്മൾ അടുത്തൊരു സാധനം ഞാൻ എടുത്തുതരാം നിങ്ങൾക്ക്, വേറൊരു എക്സാമ്പിൾ എടുത്തുതരാം നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ഞാൻ എടുക്കാൻ പോകുന്ന ക്യാരക്ടർ ഈ സീഡ് ഷേപ്പാണ് ഞാൻ നിങ്ങൾക്ക് കളർ എടുക്കാൻ പോകുന്നത്, ക്യാരക്ടർ എടുക്കാൻ പോണത്. നമുക്കറിയാം 2 ടൈപ്പ് ഉണ്ട്, റൗണ്ട് ഉണ്ട് ആൻഡ് റിങ്കിൾഡ് ഉണ്ട്. ഈ റൗണ്ട് റിങ്കിൾഡ് ആണ് പേരൻസ് വരിക. ആൻഡ് അങ്ങനെയാണെങ്കിൽ ഈ ജീനിൻ്റെ പേരെന്തായിരിക്കും, വാട്ട് ഈസ് ദ നെയിം ഓഫ് ദ ജീൻ, വാട്ട് ആർ ദ അല്ലീൽസ് ആൻഡ് വാട്ട് ഈസ് ഇറ്റ് ഈസ് ഇൻഡിക്കേറ്റിംഗ്. ഒന്ന് ആലോചിച്ച് നോക്കിയിട്ട് പറഞ്ഞേ. നമുക്കറിയാം ജീനിൻ്റെ പേര് പറയുമ്പോൾ 2 ലെറ്റേഴ്സ് നമുക്ക് യൂസ് ചെയ്യാം. എയ്തർ വി ക്യാൻ യൂസ് ദ ലെറ്റർ R ഓർ W. R യൂസ് ചെയ്യോ W യൂസ് ചെയ്യോ? ഡെഫിനറ്റ്ലി R മാത്രമേ യൂസ് ചെയ്യുള്ളൂ. നമുക്കറിയാം, കാരണം ഇത് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ F1 ജനറേഷനിൽ നമുക്ക് കിട്ടുന്നത് റൗണ്ട് മാത്രമായിരിക്കും. അതുകൊണ്ട് ലെറ്റർ ജീനിൻ്റെ
പേര് ദാറ്റ് ഈസ് നോൺ ആസ് ആർ ജീൻ എന്നായിരിക്കും ഇതിന് വിളിക്കുന്ന പേര്. മനസ്സിലാവുന്നുണ്ടോ? ദിസ് ഈസ് നോൺ ആസ് വാട്ട് ആർ ജീൻ എന്നായിരിക്കും. ഇതിന് രണ്ട് ഫോംസ് ഉണ്ടാവും, ക്യാപിറ്റൽ ആറും പറഞ്ഞ മക്കളെ സ്മോൾ ആറും. ക്യാപിറ്റൽ ആർ വിൽ ഇൻഡിക്കേറ്റ് ദ റൗണ്ട് സീഡ് ആൻഡ് ദിസ് വിൽ ബി ഇൻഡിക്കേറ്റിംഗ് ദ wrinkled screen. Small will be indicating the wrinkled. മനസ്സിലാവുന്നുണ്ടോ? Is that clear? Any confusions you can ask. Any confusions you can ask. There is no problem. You can directly ask. So ഇത് ഇതിന്റെ ബേസിക്സ് ആണ് കേട്ടോ. ഇത് ഇതിന്റെ ബേസിക്സ് ആണ്. സോ നമ്മൾ ഇവിടെ പഠിച്ച കാര്യം എന്താണ്? We have studied about two different words. That is, one is called factors or genes പഠിച്ചു, and individual factorsനെ നമ്മൾ allele എന്ന് വിളിക്കുന്നു പറഞ്ഞു. ഇല്ലേ? പഠിച്ചോ ഇല്ലയോ? allele എന്ന് വിളിക്കുന്ന കാര്യം പറഞ്ഞു. ആൻഡ് നമ്മളിവിടെ പഠിച്ചൊരു വാക്കുണ്ട്, ദാറ്റ് ഈസ് കോൾഡ് ഡോമിനന്റ് ക്യാരക്ടർ. ഡോമിനന്റ് എന്ന് പറഞ്ഞൊരു വാക്ക് പഠിച്ചോ ഇല്ലയോ? ഡോമിനന്റ് എന്ന് പറഞ്ഞൊരു വാക്ക് പഠിച്ചു. സോ ഇതെന്താണ് ഡോമിനന്റ് എന്ന് പറഞ്ഞാൽ? F1 ജനറേഷനിൽ ഉള്ള ആൾ, F1 ജനറേഷനിൽ പ്രസന്റ് ആയിട്ടുള്ള ആളെയാണ് ഡോമിനന്റ് എന്ന് വിളിക്കുക. റെസസീവ് എന്ന് പറഞ്ഞ ആളെ പഠിച്ചോ? റെസസീവ് പഠിച്ചോ? റെസസീവ് എന്ന് പറഞ്ഞാൽ ആരാണ്? റെസസീവ് എന്ന് പറഞ്ഞാൽ F1 ജനറേഷനിൽ ഇല്ലാത്ത ആൾ, F1 ജനറേഷനിൽ ഇല്ലാത്ത ആളാണ് റെസസീവ് ആയിട്ട് വരിക. സോ ഇതാണ് സാധനം. ഭയങ്കര സിമ്പിളായിട്ട് മനസ്സിലാക്കിയെടുക്കുക, വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കിയെടുക്കുക. ദിസ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ആനി അങ്ങനെയാണെങ്കിൽ മെൻ്റൽ പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു? മെൻ്റൽ പറഞ്ഞ കാര്യങ്ങൾ 3 തന്നെയാണ്. കൺട്രോൾഡ് ബൈ ഫാക്ടേഴ്സ്. ഇതിൻ്റെ ക്യാരക്ടേഴ്സിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഫാക്ടേഴ്സ് ഉണ്ട്. ദേ ഒക്കേഴ്സ് ഇൻ പെയർസ്. അതായത് ടോൾ പ്ലാന്റ് ആണെങ്കിൽ, ഇഫ് ഇറ്റ് ഈസ് എ ടോൾ പ്ലാന്റ് ആണെങ്കിൽ ദിസ് വിൽ ബി ഒക്കറിങ് ഇൻ ക്യാപിറ്റൽ ടി ഇങ്ങനെയായിരിക്കും ഉണ്ടാവുക. ഡ്വാർഫ് പ്ലാന്റ് ആണെങ്കിൽ ദാറ്റ് വിൽ ബി ഒക്കറിങ് എ സ്മോൾ ടി. അതായത് 2 പേരുണ്ടാവും. ഇറ്റ് വിൽ ബി ഒക്കറിങ് ആസ് പെയർസ് എന്നാണ് പറഞ്ഞത്. ഇത് എങ്ങനെ ഉണ്ടാവുക? പെയർ ചെയ്തിട്ടാണ് ഉണ്ടാവുക. സോ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ദിസ് ഈസ് ഒക്കറിങ് ഇൻ പെയർസ്. ദാറ്റ് ഈസ് എ വൺ തിങ് ദാറ്റ് മെൻ്റൽ ഈസ് ടെല്ലിങ്. ഓക്കെ, റെഡിയാണോ? ആൻഡ് അവർ പറയുമ്പം ഇങ്ങനെ പറയുന്ന സമയത്ത് ഈ when it is coming to the terms of pairs നമുക്ക് 2 വാക്ക് കൂടി പഠിക്കാനുണ്ട്. when we are considering the term of പെയറിൻ്റെ കാര്യം പറയുമ്പോൾ 2 പെയർ ആയിട്ട് പറയുന്ന സമയത്ത് when we are talking about pair there are 2 terms we have to study. നമുക്കറിയാൻ വേണ്ടി പെയർസ് ക്യാൻ ബി ലൈക്ക് ക്യാപിറ്റൽ ടി ഇങ്ങനത്തെ പെയർ ആവാം, ആൻഡ് സ്മോൾ ടി ഇങ്ങനത്തെ പേരാവും. ഇതിൻ്റെയൊക്കെ പ്രത്യേകത എന്താ നമുക്ക് കാണാൻ പറ്റൂലേ? ഈ 2 ഫാക്ടേഴ്സ് ആർ സിമിലർ. ക്യാപിറ്റൽ ടിയും ആണ്, അത് രണ്ടും സിമിലർ ആണ്. ആൻഡ് ഇവിടെ നോക്കുക, ഇവിടെ എന്താ ഉണ്ടാവുക നോക്കി മക്കളെ, ഈ ഇവിടെ സ്മോൾ ടീമാണ്. ഇത് രണ്ടും സിമിലർ ആണ്. സോ സിമിലർ ആയിട്ടുള്ള സാധനത്തിന് നമ്മൾ വിളിക്കുന്ന ഒരു പേരുണ്ട്, ദാറ്റ് ഈസ് നോൺ ആസ് വാട്ട്? ഹോമോ. എല്ലായിടത്തും കെമിസ്ട്രിയിലും ബയോളജിയിലും എവിടെ പോയി നോക്കിയാലും നമ്മൾ ഹോമോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ മക്കളെ? സിമിലർ എന്നാണ് അർത്ഥം. സോ ഹോമോസൈഗസ്, that is the word that is known as what? Homozygous pair. So homozygous pair എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ that indicates 2 ഫാക്ടേഴ്സും സിമിലർ ആയിരിക്കും. 2 ഫാക്ടേഴ്സും എന്തായിരിക്കും? സിമിലർ ആയിരിക്കും. ഇനി ഒരു കൈൻഡ് ഓഫ് പെയർ കൂടിയുണ്ട്, that is capital T and small t. What is occurring? നമുക്കറിയാം capital T ഒരു തരത്തിലുള്ളതാണ് and small t വേറൊരു തരത്തിലുള്ളതാണ്. സോ ഇങ്ങനെ ആയതുകൊണ്ട് so we will be calling these are different എന്നുള്ള ഒരു വാക്കുണ്ട്, that is known as hetero എന്നാണ് ആ വാക്ക്. and that is known as what? Heterozygous. that is known as what? ഹെറ്ററോസൈഗസ്. ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ദിസ് ഈസ് നോൺ ആസ് ഹെറ്ററോസൈഗസ് പെയർ. സോ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേർഡ്സാണ് നമ്മൾ പഠിക്കുന്നത്. വാട്ട് ഈസ് ഹോമോസൈഗസ് ആൻഡ് വാട്ട് ഈസ് ഹെറ്ററോസൈഗസ്? ഹോമോ എന്ന് പറഞ്ഞാൽ സെയിം എന്നാണ്, 2 കാര്യങ്ങൾ ഒരുപോലെ വരണം. ക്യാപിറ്റൽ ടി ഹോമോസൈഗസ് ആണ്, അതുപോലെ സ്മോൾ ടീം ഹോമോസൈഗസ് ആണ്. ക്ലിയർ ആണോ? ഇനി അപ്പുറത്തേക്ക് നോക്കുമ്പോൾ ക്യാപിറ്റൽ ടിയും സ്മോൾ ടീം കൂടി ഒരുമിച്ചിട്ടാണ് വരുന്നതെങ്കിൽ അതിനെ വിളിക്കുന്ന പേരെന്താണ്? ഹെറ്ററോസൈഗസ് പെയർ എന്നാണ്. ദാറ്റ് ഈസ് ഡിഫറെൻറ്റ്. ക്ലിയർ? എനി കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ ചോദിക്കണേ. വി ആർ ഗോയിങ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ്, ഓരോരോ പുതിയ വാക്കുകൾ പഠിച്ചാണ് പോകുന്നത്. സോ ഇതിനകത്ത് എവിടെയെങ്കിലും നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ മേ ബി അടുത്ത സ്റ്റെപ്പിൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരാൻ സാധ്യതയുണ്ട്. സോ അതുകൊണ്ട് അത് ഇപ്പം തന്നെ പറയണം. സോ ഹോമോസൈഗസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 എണ്ണം ഒരുപോലെയാണെങ്കിൽ ഹോമോ ഈസ് സെയിം. വേർഡ് മീനിങ് ഓഫ് ഹോമോ ഈസ് വാട്ട്? സെയിം. നോക്ക് മക്കളെ, ഹോമോ എന്ന് പറഞ്ഞാൽ സെയിം ആണ്, ഹെറ്ററോ എന്ന് പറഞ്ഞാൽ ഡിഫറെൻ്റ് ആണ്. ഭയങ്കര ബേസിക് ആയിട്ടുള്ള ബയോളജി ആണ് കേട്ടോ, അല്ലെങ്കിൽ ഭയങ്കര ബേസിക് സാധനമാണ്. സോ അടിപൊളിയാണ്. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒരു തംസ് അപ്പ് ഇടണേ. നമ്മുടെ ലൈവിന് ലൈക്ക് കുറവാണല്ലോ, ഒരുപാട് ലൈക്കൊക്കെ ഇടുക, എല്ലാവരും വിളിച്ച് ലൈക്കൊക്കെ ഇടിപ്പിക്കുക, ഷെയർ ഇടുക. നിങ്ങളിതൊരു ഷെയർ ഒന്നും ഇട്ടിട്ടില്ല, സോ ഡെഫിനറ്റ്ലി ഷെയർ ഇടുക. സോ ദിസ് ഈസ് നോൺ ആസ് വാട്ട്? ഹോമോസൈഗസ് ആൻഡ് ഹെറ്ററോസൈഗസ്. ക്ലിയർ ആണോ? റെഡി ആണോ? ഇനി നോക്കാം, ഇനി അങ്ങോട്ടേക്ക്, ഇനി വി ആർ ഗോയിങ് ഫോർവേഡ് കേട്ടോ. സോ വാട്ട് വിൽ യു കോൾ ക്യാപിറ്റൽ ടി ആൻഡ് ക്യാപിറ്റൽ ടി? ഇതിനെന്താ വിളിക്കുക? ദിസ് ഈസ് ഹോമോസൈഗസ് ആണോ ഹെറ്ററോസൈഗസ് ആണോ? ആലോചിച്ച് നോക്കിയാൽ മക്കളെ, ദിസ് ഈസ് വാട്ട്? ഹോമോസൈഗസ് ആണ്. നമുക്ക് എളുപ്പമാണല്ലേ, ഇത് 2 സെയിം ആണ്. സോ വിൽ ബി കോളിംഗ് ദിസ് ഈസ് നോൺ ആസ് ഹോമോസൈഗസ്. വെരി സിമ്പിൾ. ആൻഡ് ദ ക്യാപിറ്റൽ ടി എന്ന് പറയുന്ന ആള്, ദിസ് ഈസ് എ ഡോമിനന്റ് ക്യാരക്ടർ ആണോ റെസസീവ് ക്യാരക്ടർ ആണോ? ദിസ് ഈസ് ക്യാപിറ്റൽ. സോ ഡെഫിനറ്റ്ലി ക്യാപിറ്റൽ ആവുന്ന സമയത്ത് ആലോചിച്ച് നോക്കുക, ക്യാപിറ്റൽ ആവുന്ന സമയത്ത് വി വിൽ ബി കോളിംഗ് ഇറ്റ് ആസ് വാട്ട്? ഹോമോസൈഗസ് ഡോമിനന്റ് പെയർ എന്ന്
വിളിക്കുക? ദിസ് ഈസ് ഹോമോസൈഗസ് ഡോമിനൻറ്റ്. എപ്പോൾ ചോദിച്ചാലും നമ്മൾ പറയും ദാറ്റ് ഈസ് ഹോമോസൈഗസ് ഡോമിനൻറ്റ്. മനസ്സിലാവുന്നുണ്ടോ? ദിസ് ഈസ് നോൺ ആസ് വാട്ട്? ഹോമോസൈഗസ് ഡോമിനൻറ്റ്. അങ്ങനെയാണെങ്കിൽ സ്മോൾ ടീനെ നമ്മൾ എന്ത് വിളിക്കും? ദിസ് ഈസ് ഡെഫിനറ്റ്ലി നമുക്കറിയാം ദിസ് ഈസ് ഹോമോസൈഗസ്. വൈ ഇറ്റ് ഈസ് ഹോമോസൈഗസ്? ബിക്കോസ് ദിസ് സെയിം ആണ്. സ്മോൾ ടി അല്ലേ, ഇത് സെയിം ആണ്, അതുകൊണ്ട് ഹോമോസൈഗസ് ആണ്. ബട്ട് ഈ സ്മോൾ ടി എന്ന് പറയുന്ന ഇയാൾ ദിസ് ആൾ ഈസ് റെസസീവ്, സോ വി വിൽ ബി കോളിംഗ് ദിസ് പേഴ്സൺ ആസ് ഹോമോസൈഗസ് റെസസീവ് എന്ന് വിളിക്കും. ദിസ് ഈസ് നോൺ ആസ് വാട്ട്? ഹോമോസൈഗസ് റെസസീവ് എന്ന് വിളിക്കും. മനസ്സിലാവുന്നുണ്ടോ? ഈസ് ദർ എനി കൺഫ്യൂഷൻസ്? സോ യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഈസ് ഹോമോസൈഗസ് ഡോമിനന്റ് ആൻഡ് ഹോമോസൈഗസ് റെസസീവ്. ആ വാക്ക് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇടാൻ പറ്റണം. അങ്ങനെയാണെങ്കിൽ ദ സ്പെഷ്യൽ കണ്ടീഷൻ, വൺ allele is capital T, അടുത്ത allele is small t, അങ്ങനെയാണെങ്കിൽ ഇവരെ നമ്മൾ എന്ത് വിളിക്കും? വാട്ട് യു വിൽ കോൾ? ഡെഫിനറ്റ്ലി ശരിയാണ്, ഇതൊരാൾ ഇത് അടുത്ത ആൾ, രണ്ട് ഡിഫറെൻ്റ് ആളാണ്. ഡിഫറെൻ്റ് എന്നുള്ള മീനിങ്ങിൽ വി വിൽ ബി കോളിംഗ് ഇറ്റ് ആസ് ഹെറ്ററോ എന്നാണ് വിളിക്കുക. ദാറ്റ് ഈസ് ഡിഫറെൻറ്റ് ആൻഡ് ദാറ്റ് ഈസ് ഹെറ്ററോസൈഗസ്. പക്ഷേ അത് കഴിഞ്ഞിട്ട് ഇയാളെ ഹെറ്ററോസൈഗസ് ഡോമിനൻ്റ് എന്ന് വിളിക്കുമോ ഹെറ്ററോസൈഗസ് റെസസീവ് എന്ന് വിളിക്കുമോ? അതാണ് എൻ്റെ ക്വസ്റ്റ്യൻ. അങ്ങനെ വിളിക്കാൻ പറ്റുമോ? ഹെട്രോസൈഗസ് ഡോമിനൻ്റ് എന്നോ ഹെട്രോസൈഗസ് റെസസീവ് എന്നോ വിളിക്കാൻ പറ്റുമോ? രണ്ടാളും ഉണ്ട്, ഡോമിനൻ്റും ഉണ്ട് റെസസീവും ഉണ്ട്. സോ ഇവരങ്ങനെ വിളിക്കില്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ദിസ് ഈസ് സിംപ്ലി നോൺ ആസ് ഹെട്രോസൈഗസ്. ഹെട്രോസൈഗസിൻ്റെ ഉള്ളിൽ ഡോമിനൻറ്റും റെസസീവും രണ്ടില്ല. ഇറ്റ് ഈസ് ജസ്റ്റ് ഹെട്രോസൈഗസ്, അത്രേ ഉള്ളൂ. ഇപ്പോൾ ഹോമോസൈഗസിൻ്റെ ഉള്ളിൽ രണ്ട് ടൈപ്പ് ഹോമോസൈഗസ് ഉണ്ട്. എയ്തർ ഹോമോസൈഗസ് ഡോമിനൻ്റ് ആവാം അല്ലെങ്കിൽ ഹോമോസൈഗസ് റെസസീവ് ആവാം. പക്ഷേ ഹെട്രോസൈഗസിൻ്റെ ഉള്ളിൽ ജസ്റ്റ് ഹെട്രോസൈഗസ്, അത്രേ ഉള്ളൂ. അതിനെ ഹെട്രോസൈഗസ് എന്ന് മാത്രമേ വിളിക്കുള്ളൂ, വേറെ ഒരു സാധനം വിളിക്കില്ല. ഹെട്രോ ഡോമിനൻ്റ് എന്നോ വിളിക്കില്ല. സോ ഹെട്രോസൈഗസിനെ ജസ്റ്റ് ഹെട്രോസൈഗസ് എന്ന് മാത്രമേ വിളിക്കുള്ളൂ. കൺഫ്യൂഷൻസ് ഒന്നും പാടില്ലേ. സോ ഹിയർ കംസ് നെക്സ്റ്റ് ആക്ടിവിറ്റി. പടപടാന്ന് പറഞ്ഞോട്ടോ, പടപടാന്ന് പറഞ്ഞോ. സോ ഐ ആം കൺസിഡറിങ് ദ ക്യാരക്ടർ പോഡ് കളർ. ഐ ആം ടേക്കിംഗ് ദ ക്യാരക്ടർ പോഡ് കളർ. നമ്മൾ ഓൾറെഡി പഠിച്ചു വെച്ച സാധനമാണ്. നമ്മൾ NCERT മറിച്ച് വെക്കിട്ട് നിങ്ങൾക്ക് എടുക്കാം കേട്ടോ. സോ ഇതിനകത്ത് വി ഹാവ് ടു നോ ദ നെയിം ഓഫ് ദ ജീനിൻ്റെ പേര് പറയണം. യു ഹാവ് ടു നോ ദ നെയിം ഓഫ് ദ allele പറയണം. യു ഹാവ് ടു സേ ദ വാട്ട് ഈസ് ദ ഹോമോസൈഗസ് ഡോമിനൻ്റ് പറയണം. ഹോമോസൈഗസ് ഡോമിനൻ്റ് എന്താണെന്നുള്ള കാര്യം പറഞ്ഞു തരണം. ആൻഡ് യു ഹാവ് ടു ടെൽ വാട്ട് ഈസ് ഹോമോസൈഗസ് റെസസീവ് എന്താണെന്നുള്ള കാര്യം പറഞ്ഞു തരണം. ആൻഡ് യു ഹാവ് ടു ടെൽ മീ വാട്ട് ഈസ് ഹെറ്ററോസൈഗസ് എന്താണെന്നുള്ള കാര്യം പറയണം. ഹെറ്ററോസൈഗസ് എന്താണെന്നുള്ള കാര്യം പറയണം. allele എന്താന്ന് പറഞ്ഞു തരണം. ആൻഡ് ഓരോ allele ഇൻഡിക്കേഷൻസും പറഞ്ഞു തരണം. എങ്ങനെ പറഞ്ഞു തരും? ആലോചിച്ച് നോക്ക്, പടപടാന്ന് ആലോചിച്ചോ. നമുക്കറിയാം പോഡ് കളർ എന്ന് പറഞ്ഞാൽ രണ്ടാൾക്കാരായിരുന്നു. ഞാൻ ഓൾറെഡി പറഞ്ഞു തന്നിട്ടുണ്ട്, സീഡ് കളറിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. സോ ഇവൻ്റെ ഡോമിനൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രീൻ ആണ് ആൻഡ് റെസസീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യെല്ലോ ആണ്. നമുക്ക് രണ്ട് കാര്യങ്ങൾ അറിയാം. സോ ഗ്രീൻ ഈസ് ദ ഡോമിനൻറ്റ്. സോ ജീൻ ഈസ് നോൺ ആസ് ദ ജീൻ. ഡെഫിനറ്റ്ലി ആലോചിച്ച് നോക്ക്, ജീൻ ആണ്. സോ allele വിൽ ബി ക്യാപിറ്റൽ G ആൻഡ് സ്മോൾ g ആയിരിക്കും allele. ക്യാപിറ്റൽ G ആൻഡ് സ്മോൾ g ആയിരിക്കും allele ഉണ്ടാവുക. ഉറപ്പാണല്ലോ അല്ലേ? സോ വാട്ട് വിൽ ബി ഹോമോസൈഗസ് ഡോമിനൻറ്റ്? ഇറ്റ് വിൽ ബി ലുക്കിംഗ് ലൈക്ക് G ആൻഡ് G. ക്യാപിറ്റൽ G ആണ് ഹോമോസൈഗസ് ഡോമിനൻ്റ് വരിക. റെഡിയാണോ? ഹോമോസൈഗസ് റെസസീവ് വരുന്നത് സ്മോൾ g ആൻഡ് സ്മോൾ g ആയിരിക്കും. ആൻഡ് ഹെട്രോസൈഗസ് എങ്ങനെയായിരിക്കും ഉണ്ടാവുക? ക്യാപിറ്റൽ G ആൻഡ് സ്മോൾ g ആയിരിക്കും ഉണ്ടാവുക. ആലോചിച്ച് നോക്ക് മക്കളെ, റെഡിയാണോ എന്ന് ആലോചിച്ച് നോക്ക്. ഈസ് ദാറ്റ് ക്ലിയർ? ഇത്ര ടേംസ് ക്ലിയർ ആണെങ്കിൽ നിങ്ങൾക്ക് ഇനി അങ്ങോട്ടേക്ക് സാധനങ്ങൾ എഴുതാൻ വേണ്ടിയിട്ട് ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്രോസ് പഠിക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര എളുപ്പമായിരിക്കും. അതുകൊണ്ടിട്ടാണ്. ക്ലിയർ ആണോ? കൺഫ്യൂഷൻസ് ഉണ്ടോ? ഈസ് ദാറ്റ് റെഡി മക്കളെ? മനസ്സിലാവുന്നുണ്ടോ നോക്കി? ഓക്കെ, വെരി ഗുഡ്. സോ എല്ലാവരും അടിപൊളിയായിട്ട് ആൻസർ ചെയ്യുന്നുണ്ട്. ഒരു എക്സാമ്പിളും കൂടി വേണോ? ഒരു എക്സാമ്പിളും കൂടി പിടിച്ചോ. ഇത് ഹോംവർക്കാണ്, ഞാൻ സോൾവ് ചെയ്യാൻ പോകുന്നില്ല, എനിക്ക് സമയമില്ല. സോ ഹോംവർക്കായിട്ട് നിങ്ങൾ വേറൊരു എക്സാമ്പിളും കൂടി പിടിച്ചോ. ദാറ്റ് ഈസ് ഫ്ലവർ പൊസിഷൻ. ഫ്ലവർ പൊസിഷനാണ് ഞാൻ തരുന്ന എക്സാമ്പിൾ. ആ എക്സാമ്പിളിൻ്റെ ഉള്ളിൽ നിങ്ങൾ കണ്ടുപിടിക്കേണ്ട സാധനങ്ങൾ ഇതാണ്. ഒന്ന് ജീൻ ഏതാണ്, രണ്ട് allele ഏതാണ്, ഹോമോസൈഗസ് ഡോമിനൻ്റ് ഏതാണ്, ഹോമോസൈഗസ് റെസസീവ് ഏതാണ്, അഞ്ചാമത്തത് ഹെട്രോസൈഗസ് ഏതാണ്. 5 ക്വസ്റ്റ്യൻ ഉണ്ട്. ദ ക്വസ്റ്റ്യൻ ഈസ് അബൌട്ട് ദ ഫ്ലവർ പൊസിഷൻ. ഫ്ലവറിൻ്റെ പൊസിഷൻ വെച്ചിട്ട് ഈ സാധനം പറയാം. സോ ഇത്ര കാര്യം പഠിച്ചു കഴിഞ്ഞാൽ ഇനി അങ്ങോട്ടേക്കുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് എളുപ്പമായിരിക്കും. സോ ഭയങ്കര സിമ്പിളായിട്ട് കൊണ്ടോട്ടോ, വളരെ സിമ്പിളായിട്ട് കൊണ്ടോ. ഡോണ്ട് മേക്ക് ഇറ്റ് കോംപ്ലിക്കേറ്റഡ്, വെരി കോംപ്ലിക്കേറ്റഡ് ആക്കിയിട്ട് കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. സോ ലെറ്റ് us study what was happening inside. ഇതിൻ്റെ ഉള്ളിൽ, ഈ മെൻ്റലിൻ്റെ ഈ ക്രോസിൻ്റെ ഉള്ളിൽ എന്തായിരുന്നു സംഭവിച്ചതെന്നുള്ള കാര്യം നമുക്ക് പഠിച്ചു നോക്കാം. ഓക്കെ, റെഡിയാണെന്ന് ആലോചിച്ച് നോക്കട്ടോ. ഞാനിതെല്ലാം മാച്ചുകളും നമ്മുടെ NCERTയിലുള്ള അതേ ക്രോസിലേക്കാണ് ഞാൻ വരുന്നത്. സോ എനിക്കറിയാം നിങ്ങൾക്ക് നിങ്ങളുടെ പുസ്തകത്തിൽ കുത്തിവരയ്ക്കാൻ പറ്റില്ല എന്ന്, പക്ഷേ എനിക്ക് എൻ്റെ പുസ്തകത്തിൽ കുത്തിവരയ്ക്കാൻ പറ്റും. സോ ഐ എം വെരി സോറി. സോ ഈ പ്ലാന്റ് നോക്കിക്കോ, ഈ പ്ലാന്റ് ഈസ് ടോൾ ആണ്. സോ ഡെഫിനറ്റ്ലി നമുക്കറിയാം ഇതിൻ്റെ ഉള്ളിൽ ക്യാപിറ്റൽ T ഉണ്ടാവും ആൻഡ് അടുത്ത ആളും ക്യാപിറ്റൽ T തന്നെ ആയിരിക്കും. സോ ദിസ് പ്ലാന്റ് ഈസ് എന്താ ഉണ്ടാവുക? ദിസ് പ്ലാന്റ് ഈസ് വാട്ട്? ഹോമോസൈഗസ് ഡോമിനൻറ്റ് പ്ലാന്റ്. ഇത് ഡോർഫാണ്. സോ ഇതിൻ്റെ ഉള്ളിൽ സ്മോൾ t ആയിരിക്കും ഉണ്ടാവുക. ആണോ? സോ അങ്ങനെയാണെങ്കിൽ ഇവർക്ക് ഈ കുട്ടികൾ ഉണ്ടാകുമ്പോൾ എങ്ങനെയാണ് കുട്ടികൾ ഉണ്ടാവുക എന്ന് നോക്കാം. നമുക്കറിയാം ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു ഗ്യാമേറ്റ് ഫോം ചെയ്യും. ഗ്യാമേറ്റ് ഫോം ചെയ്യാൻ നേരത്തെ നമുക്കറിയാൻ പറ്റും ഈ ക്യാപിറ്റൽ T താഴേക്ക് ഇറങ്ങി വരും,
ഇവിടെ നിന്ന് ഈ സ്മോൾ ടി താഴേക്ക് ഇറങ്ങുന്നു. ദിസ് ഇസ് ദ 2 ഗാമേറ്റ്സ് ആൻഡ് ഈ 2 ഗാമേറ്റുകൾ കമ്പൈൻ ചെയ്തിട്ടാണ് ഇവരുണ്ടാവുക. സോ ഈ ആൾക്കാർ അതായത് ഈ F1 ജനറേഷനിലേക്ക് എത്തുമ്പോൾ ഒന്ന് മങ്ങിപ്പോയിട്ടുണ്ട്, ദാറ്റ് ഐ നോ, ബട്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നുണ്ട്. സോ ഇവിടെ ക്യാപിറ്റൽ ടി സ്മോൾ ടി വരും. ദിസ് പേഴ്സൺ ഇവൻ്റെ ഈ ക്യാപിറ്റൽ ടി ഇങ്ങോട്ട് വരും, ഈ സ്മോൾ ടി ഇങ്ങോട്ട് വരും. ദിസ് പ്ലാന്റ് ഈസ് ക്യാപിറ്റൽ ടി സ്മോൾ ടി. സോ ഈ പ്ലാന്റ് എന്ത് പ്ലാന്റ് ആണ്? ദിസ് പ്ലാന്റ് ഈസ് എ ഹെറ്ററോസൈഗസ് പ്ലാന്റ്. ദിസ് പ്ലാന്റ് ഈസ് എ ഹെറ്ററോസൈഗസ് പ്ലാന്റ് ആണ് വരിക. സോ ഇപ്പുറത്തെ പ്ലാന്റിൽ എന്താ വരിക? ഇതിനും അതുപോലെ തന്നെയാണ്. ഇവിടെ ക്യാപിറ്റൽ ടി, ഇവിടെ സ്മോൾ ടി വരും. ഇവനും എന്താണ്? ഹെറ്ററോസൈഗസ് പ്ലാന്റ് ആണ് വരിക. ക്ലിയർ ആണല്ലോ അല്ലേ? കൺഫ്യൂഷൻസ് ഒന്നുമില്ലല്ലോ. സോ ഇനി ഈ ഹെറ്ററോസൈഗസ് പ്ലാന്റുകൾക്ക് ഇത് ഇങ്ങനത്തെ 2 പ്ലാന്റ്, ഈ ക്യാപിറ്റൽ ടി സ്മോൾ ടി ആൻഡ് ഇൻറ്റു ക്യാപിറ്റൽ ടി സ്മോൾ ടി, ഇതാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ ഇത് എങ്ങനെയാണ് ചെയ്യുക? ഇത് പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഒരു സയൻറ്റിസ്റ്റ്, ഒരു ബ്രിട്ടീഷ് സയൻറ്റിസ്റ്റ് ഉണ്ട്. അദ്ദേഹത്തിൻ്റെ പേരെന്താണ് വിളിക്കുക? റെജിനാൾഡ് സി പുന്നറ്റ് എന്നാണ്. അദ്ദേഹം നിങ്ങൾക്ക് ഒരു സാധനം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് നോൺ ആസ് വാട്ട്? പുന്നറ്റ് സ്ക്വയർ എന്നാണ് പറയുക. പുന്നറ്റ് സ്ക്വയർ ദാ ഇവിടെ ഉണ്ട് കേട്ടോ. NCERT പേജ് നമ്പർ കുറച്ചൊന്ന് മങ്ങിപ്പോയിട്ടുണ്ടെന്ന് എനിക്കറിയാം, കാരണം അത് വലിയ PDF ഫയൽ ആയതുകൊണ്ടാണ് കുറച്ച് മങ്ങിപ്പോയത്. ബട്ട് ഐ തിങ്ക് ലൈക്ക് യു ക്യാൻ റെക്കഗ്നൈസ് ദിസ് തിങ്. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? സോ ഇതാണ് പുന്നറ്റ് സ്ക്വയർ. പുന്നറ്റ് സ്ക്വയർ വാസ് ഡെവലപ്ഡ് ബൈ വൺ സയൻറ്റിസ്റ്റ് കോൾഡ് റെജിനാൾഡ് സി പുന്നറ്റ്. ഭയങ്കര സിമ്പിളാണ്, നമുക്ക് ഈ കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുക കേട്ടോ. സോ എങ്ങനെയാണ് ഒരു പുന്നറ്റ് സ്ക്വയർ വരയ്ക്കുക എന്നുള്ളവരും കൂടി പറഞ്ഞുതരാം. സോ ഭയങ്കര സിമ്പിളേ. സോ പുന്നറ്റ് സ്ക്വയർ വരയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്കിതാ ഇതുപോലത്തെ 4 കളറുള്ള ഒരു സ്ക്വയർ വരയ്ക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ട പണി. ആൻഡ് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഇവിടേക്ക് എന്തൊക്കെ എഴുതിയിട്ടുണ്ടല്ലോ, മാച്ചളായിട്ട്. സോ ഇവിടെ എന്താ ചെയ്യേണ്ടത്? നമ്മൾ ഇവിടെ ഒരറ്റത്തായിട്ട് നമുക്ക് വി ഹാവ് ടു റൈറ്റ് ഡൗൺ ദ പേരൻറ്റ് 1, ഒന്നാമത്തെ പേരൻറ്റിനെ ഇവിടെ എഴുതണം. വി ഹാവ് ടു റൈറ്റ് ഡൗൺ ദ പേരൻറ്റ് 2 ഹിയർ. ഇവിടെ നമ്മൾ പേരൻറ്റ് 2 രണ്ടാമത്തെ പേരൻറ്റിനെ എഴുതണം. ഇതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ട പണി, ഒന്നാമത്തെ പണി. ആൻഡ് ഇവിടുത്തെ പേരൻറ്റ് 1 ഇപ്പോൾ ഞാൻ എഴുതുകയാണെങ്കിൽ ദിസ് പേരൻറ്റ് വാസ് ക്യാപിറ്റൽ ടി സ്മോൾ ടി. ഈ പേരൻറ്റ് ദിസ് പേരൻറ്റ് വാസ് ഓൾസോ ക്യാപിറ്റൽ ടി സ്മോൾ ടി. ഇങ്ങനെ 2 പേരൻറ്റ്സ് അവിടെ ഉണ്ടായിരുന്നത്. ആൻഡ് ഇവിടെ നമ്മൾ ഗാമേറ്റ്സ് എഴുതേണ്ടത്. നമ്മൾ ഇവിടെ ഈ പോയിന്റ് പൊസിഷനിൽ ഞാൻ ഗാമേറ്റ്സ് എഴുതണം. അപ്പോൾ നമുക്കറിയാം ക്യാപിറ്റൽ ടി സ്മോൾ ടീൻ്റെ ഗാമേറ്റ്സ് ഉണ്ടാവുകയാണെങ്കിൽ ഒരു ഗാമേറ്റ് വിൽ ബി ലുക്കിംഗ് ക്യാപിറ്റൽ ടി, അടുത്ത ഗാമേറ്റ് വിൽ ബി ഹാവിംഗ് ദ സ്മോൾ ടി ആയിരിക്കും ഉണ്ടാവുക. സോ ഐ വിൽ ബി റൈറ്റിംഗ് ഹിയർ ക്യാപിറ്റൽ ടി ഇവിടെ എഴുതും, സ്മോൾ ടി ഇവിടെ എഴുതും. ഇങ്ങനെ എഴുതുക. ആൻഡ് ഇവിടെ എഴുതുമ്പോൾ ഇവിടെയും ഗാമേറ്റ്സ് ആണ് എഴുതേണ്ടത്. സോ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഗാമേറ്റ്സ് വരുമ്പോൾ ഒരു ക്യാപിറ്റൽ ടി ഇങ്ങോട്ട് വരും, ഒരു സ്മോൾ ടി ഇങ്ങോട്ട് വരും. സോ ദിസ് ഗാമേറ്റ്സ് വിൽ ബി ക്യാപിറ്റൽ ടി ആൻഡ് സ്മോൾ ടി. ഇനി ഭയങ്കര എളുപ്പമാണ്, നമുക്കറിയുന്നത്. അടുത്തിങ്ങനെ കമ്പൈൻ ചെയ്ത് വെക്കാനാണ്. സോ ഈ ഒരു ബോക്സ് എടുക്കുകയാണെങ്കിൽ വി ഹാവ് ടു കമ്പൈൻ ദീസ് 2 തിങ്സ്. സോ ദാറ്റ് വിൽ ബി റൈറ്റിംഗ് ക്യാപിറ്റൽ ടി എന്ന് എഴുതും. റെഡിയാണോ? ഇനി അടുത്തത് ഈ ബോക്സ് എടുക്കുകയാണെങ്കിൽ ഈ മേലത്തെ ക്യാപിറ്റൽ ടി എഴുതണം, ഇവിടെ നിന്നുള്ള സ്മോൾ ടി എഴുതണം. സോ ദാറ്റ് വിൽ ബിക്കം ക്യാപിറ്റൽ ടി ആൻഡ് സ്മോൾ ടി എഴുതും. റെഡിയാണോ? ഇനി ഈ ഒരു ബോക്സ് ഇപ്പോൾ ഞാൻ വരച്ചിട്ടുള്ള ഈ ഡോട്ട് ഇട്ട മൂന്നാമത്തെ ബോക്സ് ആണ് ഞാൻ എഴുതണമെങ്കിൽ നമുക്കറിയാം ഇവിടെ നിന്ന് വരുന്നത് ക്യാപിറ്റൽ ടി ആണ്, ഇവിടെ നിന്ന് വരുന്നത് സ്മോൾ ടി ആണ്. സോ ദാറ്റ് വിൽ ബി ലുക്കിംഗ് ക്യാപിറ്റൽ ടി ആൻഡ് സ്മോൾ ടി. ക്യാപിറ്റൽ ടി സ്മോൾ ടി എന്നാണ് ഇവിടെ വരുന്നുണ്ടാവുക. ആൻഡ് നാലാമത്തെ ബോക്സ്, ഈ നാലാമത്തെ ബോക്സിലേക്ക് എഴുതുകയാണെങ്കിൽ ഇവിടെ നിന്ന് സ്മോൾ ടി വരും, ഇവിടെ നിന്ന് സ്മോൾ ടി വരും. സോ ദാറ്റ് വിൽ ബി ലുക്കിംഗ് സ്മോൾ ടി ആൻഡ് സ്മോൾ ടി. ഇങ്ങനെയാണ് വരിക. റെഡി ആണോ എന്ന് ആലോചിച്ച് നോക്കി. സോ ദിസ് ഈസ് ഹൗ യു ഹാവ് ടു ഡ്രോ ദിസ് പുന്നറ്റ് സ്ക്വയർ. ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനമാണ്, നിങ്ങൾ വരച്ച് പഠിക്കണം. ഏത് പാരൻറ്റിനെ ഏത് പ്ലാന്റിനെ കിട്ടിക്കഴിഞ്ഞാലും വളരെ സിമ്പിളായിട്ട് വരയ്ക്കാൻ വേണ്ടി നിങ്ങൾ പഠിച്ചാൽ മതി. ഇതുപോലെ നിങ്ങൾ വരയ്ക്കാൻ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഭയങ്കര എളുപ്പത്തിൽ, നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ഈ സാധനം ഡ്രോ ചെയ്യാൻ പറ്റും. സോ അത് പഠിക്കുക. വളരെ സിമ്പിളായിട്ട് വരയ്ക്കാൻ പറ്റുന്ന സാധനമായിരിക്കും ഉണ്ടാവുക. സോ ഇവിടെ നോക്കുക. സോ വാട്ട് ഈസ് ദിസ് തിങ്? ഇതെന്താണ് ക്യാപിറ്റൽ ടി എന്ന് പറഞ്ഞാൽ? വാട്ട് ഈസ് ദിസ് ക്യാപിറ്റൽ ടി? നമുക്കറിയാം ഹോമോസൈഗസ് ഡോമിനൻ്റ് ആണ്. ഹോമോസൈഗസ് ഡോമിനൻ്റ്. റെഡിയാണോ? ഇനി അടുത്ത ആൾ ഇവിടെ നോക്ക്. വാട്ട് ഈസ് ദിസ് പേഴ്സൺ? ക്യാപിറ്റൽ ടി സ്മോൾ ടി. ഇവിടെ ഉണ്ട് ഒരു ക്യാപിറ്റൽ ടി സ്മോൾ ടി. സോ ഇത് ആരാണ്? ഈ പേഴ്സൺ ആരാണ്? ദ ക്യാപിറ്റൽ ടി സ്മോൾ ടി എന്ന് പറഞ്ഞാൽ ദിസ് പേഴ്സൺ ഈസ് വാട്ട്? ഹെറ്ററോസൈഗസ്. ദിസ് പേഴ്സൺ ഈസ് ഹെറ്ററോസൈഗസ് ആണ്. ദിസ് പേഴ്സൺ ഈസ് ഹെറ്ററോസൈഗസ്. ആൻഡ് ഇവിടെ നമുക്ക് കാണാൻ പറ്റും വേറൊരാളുണ്ട് സ്മോൾ ടി. ഇതാരാണ് small t, this is also what? homozygous recessive ആണ് ഈ സാധനം. മനസ്സിലാവുന്നുണ്ടോ മക്കളെ? റെഡി ആണോ എന്ന് ആലോചിച്ച് നോക്കി. ക്ലിയർ ആണോ? കൺഫ്യൂഷൻസ് ഉണ്ടോ എന്നുള്ള കാര്യം ആലോചിച്ച് നോക്ക്. സോ ദിസ് ഈസ് വാട്ട് ഈസ് ഇമ്പോർട്ടൻറ്റ്, വെരി ഇമ്പോർട്ടൻറ്റ്. ഓർത്ത് വെക്കുക, ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. സോ ഇവിടെ നോക്ക്. ഈ ക്യാപിറ്റൽ ടി ഉള്ള പ്ലാന്റിൻ്റെ ക്യാരക്ടർ എന്തായിരിക്കും? വാട്ട് വിൽ ബി ദ ക്യാരക്ടർ? നമുക്കറിയാം ഇത് ഡോമിനൻ്റ് ആണ്. സോ ഡോമിനൻ്റ് ക്യാരക്ടർ ആയിട്ടുള്ള ടോൾ എന്നുള്ള ക്യാരക്ടർ ആയിരിക്കും അവൻ കാണിക്കുന്നുണ്ടാവുക. ആൻഡ് വാട്ട് വിൽ ബി ദ ക്യാരക്ടർ ഓഫ് ദി സ്മോൾ ടി? എങ്ങനെയായിരിക്കും വരിക? സോ ഇവൻ്റെ ക്യാരക്ടർ വരുന്നത് ഇത് റെസസീവ് ആണ്. സോ ഇതിൻ്റെ ക്യാരക്ടർ വരുന്നത് ഡ്വാർഫ് എന്നായിരിക്കും വരിക. പക്ഷേ കൺഫ്യൂഷൻ ഇതാണ്, വെൻ ഇറ്റ് ഈസ് കമ്മിങ് ക്യാപിറ്റൽ ടി ആൻഡ് സ്മോൾ ടി ടുഗദർ വാട്ട് വിൽ ഒക്കർ? നോക്കുക, അവിടെ ക്യാപിറ്റൽ ടി എന്ന് പറഞ്ഞിട്ടുള്ള ഈ ജീനും ഉണ്ട്, സ്മോൾ ടി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഈ ജീനും അല്ലെങ്കിൽ ജീനിൻ്റെ ഒരു കോപ്പിയും അല്ലിലും ഉണ്ട്. സോ ഒരു ക്യാപിറ്റൽ ടി അല്ലിലും ഒരു സ്മോൾ ടി അല്ലിലും കൂടി ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ വാട്ട് വിൽ ഹാപ്പൻ? എന്താണ് സംഭവിക്കുക? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മൾ ഇവിടെയാണ് പറഞ്ഞത്, ഇവിടെ ദിസ് ഡോമിനൻ്റ് ആള് എന്ത് ചെയ്യും? റെസസീവ് ആളിനെ
ഡോമിനേറ്റ് ചെയ്യും. അതായത് ഈ ഡോമിനൻ്റ് ആളിൻ്റെ കാര്യം മാത്രമേ പുറത്തു വരുന്നുള്ളൂ, റെസസീവ് ആളുടെ സാധനം പുറത്തു വരില്ല. സോ ദിസ് പ്ലാന്റ് വിൽ ബി ഓൾസോ ലുക്കിംഗ് ടോൾ. ഇതും എങ്ങനെയായിരിക്കും ഉണ്ടാവുക? ടോൾ ആയിട്ട് തന്നെയായിരിക്കും ഉണ്ടാവുക. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മക്കളെ. സോ ഇതാണ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. സോ ഒന്നുകൂടി ഞാൻ പറയുകയാണ്, ക്യാപിറ്റൽ ടി എന്നുള്ള പ്ലാന്റ്സ് ഉണ്ട്, ക്യാപിറ്റൽ ടി സ്മോൾ ടി എന്നുള്ള പ്ലാന്റ് ഉണ്ടാവും, സ്മോൾ ടി എന്നുള്ള പ്ലാന്റ് ഉണ്ടാവും. സോ ഇതിനകത്ത് സംശയമില്ല, ദിസ് വിൽ ബി ടോൾ ബിക്കോസ് രണ്ടും ഡോമിനൻ്റ് ആണ്. ഇതിനകത്ത് സംശയമില്ല, കാരണം ഇതെന്താണ്, ഇത് ഡ്വാർഫ് ആയിരിക്കും, കാരണം രണ്ട് ജീനും റെസസീവ് ആണ്. പക്ഷേ ഇവിടെ എന്താ സംഭവിക്കുക? ഇന്ന ഹെറ്ററോസൈഗസ് പെയർ നോക്ക്, ഇന്ന ഡിസ്സിമിലർ പെയർ ഓഫ് ഫാക്ടേഴ്സ്. മെൻഡൽ പറഞ്ഞത് വെച്ചിട്ട് പറയുകയാണെങ്കിൽ ഒരു ഡിസ്സിമിലർ പെയർ ഓഫ് ഫാക്ടർ ആണ്. ഡിസ്സിമിലർ പെയർ ഓഫ് ഫാക്ടറിൽ ഇന്ന ഹെറ്ററോസൈഗസ് പെയറിൽ വാട്ട് വിൽ ബി ഒക്കറിങ്? ദ ഡോമിനന്റ് ക്യാരക്ടർ വിൽ ഡോമിനേറ്റ് ആൻഡ് ദ റെസസീവ് ക്യാരക്ടർ വിൽ ബി ഗെറ്റിംഗ് സപ്രസ്ഡ് ആൻഡ് ദിസ് വിൽ ബി ഓൾസോ ടോൾ. ദിസ് വിൽ ബി ഓൾസോ ടോൾ. മനസ്സിലാവുന്നുണ്ടോ? ക്ലിയർ ആണോ എന്ന് ആലോചിച്ച് നോക്കിയേ. ഇതാണ് ഇവിടെ സംഭവിക്കുന്ന കാര്യം. വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. സോ എത്ര ക്യാപിറ്റൽ ടി നോക്ക്, ഹൗ മെനി ക്യാപിറ്റൽ ടി നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ ഒരേ ഒരു ക്യാപിറ്റൽ ടി ഒരെണ്ണം. റെഡിയാണോ എന്ന് ആലോചിച്ച് നോക്കുക. ഒരേ ഒരെണ്ണം. റെഡിയാണോ? ക്ലിയർ ആണോ? ആൻഡ് എത്ര ക്യാപിറ്റൽ ടി സ്മോൾ ടി ഉണ്ടെന്ന് ആലോചിച്ച് നോക്കിയാൽ മക്കളെ. സോ ഇത് ഒരെണ്ണം, പിന്നെ ഇതാ ഇവിടെ ഒരെണ്ണം, രണ്ടെണ്ണം. സോ ക്യാപിറ്റൽ ടി സ്മോൾ ടി രണ്ടെണ്ണം ഉണ്ട്. ആൻഡ് എത്ര സ്മോൾ ടി ഉണ്ട് നോക്കിയത്? ഒരേ ഒരെണ്ണം, ഇവിടെ ഒരെണ്ണം. നോക്ക്. സോ ക്യാപിറ്റൽ ടിയും ക്യാപിറ്റൽ ടി സ്മോൾ ടിയും. സോ ഇത് എത്ര എണ്ണം ഉണ്ട് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ഇവിടെ ഈ ഒരു ഘട്ടത്തിൽ നമ്മൾ പുതിയ രണ്ട് വാക്ക് പഠിക്കാൻ പോവാണ്. നമ്മൾ ഇതുവരെ പഠിച്ച വാക്കുകളുടെ കൂട്ടത്തിലേക്ക് പുതിയ രണ്ട് വാക്ക് പഠിക്കാൻ പോവാണ്. ഒന്നാമത്തെ വാക്ക് നിങ്ങളിവിടെ പഠിച്ച മക്കളെ വളരെ ശ്രദ്ധിച്ച് കേട്ടോ. ഇതുവരെ ഉറങ്ങിയിരുന്ന ആൾക്കാരൊക്കെ ഒന്ന് എണീറ്റോ. വാട്ട് ഈസ് നോൺ ആസ് വാട്ട്? ഫിസിക്കൽ ടൈപ്പ്. ഇതിനെ വിളിക്കുന്ന പേരാണ് ഫിസിക്കൽ ടൈപ്പ്. ഫിസിക്കൽ ടൈപ്പ് എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? ഫിസിക്കലി നമ്മൾ പുറത്ത് ഏത് ടൈപ്പായിട്ടാണ് ആ പ്ലാന്റിനെ കാണുക, പുറത്ത് നമ്മൾ ഫിസിക്കലി ഈ പ്ലാന്റിനെ ഏത് ടൈപ്പായിട്ട് കാണുക നമുക്ക് കാണാൻ പറ്റും. ഫിസിക്കലാണ്, നമുക്ക് എടുത്തു നോക്കാൻ പറ്റും. സോ ദാറ്റ് ഈസ് നമുക്ക് കൊള്ളാൻ പറ്റും. ഇതിനെ വിളിക്കുന്ന പറ്റുന്ന കാര്യങ്ങൾ വൺ ഈസ് ടോൾ പ്ലാന്റ് എന്നുള്ളത് നമുക്ക് ഫിസിക്കലി കാണാൻ പറ്റുന്നതാണ്. അല്ലെങ്കിൽ ഡ്വാർഫ് പ്ലാന്റ് എന്നുള്ളത് നമുക്ക് എടുത്ത് കാണാൻ പറ്റുന്ന കാര്യമാണ്. സോ ടോൾ, ഡ്വാർഫ് ഈ രണ്ട് സാധനത്തിനെ നമ്മൾ രണ്ട് ഫിസിക്കൽ ടൈപ്പുകൾ എന്നാണ് വിളിക്കുക. ആൻഡ് കുറച്ചുകൂടി ബയോളജിക്കലി ഞാനിത് മാറ്റുകയാണെങ്കിൽ, ഈ ഫിസിക്കലിൻ്റെ ഈ സാധനം എടുത്ത് മാറ്റുകയാണെങ്കിൽ ഐ വിൽ ബി ഗെറ്റിംഗ് എ വേർഡ് ദാറ്റ് ഈസ് നോൺ ആസ് വാട്ട്? ഫീനോടൈപ്പ്. ഐ വിൽ ബി കോളിംഗ് ഇറ്റ് ആസ് വാട്ട്? ഫീനോടൈപ്പ്. സോ വാട്ട് യു മീൻ ബൈ ദ വേർഡ് ഫീനോടൈപ്പ്? ഭയങ്കര ഇമ്പോർട്ടൻറ്റ് വേർഡ്. ഇനി നമ്മൾ അങ്ങോട്ടേക്ക് ഒരുപാട് കാണും. വാട്ട് ഈസ് ഫീനോടൈപ്പ്? ഫീനോടൈപ്പ് എന്നൊരു പദം കേൾക്കുന്ന സമയത്ത് നിങ്ങൾ കാണേണ്ട സാധനമാണ് ദാറ്റ് ഈസ് നോൺ ആസ് എ ഫിസിക്കൽ ടൈപ്പാണ്. ഫിസിക്കലി ഇത് എത്രത്തോളം ഉണ്ട്, എങ്ങനെയുണ്ട് എന്നുള്ളതാണ് നമ്മളിവിടെ കാണുക. ദാറ്റ് ഈസ് വാട്ട് ഈസ് കോൾഡ് ഫീനോടൈപ്പ്. ക്ലിയർ ആണോ മക്കളെ? റെഡി ആണോ എന്ന് ആലോചിച്ചോക്കെ. സോ വാട്ട് ഈസ് ഫീനോടൈപ്പ്? ഫീനോടൈപ്പ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ഫിസിക്കൽ ടൈപ്പ്. ക്ലിയർ ആണോ? ഈസ് ദാറ്റ് റെഡി? ഫിസിക്കൽ ടൈപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫീനോടൈപ്പ് ആണ്. ഇനി അടുത്തൊരു വേർഡ് വേറെ കണ്ടുപോയിക്കോട്ടോ. ദാറ്റ് ഈസ് കോൾഡ് ജനറ്റിക് ടൈപ്പ്. എന്താ വിളിക്കുക? ജനറ്റിക് ടൈപ്പ്. ഇത് ഏതൊക്കെ ജനറ്റിക്സ് ആണ് ഇതിൻ്റെ ഉള്ളിൽ വർക്ക് ചെയ്യുക, അല്ലെങ്കിൽ ജനറ്റിക് ടൈപ്പ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ വിൽ ബി ടെല്ലിംഗ് ലൈക്ക് ക്യാപിറ്റൽ ടി ഇതൊരു ജനറ്റിക് ടൈപ്പാണ്. ഇനി വേറെ പറയുകയാണെങ്കിൽ സ്മോൾ ടി ഇത് വേറൊരു ജനറ്റിക് ടൈപ്പാണ്. ഇത് ക്യാപിറ്റൽ ടി സ്മോൾ ടി ഇത് വേറൊരു ജനറ്റിക് ടൈപ്പാണ്. റെഡിയാണോ? മനസ്സിലാവുന്നുണ്ടോ? സോ ഇതെവിടെയാണ്? ഇത് ജനറ്റിക് ആണ്. ഇത് സംതിങ് ഉള്ളിലാണ്, നമുക്ക് പുറത്തുനിന്ന് കാണാൻ പറ്റാത്ത സാധനമാണ്. കാണാൻ പറ്റുമോ? ഇതിനെ കാണാൻ പറ്റുമോ? ക്യാപിറ്റൽ ടി ആണോ, ക്യാപിറ്റൽ ടി സ്മോൾ ടി ആണോ എന്നുള്ളവരും പുറത്തുനിന്ന് കാണാൻ പറ്റും? പറ്റില്ല. ദിസ് ഈസ് സംതിങ് ജനറ്റിക്. വി കാനോട്ട് സീ ദാറ്റ് തിങ്. ഇത് ഉള്ളിലേക്ക് കാണാൻ പറ്റാത്ത സാധനമാണ്. സോ ഇതിനെ, ഈ ജനറ്റിക് ടൈപ്പിനെ നമ്മൾ വിളിക്കുന്ന വാക്കാണ് ദാറ്റ് ഈസ് നോൺ ആസ് എ ജീനോടൈപ്പ്. വി വിൽ ബി കോളിംഗ് ഇറ്റ് ആസ് എ ജീനോടൈപ്പ്. രണ്ട് വാക്കുകളാണ് നിങ്ങൾക്ക് ഞാനിവിടെ ഇപ്പോൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത് തന്നത്. ഒരു സാധനം, ഒരു വാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്നാമത്തെ വാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് നോൺ ആസ് എ ഫീനോടൈപ്പ്. ആ രണ്ടാമത്തെ വാക്ക് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് നോൺ ആസ് എ ജീനോടൈപ്പ്. സോ ഫീനോടൈപ്പ് എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ ടൈപ്പാണ്, പുറത്ത് കാണാൻ പറ്റുന്നതാണ്, എക്സ്റ്റേണൽ ആണ്, നമുക്ക് കാണാൻ, തൊട്ട് നോക്കാം, എടുത്തു നോക്കാം. അതാണ് എന്ത്? ഫീനോടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സോ നമ്മൾ ഇപ്പോൾ എടുത്ത എക്സാമ്പിളിൽ ദാറ്റ് ഈസ് നോൺ ആസ് ടോൾ പ്ലാന്റ് ഉണ്ട്, ഡ്വാർഫ് പ്ലാന്റ് ഉണ്ട്. സോ ദാറ്റ് ഈസ് എ ഫീനോടൈപ്പ്. ഇനി ഇതിൻ്റെ ഉള്ളിൽ ജനറ്റിക്സ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഐ വിൽ ബി ടെല്ലിംഗ് ടി ഉണ്ട്, സ്മോൾ ടി ഉണ്ട്, ക്യാപിറ്റൽ ടി സ്മോൾ ടി ഉണ്ട്. ഇത് നമുക്ക് കാണാൻ പറ്റില്ല. ദിസ് ഈസ് ജനറ്റിക് ടൈപ്പാണ്. സോ ദിസ് ഈസ് നോൺ ആസ് വാട്ട്? ജീനോടൈപ്പ്. സോ ഫീനോടൈപ്പ് എന്താ, ജീനോടൈപ്പ് എന്താണെന്നുള്ള കാര്യത്തിൽ കൺഫ്യൂഷനേ വേണ്ട. സോ ഇനി ഇങ്ങോട്ട് നോക്കും മക്കളെ. നമ്മൾ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് സമ്മറൈസ് ചെയ്തിട്ട് നമ്മൾ മുമ്പോട്ട് പോവാണ് കേട്ടോ. സോ ഇത് വളരെ ബേസിക്സ് ആണ്. ഒരുപാട് സമയം എടുത്തോ ബേസിക്സ് പറയാൻ വേണ്ടിയിട്ട്. സോ നമ്മളിനി പറഞ്ഞിരുന്ന കാര്യങ്ങൾ നോക്കാം. സോ ഒരു പ്ലാന്റ്, ഐ എം ടെല്ലിംഗ് ലൈക്ക് ഒരു ടോൾ പ്ലാന്റ് ഇൻടു എ ഡ്വാർഫ് പ്ലാന്റ്. സോ വാട്ട് ഈസ് ദിസ് തിങ്? വാട്ട് ഐ ആം ഇൻഡിക്കേറ്റിംഗ് ഹിയർ? ഐ ആം ഇൻഡിക്കേറ്റിംഗ് ദ ഫീനോടൈപ്പ്. ഇല്ലേ? ഫീനോടൈപ്പിൻ്റെ അസോസിയേഷനാണ് ഞാനിവിടെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ദിസ് ഈസ് വാട്ട് ഈസ് ഫീനോടൈപ്പിക് അസോസിയേഷൻ. അല്ലേ? ഫീനോടൈപ്പാണ്, ഫിസിക്കൽ ടൈപ്പാണ്. ഇനി ഐ ആം ടെല്ലിംഗ് ദ ടോൾ പ്ലാന്റ് ഈസ് ലൈക്ക് ഇറ്റ് ഈസ് എ ക്യാപിറ്റൽ ടി. ഐ എം ടെല്ലിംഗ്
indicating this is capital T and it is small t ആണ്. So what I am indicating here, this is what is genotype ആണ്. ഈ പ്ലാന്റിന്റെ genotype ആണ്. പറയുന്നുണ്ടോ, മനസ്സിലാക്കുന്നുണ്ടോ? ആൻഡ് ഇവർ രണ്ടുപേരും കൂടി ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു ഇവരെ ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഐ ക്യാൻ ഡ്രോ ദ പുന്നറ്റ് സ്ക്വയർ അല്ലേ. എങ്ങനെ പുന്നറ്റ് സ്ക്വയർ വരയ്ക്കുക? സോ ഞാൻ പറഞ്ഞു ഇവിടെ 4 ഇത്, ഇവിടെ പേരന്റ് 1 വരയ്ക്കണം, ഇവിടെ പേരന്റ് 2 വരയ്ക്കണം. സോ പേരന്റ് 1 ടോളാണ്, പേരന്റ് 2 ഡോർഫാണ്. ഞാനിവിടെ വരയ്ക്കുകയാണേ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. സോ ടോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഇസ് ടി ആണ്, ക്യാപിറ്റൽ ടി ആണ്. ഗ്യാമേറ്റ്സ് ഫോം ചെയ്യുമ്പോൾ നമുക്കറിയാൻ പറ്റും ഈ ടി ഇങ്ങോട്ടും പോവും. സോ ദാറ്റ് ദിസ് ഈസ് 1 ക്യാപിറ്റൽ ടി, ദിസ് ഈസ് 1 ക്യാപിറ്റൽ ടി. ഇവിടുത്തെ ഗ്യാമേറ്റ്സ് പോകുമ്പോൾ ഇതിങ്ങനെ സ്പ്ലിറ്റ് ആവും. സോ ദിസ് ഈസ് സ്മോൾ ടി, ദിസ് ഈസ് സ്മോൾ ടി. സോ ഇങ്ങനെയാണ് പുന്നറ്റ് സ്ക്വയർ ഉണ്ടാവുക. റെഡിയാണോ മക്കളെ? പുന്നറ്റ് സ്ക്വയർ മനസ്സിലാവുന്നുണ്ടോ നോക്കണേ. ആൻഡ് ഇവിടെ ഞാൻ കോളങ്ങൾ മാർക്ക് ചെയ്യാണ്. ഒന്നാമത്തെ കോളം, രണ്ടാമത്തെ കോളം, മൂന്നാമത്തെ കോളം, നാലാമത്തെ കോളം. സോ ഒന്നാമത്തെ കോളത്തിൽ വരുന്നത് ക്യാപിറ്റൽ ടി സ്മോൾ ടി ആണ് വരുന്നത്. അതാ ഇതും കൂടി മിക്സ് ആവും. രണ്ടാമത്തെ കോളത്തിൽ വരുമ്പോൾ ഇതും കൂടി മിക്സ് ആവുന്നതാണ്. ദിസ് ഈസ് ഓൾസോ ക്യാപിറ്റൽ ടി സ്മോൾ ടി. മൂന്നാമത്തെ കോളത്തിൽ ഇതുമാണ് മിക്സ് ചെയ്യുക. സോ ദിസ് ഈസ് ക്യാപിറ്റൽ ടി സ്മോൾ ടി. നാലാമത്തെ കോളത്തിൽ വരുമ്പോൾ ഇതും കൂടിയാണ് മിക്സ് ചെയ്യുക. ദാറ്റ് ഈസ് ഓൾസോ ഇവിടെ ഇങ്ങനെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഓൾസോ ക്യാപിറ്റൽ ടി സ്മോൾ ടി. സോ എല്ലാം കിട്ടുന്നത് ക്യാപിറ്റൽ ടി സ്മോൾ ടി എന്നാണ് കിട്ടുക. സോ ഇതിൻ്റെ ക്യാപിറ്റൽ ടി സ്മോൾ ടി ആണ് കിട്ടിയത്. ദിസ് ഈസ് നോൺ ആസ് വാട്ട്? ദിസ് ഈസ് ജീനോടൈപ്പ്. ഇതെന്താണ്? ജീനോടൈപ്പ് ആണ്. ഈ ജീനോടൈപ്പിൻ്റെ ഞാൻ ചോദിക്കുകയാണ് വാട്ട് വിൽ ബി ദ ഫീനോടൈപ്പ്? ഇതിൻ്റെ ഫിസിക്കൽ ടൈപ്പ് എന്തായിരിക്കും? നമുക്കറിയാം ഇവിടെ ക്യാപിറ്റൽ ടി ഉള്ളതുകൊണ്ട് ഇതിനെ സപ്രസ് ചെയ്യുന്നതുകൊണ്ട് ഇതിൻ്റെ ജീനോടൈപ്പ് അല്ലെങ്കിൽ ഫീനോടൈപ്പ് എന്ന് പറഞ്ഞാൽ ദാറ്റ് വിൽ ബി ടോൾ ആയിരിക്കും. സോ യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ജീനോടൈപ്പ് ആൻഡ് ഫീനോടൈപ്പ്. സോ ദിസ് ഈസ് ദ F1 പ്ലാന്റ്, നമ്മുടെ ഫസ്റ്റ് ജനറേഷനിലുള്ള പ്ലാന്റ് ആണ്. ഫസ്റ്റ് ജനറേഷനിലുള്ള പ്ലാന്റിൻ്റെ ജീനോടൈപ്പ് എന്താണ്, ഫീനോടൈപ്പ് എന്താണ് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കുക. ഫസ്റ്റ് ജനറേഷനിലുള്ള പ്ലാന്റിൻ്റെ എന്താണ്, ഫസ്റ്റ് ജനറേഷനിലുള്ള പ്ലാന്റിൻ്റെ ജീനോടൈപ്പ്, വാട്ട് വിൽ ബി ദ ജീനോടൈപ്പ് ഓഫ് ദ ഫസ്റ്റ് ജനറേഷൻ പ്ലാന്റ്? ഫസ്റ്റ് ജനറേഷൻ പ്ലാന്റിൻ്റെ ജീനോടൈപ്പ് എന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ ബി ക്യാപിറ്റൽ ടി സ്മോൾ ടി ആയിരിക്കും ജീനോടൈപ്പ്. ആൻഡ് ഓൾ ഓഫ് ദം വിൽ ബി ടോൾ, ദാറ്റ് ഈസ് ദെയർ ഫീനോടൈപ്പ്. വെരി 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 ഇമ്പോർട്ടൻറ്റ്. ക്ലിയർ ആണോ? മനസ്സിലാവുന്നുണ്ടോ? റെഡിയാണോ? ഇനി ഇവർ രണ്ടുപേരെ എടുത്ത് ക്ലോസ് ചെയ്യണം. നമ്മൾ F2 കിട്ടാൻ വേണ്ടിയിട്ട് ഈ ക്യാപിറ്റൽ ടി സ്മോൾ ടി ഉണ്ടായിരുന്ന ടോൾ പ്ലാന്റിനെയും അതുപോലെ അടുത്ത ഒരു ക്യാപിറ്റൽ ടി സ്മോൾ ടി ഉണ്ടായിരുന്ന വേറൊരു പ്ലാന്റിനെയും കൂടി എടുത്തിട്ട് ക്രോസ് ചെയ്യാണ്. വി ആർ ഡൂയിങ് ദ സെൽഫ് പോളിനേഷൻ. അങ്ങനെയാണെങ്കിൽ എങ്ങനെയായിരിക്കും ഇവർക്ക് കുട്ടികൾ ഉണ്ടാവുക? നമ്മൾ പഠിച്ചു. ഇത് കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് ഏറ്റവും എളുപ്പം പുന്നറ്റ് സ്ക്വയർ വരയ്ക്കാനാണ്. ഇങ്ങനെ പുന്നറ്റ് സ്ക്വയർ വരയ്ക്കുക. സോ ഒരു സൈഡിൽ 4 കോളങ്ങളാണ് നമ്മൾ വരയ്ക്കേണ്ടത്. ഒരു സൈഡിൽ പേരന്റ് 1നെയും മറ്റേ സൈഡിൽ പേരന്റ് 2നെ എഴുതുക. സോ പേരന്റ് 1 ഈസ് ക്യാപിറ്റൽ ടി സ്മോൾ ടി, പേരന്റ് 2 ക്യാപിറ്റൽ ടി സ്മോൾ ടി ആണ്. ഗ്യാമേറ്റ്സ് ഉണ്ടാകുമ്പോൾ ഇങ്ങനെയാണ് ഗ്യാമേറ്റ്സ് ഉണ്ടാവുക. ഐ വിൽ ബി റൈറ്റിംഗ് ഗ്യാമേറ്റ്സ് ക്യാപിറ്റൽ ടി സ്മോൾ ടി. ഇവിടെ എഴുതുമ്പോഴും ഇങ്ങനെ എഴുതുക ക്യാപിറ്റൽ ടി സ്മോൾ ടി, ഇങ്ങനെയാണ് എഴുതുക. എന്നിട്ട് 4 കോളങ്ങളുണ്ട് നമുക്കറിയാം. 1 2 3 4 കോളം ഉണ്ടാവുക. സോ ഒന്നാമത്തെ കോളത്തിൽ ഇവരും കൂടിയാണ് കമ്പൈൻ ചെയ്യുക. സോ ദാറ്റ് വിൽ ബിക്കം ക്യാപിറ്റൽ ടി. രണ്ടാമത്തെ കോളത്തിൽ ഇതും കൂടിയാണ് കമ്പൈൻ ചെയ്യുക. സോ ദാറ്റ് ഈസ് നോൺ ആസ് ക്യാപിറ്റൽ ടി സ്മോൾ ടി. ഇനി മൂന്നാമത്തെ കോളത്തിൽ വരികയാണെങ്കിൽ ഇതും കൂടിയാണ് കമ്പൈൻ ചെയ്യുക. ദാറ്റ് വിൽ ബിക്കം ക്യാപിറ്റൽ ടി സ്മോൾ ടി. ആൻഡ് മൂന്നാമത്തെ കോളത്തിൽ ഈ സ്മോൾ ടിയും ഇവിടെയുള്ള സ്മോൾ ടി ആണ് കമ്പൈൻ ചെയ്യുക. ദാറ്റ് ഈസ് നോൺ ആസ് സ്മോൾ ടി. നമുക്ക് വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ്. സോ ഇവിടെ നോക്ക്, വാട്ട് വിൽ ബി ദ, ഇവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ കേട്ടോ. വാട്ട് വിൽ ബി ദ genotype, what will be the genotype of the column number 1? ഒന്നാമത്തെ കോളത്തിലുള്ള ആളുടെ ജീനോടൈപ്പ് എന്താണ്? ജീനോടൈപ്പ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ക്യാപിറ്റൽ ടി എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ ജീനോടൈപ്പ്, ജനറ്റിക് ടൈപ്പ്. ആൻഡ് വാട്ട് വിൽ ബി ദ ഫീനോടൈപ്പ് ഓഫ് ദ കോളം നമ്പർ 1? കോളം നമ്പർ 1ലുള്ള പ്ലാന്റിൻ്റെ ഫീനോടൈപ്പ് എന്തായിരിക്കും? 2 ക്യാപിറ്റൽ ടി ആയതുകൊണ്ട് ഇതിൻ്റെ ഫീനോടൈപ്പ് വിൽ ബി ടോൾ ആയിരിക്കും. കൺഫ്യൂഷൻസ് ഉണ്ടോ? ആലോചിച്ച് നോക്കണേ, മനസ്സിലാക്കി നോക്കണേ. ആൻഡ് വാട്ട് വിൽ ബി ദ ജീനോടൈപ്പ് ഓഫ് ദ ക്യാപിറ്റൽ ടി കോളം നമ്പർ 2? കോളം നമ്പർ 2 ജീനോടൈപ്പ് എന്തായിരിക്കും? ജീനോടൈപ്പ് എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ ടി സ്മോൾ ടി ആണ്. ഇതിൻ്റെതെന്ന് പറഞ്ഞാൽ ദിസ് വിൽ ബി ഓൾസോ ടോൾ ആയിരിക്കും. കാരണം ഈ സ്മോൾ ടീനെ ക്യാപിറ്റൽ ടി സപ്രസ് ചെയ്ത് കളയും. സോ അതുകൊണ്ട് ദാറ്റ് വിൽ ബി ഓൾസോ ടോൾ ആയിരിക്കും. ഇനി മൂന്നാമത്തെ കോളത്തിൽ എഗെയിൻ ക്യാപിറ്റൽ ടി സ്മോൾ ടി ആണ്. ഇതിനെ സപ്രസ് ചെയ്യും, സ്മോൾ ടീനെ സപ്രസ് ചെയ്യും. സോ ദിസ് വിൽ ബി ഓൾസോ ടോൾ. നാലാമത്തെ കോളത്തിലേക്ക് വരുമ്പോൾ ഇത് 2 സ്മോൾ ടി ആണ്. സോ ദിസ് വിൽ ബി ഡ്വാർഫ് ആയിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? സോ when I am considering the phenotype, I am getting 2 things. ഏതൊക്കെയാണ് 2 സാധനങ്ങൾ എനിക്ക് കിട്ടുക? I am getting 2 things. One is tall, another one is dwarf കിട്ടുന്നുണ്ടാവും. So I am getting tall കിട്ടും, I am getting dwarf കിട്ടും. എത്ര tall കിട്ടും? I am getting 3 talls. You can see 1 2 3 tall കിട്ടും. So that is 3. And I am getting dwarf, only 1 dwarf, that is this thing. So this we will be deriving a ratio from here, that is known as what? Phenotypic ratio. നോക്ക് മക്കളെ, റേഷ്യോ ഓഫ് ഏത് ക്ലോസ് ആണ്? മോണോ ഹൈബ്രിഡ് ക്രോസ്. ദാറ്റ് വിൽ ബി ഈക്വൽ ടു എന്താണ്? ടോൾ ഈസ് ടു ഡ്വാർഫ് ഈസ് ഈക്വൽ ടു 3:1. ഇതാണ് നമ്മൾ കിട്ടുക F2 ജനറേഷനിലുള്ള ഫീനോടൈപ്പിക് റേഷ്യോ. ഇനി സെയിം വേ
if I am considering the genotype, എത്ര genotype എനിക്ക് കിട്ടും? Same way if I am considering the genotype, if I am guessing the genotype, I will be getting എത്ര genotype കിട്ടും? I can get, this is ഒരു genotype ആണ്, that is equal to capital T, capital T. അടുത്ത genotype ഇതാണ്, capital T small t, capital T small t കിട്ടും. This is also capital T small t. And അടുത്ത genotype നോക്കുമ്പോൾ എനിക്ക് കിട്ടും small t small t. So this is 3 ടൈപ്പ് genotypeകൾ എനിക്ക് ഇതിനകത്ത് കിട്ടും. I am getting 3 types of genotypes. ഏതൊക്കെ genotypes നോക്ക്? capital T, capital T, capital T small t. ഇവിടെ നോക്ക് മക്കളെ, റെഡി ആണോ നോക്കണേ, കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ പറയണേ. ക്യാപിറ്റൽ ടി സ്മോൾ ടി ആൻഡ് ഇവിടെയുള്ളത് സ്മോൾ ടി ആണ് കിട്ടുക. സോ 3 ടൈപ്പ് ജീനോടൈപ്പുകളും ഇവിടെ എനിക്ക് കിട്ടുന്നുണ്ടാവും. സോ വാട്ട് വിൽ ബി ദ നമ്പർ ഇഫ് ഐ ആം ടേക്കിംഗ് ദ ജീനോടൈപ്പിക് റേഷ്യോ? ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ജീനോടൈപ്പിക് റേഷ്യോ ഞാൻ എടുക്കുകയാണെങ്കിൽ ഐ വിൽ ബി ഗെറ്റിംഗ്, എന്താ എനിക്ക് കിട്ടാന്ന് ആലോചിച്ച് നോക്കി. വാട്ട് ഐ വിൽ ബി ഗെറ്റിംഗ് capital T is to capital T small t is to small t is equal to എത്ര capital T ഉണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും? ഒരെണ്ണം. സോ ദാറ്റ് ഈസ് 1. ആൻഡ് സ്മോൾ ടി എത്ര എണ്ണം ഉണ്ട്? യു ക്യാൻ സി 1 ഇത് 2 ഇത് ഈസ് ടു 2. ആൻഡ് എത്ര സ്മോൾ ടി ഉണ്ട്? ഒരെണ്ണം കിട്ടും. ദാറ്റ് വിൽ ബി ഈക്വൽ ടു 1:2:1. ഇത് മോണോ ഹൈബ്രിഡ് ക്രോസിൻ്റെ ഡിഫറെൻ്റ് ആയിട്ടുള്ള റേഷ്യോസ് ആണ്, ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ദാറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഫീനോടൈപ്പിക് റേഷ്യോ, ഫിസിക്കൽ റേഷ്യോ എന്ന് പറഞ്ഞാൽ ടോൾ ഈസ് ടു ഡോർഫ് ഈസ് ഈക്വൽ ടു 3:1 എന്നാണ്. ആൻഡ് ജനറ്റിക് റേഷ്യോ എന്ന് പറഞ്ഞാൽ capital T is to capital T small t is to small t is equal to 1:2:1 ആണ്. Is that clear? Any confusion? ഞാൻ തുടക്കത്തിലൊരു കാര്യം നിങ്ങളുടെ അടുത്ത് പറഞ്ഞിരുന്നു. ഇന്ന് ലൈവ് സെഷൻ തുടങ്ങുന്ന സമയത്ത് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു. വെനെവർ ഐ എം ടോക്കിംഗ് ഇൻ ടേംസ് ഓഫ് മാത്തമാറ്റിക്സ്, ഞാൻ ഈസ്റ്റു ഒക്കെ ഉപയോഗിക്കുന്ന സമയത്ത് ആളുടെ എണ്ണം കുറയുന്നു. ഒന്ന് ലൈവിൻ്റെ വ്യൂവിലേക്ക് നോക്കിയാൽ മതി, യു വിൽ ബി അണ്ടർസ്റ്റാൻഡിങ്. ഇങ്ങനെ പതുക്കെ കുറയും. ഇനി കുറച്ച് ഡൈഹൈബ്രിഡ് ക്ലോസിലേക്ക് എത്തുമ്പോഴത്തേക്ക് ഞാൻ ഇതിന് കുറച്ചും കൂടി ഒന്ന് കോംപ്ലിക്കേറ്റഡ് ആക്കും. ക്ഷമിക്കണേ, കാരണം എനിക്കിത് NCERT ആണെന്ന് എനിക്ക് പറഞ്ഞു തന്നേ മതിയാവുള്ളൂ. അതുകൊണ്ടാണ് ഇങ്ങനെ ഞാൻ പറയുന്നത്. കുറച്ചൊരു എന്താ പറയുക, കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തന്നെ ആണ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുക ഈ ഒരു ഭാഗത്ത്. ആൻഡ് നമുക്ക് ഇവിടെയുള്ള NCERTൻ്റെ വരികളും കൂടി നമുക്ക് ഒന്ന് നോക്കിയിട്ട് പോകാം കേട്ടോ, മുന്നോട്ട് നോക്കിയിട്ട് പോകാം. എന്തെല്ലാം കാര്യങ്ങളാണ് NCERT പറയുന്നത്, NCERTയിലുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ ഏതെല്ലാമാണെന്നുള്ള കാര്യം നോക്കാം. സോ ഭയങ്കര സ്പീഡിലാണ് ഞാൻ വായിച്ചു പോവുക. യു ക്യാൻ ജസ്റ്റ് ഫോക്കസ് ദിസ് തിങ്. സോ ഇതാണ് സാധനം. ഹാഫ് ആയി സാർ ഇല്ലേ? ചാപ്റ്റർ ഹാഫായി, ചാപ്റ്റർ തീർന്നു കേട്ടോ. ഇനി അധികം ഒന്നും പറയാനില്ലേ, വളരെ എളുപ്പമാണ്. ലെറ്റ് us take the example of one of such hybridization experiment carried out by Mendel, where closed tall and dwarf pea plants collected the seeds and produced, നമുക്കറിയാം filial 1 progeny എന്ന് പറയുന്ന കാര്യമുണ്ട് of F1. Mendel observed that all the F1 progeny plants were tall. നമുക്കറിയാം like one of his parents, none of them were dwarf. നമുക്കറിയാം he made similar observation to other pairs. He found that the F1 always resembled either one of the parent. F1 എപ്പോഴും ഒരു പേരൻറ്റിനെ പോലെ തന്നെയായിരുന്നത്. ആ പേരൻറ്റിനെ അദ്ദേഹം എന്ത് വിളിച്ചു? ഡോമിനൻ്റ് എന്ന് വിളിച്ചു. ആൻഡ് ദാറ്റ് ട്രൈറ്റ് ഓഫ് ദ അതർ പാരന്റ് നോട്ട് സീൻ ഇൻ ദം. അതുകൊണ്ട് അതിനെ അദ്ദേഹം ഡോമിനൻ്റ് എന്ന് വിളിച്ചു. എപ്പോഴും F1 ഉണ്ടാകുന്നത് ഒരു പേരൻറ്റ് മാത്രമായിരിക്കും എന്നുള്ള കാര്യം കണ്ടുപിടിച്ചു. റെഡിയാണോ? മനസ്സിലാവാനുണ്ടോ? റെഡിയാണോ എന്നുള്ള കാര്യം ആലോചിച്ച് നോക്കി. മെൻഡൽ എന്താ ചെയ്തത്? ഇതിനെ സെൽഫ് പോളിനേറ്റ് ചെയ്തു. ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. സെൽഫ് പോളിനേഷൻ ഓഫ് ദ F1 പ്ലാന്റിനെ സെൽഫ് പോളിനേഷൻ ആണ് ചെയ്തത്. പാരന്റൽ പ്ലാന്റിനെ എന്താ ചെയ്തത്? ക്രോസ് പോളിനേഷൻ ആണ് ചെയ്തത്. അതും ആർട്ടിഫിഷ്യൽ ഹൈബ്രിഡൈസേഷൻ ആണ് ചെയ്തത്. പക്ഷേ F1 പ്ലാന്റിനെ സെൽഫ് പോളിനേഷൻ ആണ് ചെയ്തത്. ഓർത്തിരിക്കുക, ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് ജനറേഷൻ ഓഫ്സ്പ്രിംഗ് വെയർ ഓഫ് ഡോർഫ് ആയിരുന്നു കണ്ടത്. ക്യാരക്ടർ ഡോർഫ് ഒരെണ്ണം കണ്ടുപിടിച്ചു. ആൻഡ് ഇൻ ദ റേഷ്യോ എങ്ങനെയായിരുന്നു? 1/4 ഓഫ് ദ F2 ആണ് ഡോർഫ് കണ്ടത്. 3/4 ഓഫ് ദ F1 ടോൾ ആയിരുന്നു ഉണ്ടായിരുന്നത്. സോ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ആൻഡ് ഇത് കഴിഞ്ഞിട്ട് സിമിലർ വേറെ ട്രൈറ്റ്സ്, അതായത് വേറെ കോമ്പിനേഷൻസ്, നമ്മൾ പഠിച്ചിട്ടുള്ള വേറെ കോമ്പിനേഷൻസും വെച്ച് അദ്ദേഹം പഠിച്ചു ഇതെല്ലാം. സോ ഓൺലി വൺ ഓഫ് ദ parental traits was expressed in the F1 generation, while at the F2 generation both the traits were expressed in the proportion of 3:1. in the proportion of the 3:1. ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ശ്രദ്ധിച്ച് മനസ്സിലാക്കണേ. The contrasting traits did not show any blending. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. did not show any blending. മക്കളെ പറ, എന്താ ബ്ലെൻഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ബ്ലെൻഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലുള്ളൊരു വിശ്വാസം കേട്ടോ. ഞാൻ നിങ്ങളുടെ അടുത്ത് ചോദിക്കാം, വളരെ കോമൺ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. നല്ല പൊക്കമുള്ള ഒരു ആണ്, പയറ് ചെടി എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവില്ലല്ലോ. ആ പെണ്ണ് ചെറിയ പൊക്കം കുറഞ്ഞ ഒരു പെണ്ണിനെ കെട്ടി, ഒരു ഡ്വാർഫായിട്ടുള്ള ഒരു പെണ്ണിനെ കെട്ടിയെന്ന് വിചാരിച്ചാൽ തിരിച്ചാലോചിച്ചാലും മതി. നല്ല പൊക്കമുള്ള ഒരു പെണ്ണ് ഒരു ചെറിയ പൊക്കം കുറഞ്ഞ ഒരു പെണ്ണിനെ കെട്ടിക്കഴിഞ്ഞാൽ ഇവർക്ക് രണ്ടുപേർക്കും കൂടി കുറച്ച് കാലം കഴിഞ്ഞാൽ കുട്ടി ഉണ്ടാവില്ലേ? അവർ നല്ല സ്നേഹത്തിലൊക്കെ ആണെങ്കിൽ കുറച്ച് കഴിഞ്ഞാൽ കുട്ടി ഉണ്ടാവും, അല്ലെങ്കിൽ രണ്ടുപേരും കൂടി ഡൈവോഴ്സ് ആവും. നമുക്കറിയുന്ന കാര്യം. സപ്പോസ് ഇവർക്ക് കുട്ടി ഉണ്ടാവും എന്ന് വിചാരിക്കുമോ? കുട്ടി ഉണ്ടാവുകയാണെങ്കിൽ കുട്ടിക്ക് എത്ര പൊക്കം ഉണ്ടാവും എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. കുട്ടിക്ക് എത്ര പൊക്കം ഉണ്ടാവും എന്നുള്ള ക്വസ്റ്റ്യൻ നമ്മുടെ നാട്ടിൽ ചോദിച്ചു കഴിഞ്ഞാൽ പറയും അച്ഛൻ്റെ അമ്മയുടെ നടുവിൽ പൊക്കം ഉണ്ടാവും. അച്ഛന് ഇത്ര പൊക്കം, അമ്മയ്ക്ക് ഇത്ര പൊക്കമാണെങ്കിൽ പറയും കുട്ടിക്ക് ഏകദേശം ഇത്ര പൊക്കം ഉണ്ടാവും കുട്ടിക്ക് എന്നുള്ള കാര്യം പറയും. ഇങ്ങനെയാണ് പറയാം.
അതായത് ഈ അച്ഛനും അമ്മയും കൂടി മിക്സ് ആയിട്ടാണ് കുട്ടി ഉണ്ടാകുന്നത്, അച്ഛൻ്റെ അമ്മയുടെയും ക്യാരക്ടേഴ്സ് എല്ലാം കൂടി മിക്സ് ആവുകയാണ് എന്നൊരു തോട്ട് ഉണ്ട് നമ്മുടെ നാട്ടിൽ. ഇങ്ങനെ മിക്സ് ആവുക എന്നുള്ള തോട്ടിനെ വിളിക്കുന്ന പേരാണ് ബ്ലെൻഡിങ് എന്ന് വിളിക്കുക. ദിസ് ഈസ് നോൺ ആസ് ബ്ലെൻഡിങ്. പക്ഷേ ആക്ച്വലി ഇങ്ങനെയാണോ ഉണ്ടാകുന്നത്? പണ്ട് കാലം മുതലേ, ഒരുപാട് കാലം, മെൻ്റലിൻ്റെ കാലം മുതലേ ഈ ഒരു തോട്ട് ഉണ്ടായിരുന്നു, ഇത് ബ്ലെൻഡ് ആവുകയാണ് ചെയ്യുക എന്നുള്ളത്. പക്ഷേ മെൻ്റലിൻ്റെ എക്സ്പെരിമെൻറ്റ് കഴിഞ്ഞപ്പോൾ എന്താ കിട്ടിയത്? ഇങ്ങനെ പൊക്കമുള്ള ഒരാണും പൊക്കം കുറഞ്ഞ ഒരു പെണ്ണും കൂടി കല്യാണം കഴിച്ച് കഴിഞ്ഞാൽ മെൻ്റൽ പഠിച്ചു ഒന്നെങ്കിൽ പൊക്കമുള്ളത് മാത്രം കിട്ടും, അല്ലെങ്കിൽ വേറെ ചില ക്യാരക്ടേഴ്സ് ആണെങ്കിൽ പൊക്കം കുറഞ്ഞത് മാത്രം കിട്ടും, ഏതെങ്കിലും ഒന്ന് മാത്രമേ കിട്ടുള്ളൂ, രണ്ടും കൂടി മിക്സ് ആവണ പരിപാടിയേ ഇല്ലാന്ന് പറഞ്ഞു. ആൻഡ് മെൻ്റലിൻ്റെ NCERT അവിടെ യൂസ് ചെയ്ത വാക്കാണ് ദെർ ഈസ് നോ ബ്ലെൻഡിങ്, ഡിഡ് നോട്ട് ഷോ എനി ബ്ലെൻഡിങ്. മനസ്സിലാവുന്നുണ്ടോ? റെഡി ആണുണ്ടോ? ക്ലിയർ ആണോ എന്ന് ആലോചിച്ച് നോക്കിയേ. കൺഫ്യൂഷൻസ് ഉണ്ടോ എന്നുള്ളതായിരുന്നു നോക്കിയേ. എനി കൺഫ്യൂഷൻ ജസ്റ്റ് പറയാട്ടോ. ലൈവ് ഇഷ്ടമുണ്ടെങ്കിൽ ലൈക്ക് ഇടാൻ മറക്കല്ലേ. കാരണം എന്താ വെച്ചാൽ നമ്മളിപ്പോൾ യൂട്യൂബല്ലേ, ലൈവ് അല്ലേ, എല്ലാവരും ലൈക്ക് ഇടാണെങ്കിലുണ്ടല്ലോ യൂട്യൂബ് നമ്മുടെ ബാക്കി ഫ്രണ്ട്സിനൊക്കെ സജസ്റ്റ് ചെയ്യും, വന്ന് കാണൂ ഇവിടെ എല്ലാവരും ലൈക്ക് ചെയ്യുന്ന ഒരു വീഡിയോ നടക്കുന്നു എന്ന് പറഞ്ഞിട്ട്. സോ ലൈക്ക് ഇടാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഓടിപ്പോയി ലൈക്ക് ഇടും കേട്ടോ. സോ ഇതാണ് സാധനം. ബേസ്ഡ് ഓൺ ദീസ് ഒബ്സർവേഷൻസ്, ഈ ഒബ്സർവേഷൻസിൻ്റെയൊക്കെ ബേസിസിൽ എന്താ മെൻ്റൽ ചെയ്തത്? മെൻ്റൽ പ്രൊപ്പോസ് ദാറ്റ് സംതിങ് വാസ് ബീയിങ് സ്റ്റേബിളി പാസ്ഡ് ഡൗൺ അൺചേഞ്ച്ഡ് ഫ്രം പാരന്റ് ടു ദ ഓഫ്സ്പ്രിങ് ത്രൂ ദ ഗാമേറ്റ്സ്. അതായത് ഗാമേറ്റ്സിൻ്റെ ഉള്ളിൽ കൂടി എന്തോ ഒരു സാധനങ്ങൾ, ഭയങ്കര സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു സാധനം, ഒരു ചേഞ്ചും ഇല്ലാതെ പേരന്റിൽ നിന്ന് ഗാമേറ്റിലേക്ക് പാസ് ചെയ്യുന്നുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? ഓവർ സക്സസീവ് ജനറേഷൻ, ഓരോ ജനറേഷനിൽ കൂടി പോകുന്നുണ്ട്. ഹി കോൾഡ് ദീസ് തിങ്സ് ആസ് ഫാക്ടേഴ്സ്. മെൻ്റൽ ഇതിനെ എന്താ വിളിച്ചത്? ഫാക്ടേഴ്സ് എന്നാണ് വിളിച്ചത്. ഇതിനെ നമ്മൾ ഇപ്പോൾ കാലത്ത് വിളിക്കുന്ന പേരാണ് ജീൻസ് എന്ന് വിളിക്കുന്നത്. മെൻ്റൽ വിളിച്ച പേര് ഫാക്ടേഴ്സ് എന്നാണ്. സംതിങ് വെരി സ്റ്റേബിൾ, മനസ്സിലാവുന്നുണ്ടോ? സംതിങ് വെരി സ്റ്റേബിൾ ഈസ് പാസ്ഡ് ഡൗൺ, അതിനാണ് നമ്മൾ എന്ത് വിളിക്കുക? സാധനം വിളിക്കുക. മനസ്സിലാവുന്നുണ്ടോ? ക്ലിയർ ആണോ നോക്കണേ. ജീൻസ് therefore are the unit of inheritance. And genes therefore are the unit of inheritance. Genes in definition are units of inheritance. They contain the information that it is required to express particular trait in an organism. അതായത് അതൊരു പർട്ടിക്കുലർ ട്രൈറ്റ് അല്ലെങ്കിൽ ഒരു ക്യാരക്ടർ എക്സ്പ്രസ് ചെയ്യാനുള്ള ഇൻഫർമേഷൻ ഉണ്ടാവുക. ജീൻസ് വിച്ച് കോഡ് ഫോർ എ പെയർ ഓഫ് കോൺട്രാസ്റ്റിംഗ് ട്രൈറ്റ്സ്, ഇതാണ് അല്ലീലിൻ്റെ കേട്ടോ. പെയർ ഓഫ് കോൺട്രാസ്റ്റിംഗ് ട്രൈറ്റ്സ് ആർ നോൺ ആസ് അല്ലീൽസ്. അതായത് അല്ലീൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജീനിൻ്റെ രണ്ട് ക്യാരക്ടേഴ്സ് ആണ്, രണ്ട് കോൺട്രാസ്റ്റ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞു ഹൈറ്റിനെ കോഡിയാണെങ്കിൽ ടോളിന് ഒരു ജീന്, ഡ്വാർഫിന് ഒരു ജീന്. ഈ രണ്ട് ജീനിനെ വിളിക്കുന്ന പേരാണ് അല്ലീൽസ് എന്ന് വിളിക്കുക. ക്ലിയർ ആണല്ലോ അല്ലേ? എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ പറയണേ. If we use alphabetical symbols of each gene, then the capital letter is used for the trait expressed at the F1 stage. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ NCERT ഉണ്ട്, അത് നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ക്യാപിറ്റൽ ലെറ്റർ ഉപയോഗിക്കുന്ന F1 ഉള്ളതിനെയാണ്. ഫോർ എക്സാമ്പിൾ, ഇൻ കേസ് ഓഫ് ദ ക്യാരക്ടർ ഹൈറ്റ്, T ഈസ് യൂസ്ഡ് ഫോർ ടോൾ ആൻഡ് സ്മോൾ t ഈസ് യൂസ്ഡ് ഫോർ ദ ഡ്വാർഫ്. ബിക്കോസ് അത് എങ്ങനെയാണ് വന്നതെന്ന് നമ്മളാരും പറഞ്ഞു. ആൻഡ് ക്യാപിറ്റൽ T ആൻഡ് സ്മോൾ t ആർ ദ അല്ലീൽസ് ഫോർ ഈച്ച് അതർ. മനസ്സിലാവുന്നുണ്ടോ? ക്ലിയർ ആണോ? ആ കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ പറയണേ. വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്, NCERT ആണ്. ഹെൻസ് ദിസ് പ്ലാന്റ്. ഇതെന്താണെന്ന് അറിയോ? നമ്മുടെയൊക്കെ ബാക്കി സാധാരണ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലൊക്കെ പഠിക്കുന്ന സമയത്ത്, ഞാനൊക്കെ പഠിച്ച സമയത്താട്ടോ പറയുന്നത് ജെനറ്റിക്സിൻ്റെ NCERT വായിക്കേണ്ട കേട്ടോ, കൺഫ്യൂഷൻ ആയി പോകുമെന്ന് പറയും. അങ്ങനെയല്ല, നമ്മൾ ജെനറ്റിക്സ് നല്ല വൃത്തിയിൽ പഠിപ്പിച്ച് തന്നിട്ട് NCERT വായിക്കുകയാണെങ്കിൽ ദാറ്റ് വിൽ ബി വെരി വെരി യൂസ്ഫുൾ, ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. പിന്നെ നമുക്ക് അടിപൊളി പടപടോന്ന് NCERT വായിക്കാൻ പറ്റും. സോ ആ ഒരു എബിലിറ്റി നമുക്ക് ഉണ്ടാവും. സോ ഡെഫിനറ്റ്ലി നിങ്ങൾ ആ ഒരു രൂപത്തിൽ തന്നെ കാര്യങ്ങൾ ഇത് ചെയ്ത് വെക്കാം. ഫോർ ഹൈറ്റ് ഓഫ് 2 വുഡ് ബി, അപ്പോൾ എന്താ പറയുക? ക്യാപിറ്റൽ T, സ്മോൾ t. മെൻ്റൽ ഓൾസോ പ്രപ്പോസ് ദാറ്റ് ഇൻ ട്രൂ ബ്രീഡിംഗ്, ഇതാ അവിടെ നോക്കേ, മെൻ്റൽ പറഞ്ഞു ട്രൂ ബ്രീഡിംഗ്. വാട്ട് ഈസ് ദ വേർഡ് മീനിങ് ഓഫ് ട്രൂ ബ്രീഡിംഗ് ഇൻ മെൻ്റൽ? ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ട്രൂ ബ്രീഡിംഗ് എന്ന് പറഞ്ഞാൽ മെൻ്റൽ പറഞ്ഞ സാധനം ദാറ്റ് ഈസ് ഹോമോസൈഗസ് എന്നാണ് അതിൻ്റെ അർത്ഥം. ഹോമോസൈഗസ് ആയിട്ടുള്ള ആൾക്കാരെയാണ് മെൻ്റൽ വിളിച്ചത് എന്ത് വിളിച്ചത്? ട്രൂ ബ്രീഡിംഗ് പ്ലാന്റ്സ് എന്ന് വിളിച്ചത്. കുറേ സ്ഥലത്ത് നിങ്ങൾ കാണും കേട്ടോ, ട്രൂ ബ്രീഡിംഗ് എന്ന് പറഞ്ഞാൽ ഹോമോസൈഗസ്. അതായത് എത്ര വട്ടം ഇവരെ ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്ത് വെക്കാലും അവർ ഒരേപോലത്തെ സാധനത്തിന് തരും. ഹെട്രോസൈഗസ് ആണെങ്കിൽ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ വേറെ ഇതിനെ തരും. അതായത് ഇപ്പോൾ ക്യാപിറ്റൽ T സ്മോൾ t ആണെന്ന് വിചാരിച്ചോ, അവരൊന്ന് സെൽഫ് പോളിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുറേ ടോളും ഒരു ഡ്വാർഫും തരും. സോ ദേ ആർ നോട്ട് ട്രൂ ബ്രീഡിംഗ്. പക്ഷേ ക്യാപിറ്റൽ T ആണെങ്കിൽ എത്ര പ്രാവശ്യം സെൽഫ് പോളിനേറ്റ് ചെയ്ത് കഴിഞ്ഞാലും ദേ വിൽ ബി ഗെറ്റിംഗ് only tall plants. That is not true breed. That is indicating എന്തിനാ വിളിക്കുന്നത്? മനസ്സിലാവുന്നുണ്ടോ? കോംബി റൂമിൻ്റെ 50ാമത്തെ ക്ലാസ് ആണ് ഇന്ന്. താങ്ക് യു സോ മച്ച് ഓർമ്മിപ്പിച്ചതിന് കേട്ടോ. സോ ഇതാണ് സാധനം, ആലോചിച്ച് നോക്കുക. ദിസ് ഈസ് ഹോമോസൈഗസ്. സോ ദിസ് ഈസ് ഇറ്റ്. അതിനാണ് നമ്മൾ വിളിക്കുക, മെൻ്റൽ വിളിച്ചത് ഹോമോസൈഗസ് എന്നാണ്. ദിസ് ഈസ് ഹോമോസൈഗസിന് മെൻ്റൽ വിളിച്ച പേര് ട്രൂ ബ്രീഡ് എന്നാണ്. സോ ക്യാപിറ്റൽ T സ്മോൾ t ആണ്. സോ ആൻഡ് ടോൾ ആൻഡ് ഡോർഫെയർ, ദാറ്റ് വാസ് ദ ജീനോടൈപ്പ് ആൻഡ് ഫീനോടൈപ്പ്. ഈ രണ്ട് വാക്കുകളും കൂടി ഓർത്ത് വെക്കുക കേട്ടോ. ആൻഡ് ഇവിടെ എന്താ പറയുക? ഇവിടെ hence it is called, he proposed that in a pair of dissimilar factors one dominates the other and hence it is called the dominant factor and while the other is called the recessive factor. നമ്മൾ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ്. It is convenient and logical to use the capital and lower case of a alphabetical symbol to remember this concept of dominance and recessiveness. Do not use capital T for dwarf and small t for dwarf. നമുക്ക് ഓൾറെഡി പഠിച്ച കാര്യങ്ങളാണ്. ഇൻഷാട്ടി നിങ്ങൾക്ക് വേണ്ടി എക്സ്പ്ലെയിൻ ചെയ്ത് തരാണ്. Alleles can be similar as in the case of homozygous capital T or it can be dissimilar in the case of heterozygous as capital T small t. നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് നിങ്ങൾക്ക് എക്സസൈസ് ആയിട്ട് ടെക്നിക്കലായിട്ട് തന്നിട്ടുണ്ടായിരുന്നു. സോ ഈ കാര്യങ്ങൾ നല്ല വൃത്തിയായിട്ട് നോക്കി വയ്ക്കുക. വെരി വെരി ഇമ്പോർട്ടൻറ്റ് സാധനങ്ങളാണ്.
look, that capital T small t plant is heterozygous for genes controlling for one character height, and it is a monohybrid cross, and the cross between capital T and small t is called monohybrid cross. നമുക്ക് ഓൾറെഡി അറിയുന്ന കാര്യമാണ്. ഒരൊറ്റ ക്യാരക്ടറിനെ കൺസിഡർ ചെയ്തതുകൊണ്ടാണ് നമ്മൾ അതിനെന്ത് വിളിച്ചത്, മോണോഹൈബ്രിഡ് ക്രോസ് എന്ന് വിളിച്ചത്. ആൻഡ് ഫ്രം ദ ഒബ്സർവേഷൻ ദാറ്റ് ദ റെസസീവ് പാരന്റൽ ട്രൈറ്റ് ഈസ് എക്സ്പ്രസ്ഡ്, ഇതാണ് രണ്ടാമത്തെ ഒബ്സർവേഷൻ കേട്ടോ. സോ മെൻഡലിൻ്റെ ഒബ്സർവേഷൻസിനെ പറ്റി പറയുകയാണ്. സോ അവിടെ വരെയുള്ള പാരഗ്രാഫുകൾ ക്ലിയർ ആണെന്ന് വിചാരിക്കുകയാണ്. മെൻഡൽ ഇതാ ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. സോ മെൻഡൽ പറഞ്ഞിട്ടുള്ള ഒബ്സർവേഷൻസ് ഞാൻ പറഞ്ഞു 3 ഒബ്സർവേഷൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇസ് ദാറ്റ് ക്ലിയർ മക്കളെ? റെഡിയാണോ? കോംബി റൂം മാത്രം വെച്ചിട്ട് നീറ്റ് കിട്ടും. ഇതേ ഞാനൊരു കാര്യം പറഞ്ഞുതരേ, ഭയങ്കര സിമ്പിളാണ്, എന്നെ ഡിസ്ട്രാക്ട് ചെയ്യരുത്. കാരണം ഒരു ഡിസ്ട്രാക്ഷൻ വന്ന് നമ്മൾ അതിന് ആൻസർ പറഞ്ഞു പോയി കഴിഞ്ഞാൽ നമ്മൾ ചാപ്റ്ററിൽ നിന്ന് ഒരുപാട് നീങ്ങിപ്പോകും. അതുകൊണ്ടാണ് കോംബി റൂം മാത്രം വെച്ചിട്ട് നീറ്റ് കിട്ടും. പക്ഷേ നിങ്ങൾക്കൊരു എക്സാം സീരീസ് ഭയങ്കര നെസസറി ആണ്, ആൻഡ് ഒരു ഗൈഡൻസ് ഭയങ്കര നെസസറി ആണ്. ആൻഡ് നമ്മളത് ഡോപ്പയുടെ ക്യാപ്സ്യൂൾ 2.0 അടിപൊളിയായിട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. സോ നിങ്ങളത് എടുത്തോ. ഇനിയിപ്പോൾ ഞാൻ പറയുകയാണ് നിങ്ങൾക്ക് ക്യാപ്സ്യൂൾ 2.0 അഫോർഡ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഇതുപോലത്തെ ലൈവ് സെഷൻ കണ്ടാൽ നമ്മൾ മിക്കവാറും ലൈവ് സെഷനിലും പ്രോഗ്രാംസിലൊക്കെ ഗീവ് അവേ പ്രോഗ്രാംസ് വെക്കുന്നുണ്ടാവും. നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നെ തരാം. ഇല്ലെങ്കിൽ നിങ്ങൾ നമ്മുടെ ഓഫീസ് നമ്പറിലേക്ക് ഡയറക്റ്റ്ലി കോൺടാക്ട് ചെയ്തു എന്നിട്ട് പറയാം എൻ്റെ കയ്യിൽ പൈസ ഒന്നുമില്ല, എനിക്കൊരു ക്യാപ്സ്യൂൾ തരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരുപാട് കുട്ടികൾക്ക് അങ്ങനെ കൊടുക്കുന്നുണ്ട്. സോ ഡെഫിനറ്റ്ലി വിളിച്ചോ, ഒരു കുഴപ്പമില്ല. സോ ഇതാണ് സാധനം. ആൻഡ് ഇതിനകത്ത് നമ്മുടെ ഈ ഒരു മെൻഡലിൻ്റെ ഒബ്സർവേഷനിൽ ഉണ്ടായിരുന്ന ഒരു സാധനമാണ് മൂന്നാമത്തെ ഒബ്സർവേഷൻ, അല്ലെങ്കിൽ മൂന്നാമത്തെ ഒബ്സർവേഷൻ കഴിഞ്ഞിട്ട് 4ാമത്തെ ഒബ്സർവേഷൻ മെൻഡൽ മേക്ക് ചെയ്ത് എന്തായിരുന്നു വെച്ചാൽ നമ്മുടെ F2 ജനറേഷനിൽ ആര് വരുന്നുണ്ട്, റെസസീവ് പ്ലാന്റ് വരുന്നുണ്ട്. സോ ഇത് വെച്ചിട്ട് മെൻഡൽ ഒരു സാധനം അങ്ങ് തള്ളി വെച്ചു. എന്താ തള്ളിയെന്നറിയോ? മെൻഡൽ പറഞ്ഞതെന്ന് വെച്ചാൽ ഈ ഫാക്ടേഴ്സ് ഒക്കേഴ്സ് ഇൻ പെയർ എന്നുള്ള കാര്യം പറഞ്ഞില്ലേ, ഈ ഫാക്ടേഴ്സ് ഗ്യാമേറ്റ് ഫോം ചെയ്യുന്ന സമയത്ത് നമ്മൾ അറിയുന്ന കാര്യം കേട്ടോ, ഗ്യാമേറ്റ് ഫോർമേഷൻ്റെ സമയത്ത് ദാറ്റ് വിൽ സെപ്പറേറ്റ് എന്നുള്ള കാര്യം പഠിച്ചു. അതായത് നമ്മൾ പറഞ്ഞു ഇവിടെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ഉണ്ട്. ഇപ്പോൾ ക്യാപിറ്റൽ ടി ഉണ്ട്. ഇത് അറ്റ് ദ ടൈം ഓഫ് ഗ്യാമേറ്റ് ഫോർമേഷൻ, ഗ്യാമേറ്റ് ഫോം ചെയ്യുന്ന സമയത്ത് ഈ ക്യാപിറ്റൽ ടി ഇതാ ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് ഒരു ക്യാപിറ്റൽ ടി ഒരു ഗ്യാമേറ്റിലേക്കും മറ്റേ ക്യാപിറ്റൽ ടി അടുത്ത ഗ്യാമേറ്റിലേക്കും പോകും എന്ന് പറഞ്ഞു. ദിസ് വിൽ സെപ്പറേറ്റ്. അതുപോലെ ഇത് സ്മോൾ ടി ആണെങ്കിൽ അറ്റ് ദ ടൈം ഓഫ് ഗ്യാമേറ്റ് ഫോർമേഷൻ GF എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗേൾ ഫ്രണ്ട് നല്ല കേട്ടോ. സോ ദിസ് ഇസ് രണ്ടായിട്ട് സെപ്പറേറ്റ് ചെയ്യും. സോ ദിസ് സ്മോൾ ടി വിൽ ബി ഗോയിങ് ടു 1 ആൻഡ് അടുത്തത് വിൽ ബി ഗോയിങ് ടു ദിസ് 1. സോ ഇങ്ങനെ സെപ്പറേറ്റഡ് ആയി പോകുന്നുള്ളതാണ് പറയുക. ക്ലിയർ ആണോ? റെഡിയാണോ മക്കളെ? റെഡിയാണോ എന്ന് ആലോചിച്ച് നോക്കി. സോ ദിസ് ഈസ് വാട്ട് പറഞ്ഞ മക്കളെ, റെഡിയാണോ എന്ന് ആലോചിച്ച് നോക്കി. സോ ദിസ് ഈസ് വാട്ട് ഈസ് ഒക്കറിങ് ദർ. ക്ലിയർ ആണോ? റെഡിയാണോ? മനസ്സിലാവുന്നുണ്ടോ? ഈസ് ദാറ്റ് ക്ലിയർ? സോ ഇങ്ങനെ സെപ്പറേറ്റ് ആവും. സോ ഇവിടെ ഒരു വാക്കുണ്ട്. സോ ദാറ്റ് ഈസ് നോൺ ആസ് വാട്ട്? സെപ്പറേഷൻ. സെപ്പറേഷന് ഇംഗ്ലീഷിൽ കുറച്ചുകൂടി മനോഹരമായ ഒരു വാക്കുണ്ട്. ദാറ്റ് ഈസ് നോൺ ആസ് സെഗ്രിഗേഷൻ. എന്താ വിളിക്കുന്ന വാക്ക്? സെഗ്രിഗേഷൻ. സെഗ്രിഗേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈക്വൽ ടു സെപ്പറേഷൻ ആണ്. ഒരു സംശയവുമാണ് കേട്ടോ. വാട്ട് യു മീൻ ബൈ സെഗ്രിഗേഷൻ എന്ന് വെച്ചാൽ സെപ്പറേഷൻ ആണ്. സോ മെൻഡൽ പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ മെൻഡലിൻ്റെ പ്രഡിക്ഷൻസ് ആട്ടോ ഇത്. കാരണം ഫാക്ടേഴ്സ് ഒക്കേഴ്സ് ഇൻ പെയർ ആണ്. പക്ഷെ നമ്മൾ ഗ്യാമേറ്റ് ഫോം ചെയ്യുന്ന സമയത്ത് ഈ പെയർ സെപ്പറേറ്റ് ആയിട്ട് ഒരു ഫാക്ടർ ഒരു ഗ്യാമേറ്റിലേക്കും മറ്റേ ഫാക്ടർ മറ്റേ ഗ്യാമേറ്റിലേക്കും കൂടി പോകും എന്നുള്ള കാര്യം പറഞ്ഞു. സോ മെൻഡൽ ഇതിനെ നമ്മുടെ മെൻഡലിൻ്റെ 2ാമത്തെ ലോ ആയിട്ടാണ് പ്രപ്പോസ് ചെയ്തത്. ലോ ഓഫ് സെഗ്രിഗേഷൻ. ലോ ഓഫ് വാട്ട്? സെഗ്രിഗേഷൻ എന്നാണ് മെൻഡൽ അതിനെ വിളിച്ചത്. ഈസ് ദാറ്റ് ക്ലിയർ മക്കളെ? റെഡിയാണോ എന്ന് ആലോചിച്ച് നോക്കി. എനി കൺഫ്യൂഷൻ ആലോചിച്ച് നോക്ക്. സോ മെൻഡൽ ഇവിടെ പറയാൻ പോകുന്ന കാര്യം സെഗ്രിഗേഷനെ പറ്റിയിട്ടാണ് പറയുന്നത്. മെൻഡൽ എന്ത് പറഞ്ഞു? ഫ്രം ദാറ്റ് ഒബ്സർവേഷൻസ് that the recessive parental trait, recessive ആയിട്ടുള്ള parental trait is expressed without any blending. ഞാൻ പറഞ്ഞു ബ്ലെൻഡിങ് എന്ന് പറഞ്ഞാൽ മിക്സ് ആവുന്നതിനാണ് പറയുക. പൊക്കമുള്ളതും പൊക്കം കുറഞ്ഞതും കൂടി കുട്ടി ഉണ്ടാക്കുമ്പോൾ നടുവിൽ പൊക്കമുള്ളൊരു സാധനം ഉണ്ടാകുന്നതിനാണ് ബ്ലെൻഡിങ് എന്ന് പറയുക. വിത്തൗട്ട് എനി ബ്ലെൻഡിങ് ഇല്ലാതെ F2 ജനറേഷൻ ഉണ്ടായതുകൊണ്ട് വി ഇൻഫർ ദാറ്റ് നമ്മൾ മനസ്സിലാക്കുന്നു when the tall and the dwarf plant produce gametes. By the process of meiosis, the alleles of the parental pair separate or segregate from each other and only one allele is transmitted to a gamete. ഭയങ്കര സിമ്പിളാണ്. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം എന്താണ്? ഈ ഗാമേറ്റ് ഫോർമേഷൻ്റെ സമയത്ത് 2 അല്ലീൽസും സെഗ്രിഗേറ്റ് ചെയ്യും, ഓർ ഇറ്റ് വിൽ സെപ്പറേറ്റ്. ആൻഡ് ഒരെണ്ണം എങ്ങോട്ടേക്ക് പോകും? ഓരോ ഗാമേറ്റിലേക്ക് പോകുന്നുള്ള കാര്യമാണ് പറയുക. ദിസ് സെഗ്രിഗേഷൻ ഓഫ് അല്ലീൽസ് ഈസ് എ റാൻഡം പ്രോസസ്. സാധാരണയാണ് പോവുക. സോ ദാറ്റ് ദർ ഇസ് എ 50% ചാൻസ് ഓഫ് എ ഗാമേറ്റ് കണ്ടെയ്നിങ് എയ്തർ അല്ലീൽ ഹാസ് ബീൻ വെരിഫൈഡ് ആൻഡ് അടുത്ത കുട്ടിയിലേക്ക് പോകുന്നുള്ളവർ. കാരണം 2 അല്ലീലുണ്ടെങ്കിൽ ഒരു കുട്ടിയിലേക്ക് പോകുന്നത് 50% ചാൻസിലായിരിക്കും പോകുക എന്നുള്ളവരാണ്. സോ ഇതാണ് സാധനങ്ങൾ. ടി പ്ലാന്റ്സ്. ഇത് അതിൻ്റെ എക്സ്പ്ലനേഷൻസ് ആട്ടോ പറയുന്നത്. സോ ദ പ്ലാന്റ്സ് ആർ ഹെട്രോസൈഗസ്. ഈ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പുന്നറ്റ് സ്ക്വയറിൻ്റെ കാര്യം പറഞ്ഞു. റെജിനാൾഡ് സി പുന്നറ്റാണ് കണ്ടുപിടിച്ചത്. സോ ഇത് ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനാണ്. ഇതൊരു ഒരു വർഷത്തെ ക്വസ്റ്റ്യൻ ആയിരുന്നു. റെജിനാൾഡ് സി പുന്നറ്റ് എന്നുള്ളത് ഒരു വർഷത്തെ ക്വസ്റ്റ്യൻ ആയിരുന്നു. ഭയങ്കര സിമ്പിളാണ്. ജസ്റ്റ് മുന്നോട്ട് പോകട്ടോ.
2 sides അതെങ്ങനെ വരയ്ക്കുക എന്നുള്ളതാണ് ബോക്സസ് ഒക്കെ ആയിട്ട് വരയ്ക്കും നമ്മൾ പഠിച്ചു. പുന്നറ്റ് സ്ക്വയർ ഷോസ് ദാറ്റ് പാരന്റൽ ട്രൈറ്റ് ക്യാപിറ്റൽ ടി മെയിൽ ആൻഡ് ഇത് വരച്ച് കഴിഞ്ഞാൽ നമുക്ക് വിൽ ബി ഗെറ്റിംഗ് F1 വിൽ ബി ഗിവിംഗ് T1 ക്യാപിറ്റൽ ടി സ്മോൾ ടി നമ്മൾ വരച്ച് കണ്ടുപിടിച്ച കാര്യമാണ്. ദ F1 പ്ലാന്റ്സ് ഓഫ് ജീനോടൈപ്പ് ക്യാപിറ്റൽ ടി സ്മോൾ ടി ആർ സെൽഫ് പോളിനേറ്റഡ്. ദ സിംബൽസ് ഈ കുരിശും ഈ കുന്തവും എന്താണെന്ന് എല്ലാവരും അറിയാലോ അല്ലേ? കുരിശ് ആരാണ്, കുന്തം ഉള്ളത് ആർക്കാണെന്ന് ഓർത്തിരുന്നാൽ മതി. സോ ഡിനോട്ട് ദ ഫീമെയിൽ എഗ്സ് ആൻഡ് മെയിൽ പോളൻ ഓഫ് F1 ജനറേഷൻ റെസ്പെക്റ്റീവ്ലി. അതായത് നമ്മുടെ ഇതിനകത്തുള്ള സാധനമാണ്, കൃത്യമായിട്ട് നോക്കാം. The genotype capital T small t when self pollinated produces gametes of the genotype T and T. ഇതാണ് gametes ഉണ്ടാവുക of equal proportion when the fertilization. ഞാനൊന്ന് മങ്ങിപ്പോയത് ഞാൻ നോട്ടീസ് ചെയ്യുന്നുണ്ട്, പക്ഷേ ഞാൻ വലിയ ഫയൽ ആയതുകൊണ്ട് ലോഡ് ചെയ്യാനുള്ള താമസമാണ് കേട്ടോ. സോ വെൻ ഫെർട്ടിലൈസേഷൻ ടേക്ക് പ്ലേസ് ദ പോളൻ ഗ്രെയിൻസ് ഓഫ് ജീനോടൈപ്പ് ക്യാപിറ്റൽ ടി ഹാവ് 50% ചാൻസ് ഓഫ് പോളിനേറ്റ് ദ എഗ് ഓഫ് ക്യാപിറ്റൽ ടി. നമുക്ക് അറിയുന്ന കാര്യമാണ്. സോ ഫൈനലി കിട്ടുന്ന സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് കിട്ടുക എന്നുള്ള കാര്യം പറഞ്ഞു. ആൻഡ് ഹിയർ നമുക്ക് കിട്ടുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഫ്രം ദ പുന്നറ്റ് സ്ക്വയർ ഇറ്റ് ഈസിലി സീൻ ദാറ്റ് കുറച്ചൊരു മാത്തമാറ്റിക്സ് ആണ്, ഭയങ്കര സിമ്പിളായിട്ട്, വളരെ സിമ്പിളായിട്ട് ഞാൻ എക്സ്പ്രസ് ചെയ്തിട്ട് നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഞാൻ പറഞ്ഞുതരാം. സോ ഇവരിവിടെ പറയുന്നതെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു കേട്ടോ ഈ ഒരു പാരഗ്രാഫിൻ്റെ എക്സ്പ്ലനേഷൻസ് ആണ് ഞാൻ പറയുന്നത്. നമ്മുടെ ഇവിടെ ഒരു മാത്തമാറ്റിക്കൽ ഇക്വേഷനൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. സോ ആ ഇക്വേഷനൊക്കെയുള്ള ആ ഒരു പാരഗ്രാഫ് നമ്മളൊന്ന് സിമ്പിളായിട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. വളരെ സിമ്പിളാണ്, ഒട്ടും കോംപ്ലിക്കേറ്റഡ് ആയിട്ട് വിചാരിക്കേണ്ട. സോ ഇവിടെയുള്ള ഈ ഒരു എക്സ്പ്ലനേഷൻ ഉണ്ട്, ഈ എക്സ്പ്ലനേഷൻ, ഈ മാത്തമാറ്റിക്കൽ എക്സ്പ്ലനേഷൻ അതിനെയാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. സോ നോക്കിക്കോട്ടോ, കൺകറൻറ്റ് വ്യൂവേഴ്സ് ഇപ്പോൾ 93 ഞാനിവിടെ പറയാൻ തുടങ്ങാൻ നേരത്ത്. സോ ഇനി എത്ര കുറയുന്നുള്ള കാര്യം നമുക്ക് കാണാം. സോ ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്കറിയാൻ പറ്റും, ഒരു നമ്മുടെ F2 ക്രോസ് അല്ലെങ്കിൽ F2 ജനറേഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് F1 പ്ലാന്റ് വാസ് ക്യാപിറ്റൽ ടി ആൻഡ് സ്മോൾ ടി. എല്ലാവർക്കും അറിയാലോ അല്ലേ? F1 പ്ലാന്റ് എന്താണ്? ക്യാപിറ്റൽ ടി സ്മോൾ ടി ആണ്. അടുത്ത F1 പ്ലാന്റ് എന്താണ്? ഇത് ക്യാപിറ്റൽ ടി സ്മോൾ ടി ആണ്. സോ ഇതിൻ്റെ ഗാമേറ്റ്സ് ഉണ്ടാകുമ്പോൾ എങ്ങനെ ഉണ്ടാവും? ദിസ് വിൽ ബി ഫോമിങ് എ ക്യാപിറ്റൽ ടി ഗാമേറ്റ് ആൻഡ് എ സ്മോൾ ടി ഗാമേറ്റ്. ഇങ്ങനെയല്ല ഉണ്ടാവുക ആണ്. ഇവിടെ നിന്ന് ഒരു ഗാമേറ്റ് ഉണ്ടാകുമ്പോൾ എന്താ ഉണ്ടാവുക? ഇവിടെ നിന്ന് ഒരു ഗാമേറ്റ് ഉണ്ടാകുമ്പോൾ ഇതൊരു ക്യാപിറ്റൽ ടി ഗാമേറ്റ്, ഒരു സ്മോൾ ടി ഗാമേറ്റ് ഉണ്ടാവും. സോ ഇവർ തമ്മിൽ മിക്സ് ആവുന്നതിൻ്റെ പ്രോബബിലിറ്റി എങ്ങനെയാണ് പ്രോബബിലിറ്റി കണക്കൂട്ടാണ് ചെയ്യുക. അപ്പോൾ നമുക്കറിയാം ഒരു സാധനത്തിൻ്റെ ഉള്ളിൽ നിന്ന് 2 ഗാമേറ്റ്സ് ആണ് ഉണ്ടാവുക. ഒരു ഗാമേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ക്യാപിറ്റൽ ടി ആണ്, മറ്റേ ഗാമേറ്റ് എന്ന് പറഞ്ഞാൽ സ്മോൾ ടി ആണ്. സോ ഈ ഗാമേറ്റിന് ഹാഫ് ദ ചാൻസ് ഉണ്ട്, ഈ ഗാമേറ്റിനും ഹാഫ് ദ ചാൻസ് ഉണ്ട്. ഭയങ്കര എളുപ്പമാണ്. 2 ചാൻസ് ഉണ്ടെങ്കിൽ അതിനകത്ത് എത്ര പോസിബിലിറ്റീസ് ഉണ്ടെന്നുള്ളതാണ്. ദിസ് ഈസ് സിംപിളി അബൌട്ട് പ്രോബബിലിറ്റി. അങ്ങനെയാണെങ്കിൽ നമ്മൾ മെൻ്റലിന് കിട്ടിയ റിസൾട്ട് മെൻ്റൽ ഇൻ്റർപ്രറ്റ് ചെയ്തത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഞാൻ പുന്നറ്റ് സ്ക്വയർ ഒക്കെ ഈ റെജിനാൽ സി പുന്നറ്റ് എന്ന് പറഞ്ഞ ആൾ, അദ്ദേഹം വന്നത് കുറേ കാലത്തിന് ശേഷമാണ് കേട്ടോ, ഒരുപാട് നാളിന് ശേഷമാണ് റെജിനാൽ സി പുന്നറ്റ് വന്നത്. അദ്ദേഹം ഒരു മോഡേൺ സയൻറ്റിസ്റ്റ് ആയിരുന്നു. അദ്ദേഹം വന്നപ്പോഴാണ് നമ്മൾ സ്ക്വയർ വരയ്ക്കുന്നത്. മെൻ്റൽ എന്താ കാട്ടിക്കൂട്ടിയെന്ന് വെച്ചാൽ, മെൻ്റൽ ഈ കിട്ടിയ സാധനത്തിനെ ഞാനിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യുന്ന രൂപത്തിൽ എഴുതുക. മെൻ്റൽ പറഞ്ഞു 1/2 ചാൻസ് ഓഫ് ക്യാപിറ്റൽ ടി ഉണ്ട്, ഓക്കെ, അതുപോലെ 1/2 ചാൻസ് ഓഫ് സ്മോൾ ടി ഉണ്ട്. ഇതുപോലത്തെ 2 പ്ലാന്റിനെയാണ് ഇവർ ക്രോസ് ചെയ്തതെന്ന് പറഞ്ഞു. സോ ഹീ ഈസ് ക്രോസിങ് ലൈക്ക് 1/2 ചാൻസ് ഓഫ് ക്യാപിറ്റൽ ടി പ്ലസ് പറഞ്ഞ നോക്കളെ 1/2 ചാൻസ് ഓഫ് സ്മോൾ ടി. ഇങ്ങനെയാണ് മെൻ്റൽ പറഞ്ഞത്. സോ ഇവിടെ നോക്കിയേ, നോക്കുമ്പോൾ 1/2 + 1/2 ഇതെങ്ങനെ എടുക്കാമെന്ന് വെച്ചാൽ ഇതിൻ്റെ സ്ക്വയർ ആയിട്ട് വരില്ലേ? നോക്ക്, 1/2 ക്യാപിറ്റൽ ടി പ്ലസ് 1/2 സ്മോൾ ടി ദ ഹോൾ സ്ക്വയർ എന്നാണ് ഇതിൻ്റെ ഉത്തരം കിട്ടുക. ആണോ അല്ലയോ എന്ന് ആലോചിച്ച് നോക്കി. യെസ് ഓർ നോ? സോ ദിസ് വിൽ ബി ലൈക്ക് A + B ദ ഹോൾ സ്ക്വയർ, A + B ദ ഹോൾ സ്ക്വയർ എന്നുള്ള ഇക്വേഷൻ പോലെ തരും. സോ ഇതിൻ്റെ ആൻസർ എന്ന് പറഞ്ഞാൽ എയുടെ സ്ക്വയർ, സോ A സ്ക്വയർ പ്ലസ് എല്ലാം എന്ന് പറഞ്ഞാൽ പല തിലകം പറഞ്ഞ സാധനം അല്ലേ, അതാണ് വാട്ട് ഈസ് ആൻഡ് ഇതിന് കിട്ടുന്ന പ്ലസ് 2AB പ്ലസ് പിന്നെ എന്താ കിട്ടുക എന്ന് ആലോചിച്ച് നോക്കി, പിന്നെ പ്ലസ് B സ്ക്വയർ, ഇതാണ് കിട്ടുക ഇതിനകത്ത്. സോ ഇതിൻ്റെ ഇക്വേഷൻ വരുമ്പോൾ എങ്ങനെ കിട്ടുക? 1/2 ടി പിന്നെ 1/2 സ്മോൾ ടി ഹോൾ സ്ക്വയർ, അതാണ് കിട്ടുക. സോ ഫസ്റ്റത്തെ ടേം എന്ന് പറഞ്ഞാൽ 1/2 ടീൻ്റെ ഹോൾ സ്ക്വയർ ആണ്. സോ ആലോചിച്ച് നോക്ക്, 1/2 ടി ക്യാപിറ്റൽ ടി ദ ഹോൾ സ്ക്വയർ പ്ലസ് 2 × 1/2 ടി × 1/2 സ്മോൾ ടി, ക്ലിയർ ആണോ എന്ന് ആലോചിച്ച് നോക്കണേ, പ്ലസ് 1/2 സ്മോൾ ടീൻ്റെ ഹോൾ സ്ക്വയർ. സോ എന്താ കിട്ടാന്ന് ആലോചിച്ച് നോക്കിയാൽ മക്കളെ, റെഡി ആണോ എന്ന് ആലോചിച്ച് കേട്ടോ. ആൾക്കാരുടെ എണ്ണം കുറയുന്നില്ലേ? റെഡി ആൾക്കാരുടെ എണ്ണം കുറയുന്നുണ്ട്. സോ ഇതാണ് സംഭവം. സോ ഇത് നോക്കിക്കോ, ഇത് സോൾവ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ എന്താ മക്കളെ കിട്ടുക? അയ്യോ, ഇത് കണ്ടിട്ട് ഞെട്ടി പോലെ. ഭയങ്കര സിമ്പിളാണ്. 1/4 ടി സ്ക്വയറിനെ ഞാൻ ടി നിട്ടു പ്ലസ് 2 × 1/2. ഞാനിതിങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഐ വിൽ ബി ഗെറ്റിംഗ് 1/2 പറഞ്ഞ മക്കളെ 1/2 ക്യാപിറ്റൽ ടി ഈ ടി × ടി ദാറ്റ് ഈസ് സ്മോൾ ടി. അടുത്ത് കിട്ടുമ്പം ഇതിൻ്റെ 1/4 പിന്നെ നോക്ക് 1/4 സ്മോൾ ടി കിട്ടി. സോ ഇവിടെ നോക്ക്, മെൻ്റൽ പറഞ്ഞതാണ് ക്യാപിറ്റൽ ടി ഉള്ള ആൾക്കാർ 1/4 ആയിരിക്കും ഉണ്ടാവുക, ആൻഡ് സ്മോൾ ടി ഉള്ള ആൾക്കാർ 1/4 ആയിരിക്കും ഉണ്ടാവുക, ആൻഡ് ക്യാപിറ്റൽ ടി സ്മോൾ ടി ഉള്ള ആൾക്കാർ 1/2 ഉണ്ടാവും. സോ ഇതിൻ്റെ പ്രോബബിലിറ്റി എടുത്ത് കഴിയുമ്പോൾ ഹി വിൽ ബി ടേക്കിംഗ് ലൈക്ക് ക്യാപിറ്റൽ ടി ഈസ് ടു ക്യാപിറ്റൽ ടി ഈസ് ടു സ്മോൾ ടി ഈസ് ഈക്വൽ ടു ഇവിടെ നോക്ക് 1:2 ഇവിടെ 2:1 കിട്ടും അല്ലേ. ദാറ്റ് ഈസ് ഈക്വൽ ടു 1/4 ഈസ് ടു 1/2 ഈസ് ടു 1/4 എന്നാണ്. ഇതിനെ
ഞാൻ ഒന്ന് 1ൻ്റെ ടേമിലേക്ക് ആക്കി കഴിഞ്ഞാൽ ഐ വിൽ ബി ഗെറ്റിംഗ് 1:2:1 കിട്ടും. സോ ഇതിങ്ങനെ എന്താ പറയുക, മെൻ്റൽ കുറച്ചൊരു കോംപ്ലിക്കേറ്റഡ് ആയിട്ട് മെൻ്റൽ എക്സ്പ്ലെയിൻ ചെയ്ത കഥയാണ് നമ്മുടെ NCERT ഇവിടെ എഴുതി വെച്ചേക്കുന്നത്. അതുകൊണ്ട് എനിക്ക് ഉറപ്പുണ്ട് ഈ ഒരു ഭാഗം ആരും വായിച്ചു നോക്കില്ല. എനിക്ക് ഉറപ്പാണ് ഈ ഒരു ഭാഗം ഒരുത്തരും വായിച്ചു നോക്കിയിട്ടുണ്ടാവില്ല. കാരണം അത് വായിച്ചു നോക്കുമ്പോൾ കുറേ ഇക്വേഷനും മുലക്കയുടെ മൂടും തേങ്ങയൊക്കെ ഉണ്ട്. സോ ഇത് ഭയങ്കര വ്യൂവേഴ്സിനെണ്ണം കുറഞ്ഞില്ല, ഡെഫിനറ്റ്ലി കുറഞ്ഞു. സോ ദിസ് ഈസ് വാട്ട്. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? ആർക്കും ഒരാൾ എന്തോ ഒരു വലിയ കമൻറ്റ് ഇട്ടിട്ട് കമൻറ്റ് അങ്ങോട്ട് പൊങ്ങിപ്പോയി. ഞാൻ താത്തി നോക്കട്ടെ എന്താ കമൻറ്റ് എന്ന് കേട്ടോ. സോ എന്താ പറയുക, സാറിൻ്റെ ക്ലാസ് ബോർ അടിക്കാറില്ല, ടഫാണെങ്കിലും എന്നെ പൊക്കി പറഞ്ഞാണല്ലേ. ഞാനോടത്ത് എന്തോ ഡൗട്ടായിരിക്കുന്നിടത്ത് പോയി നോക്കിയതാണ്. താങ്ക് യു. സോ അടിപൊളിയായിട്ടിരിക്കുക. നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഭാഷയിലാണ് നമ്മൾ ക്ലാസ് എടുക്കുക. നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ എന്തിനാണ് ക്ലാസ് എടുക്കണമെന്ന് വെച്ചാൽ നിങ്ങളുടെ സാധനമാണ്, അതിന് വേണ്ടിയിട്ടാണ്. ഇതാണ് സാധനം. ഇനി ഒരുപാടുണ്ടല്ലോ ഈ ചാപ്റ്റർ. എത്ര മണി വരെ കാണും, എത്ര മണി വരെ വേണം, നിങ്ങൾ ആലോചിക്കും. നിങ്ങൾ ആലോചിക്കണം അത്രയും നേരം വേണ്ടി വെച്ചുതരാം കേട്ടോ. സോ ദിസ് ഈസ് ഇറ്റ്. ദിസ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ നോക്ക്. സോ ഇനി നോക്ക്, ഇതാണ് സാധനം ഉണ്ടാവുക. ഇനി NCERT പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സാധനമാണ്, ദാറ്റ് ഈസ് നോൺ ആസ് ടെസ്റ്റ് ക്രോസ്. ടെസ്റ്റ് ക്രോസ് എന്താണെന്നുള്ള കാര്യം പറയാം. സോ എനിക്ക് തോന്നുന്നത് NCERT ലൈൻ ബൈ ലൈൻ പറയാൻ വളരെ എളുപ്പമാണ്, ഭയങ്കര സിമ്പിളായിട്ട് പോവാം. ആൻഡ് ഐ തിങ്ക് ലൈക്ക് യു ആർ എൻജോയിങ്, നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെന്നുള്ള കാര്യം മനസ്സിലാവുന്നുണ്ട്. സോ വിൽ ബി ടോക്കിംഗ് അബൌട്ട് ടെസ്റ്റ് ക്രോസ് ഫോർ എ വൈൽ. ഓക്കെ, കുറച്ച് സമയത്തേക്ക് നമ്മൾ ടെസ്റ്റ് ക്രോസിനെ പറ്റിയിട്ടാണ് പറയാം. ടെസ്റ്റ് ക്രോസ് എന്താണ്? ടെസ്റ്റ് ക്രോസ് എന്താണ്? ടെസ്റ്റ് ക്രോസ് വളരെ സിമ്പിളായിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ടു ടെസ്റ്റ്, ഒരു സാധനം ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എന്താണ് ടെസ്റ്റ് ചെയ്യുക, അതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഞാൻ ഒരു കാര്യം പറയാം, നിങ്ങളുടെ അടുത്ത് ഞാൻ പറയുകയാണ്, ഐ ആം ഗിവിങ് എ ടോൾ പ്ലാന്റ് ടു യു. ടോൾ പ്ലാന്റ് തന്നു, ഒരു ടോൾ ആയിട്ടുള്ള ഒരു പ്ലാന്റ് നിങ്ങൾക്ക് തന്നു. ഈ ടോൾ പ്ലാന്റിൻ്റെ ജീനോ ടൈപ്പ് എന്താണ്? വാട്ട് ഈസ് ദ ജീനോ ടൈപ്പ് ഓഫ് ദിസ് പ്ലാന്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെ ആൻസർ പറയാൻ പറ്റും? നമുക്കറിയാം ടോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരുന്ന ആൻസർ, വാട്ട് ഈസ് ദ ഫസ്റ്റ് വരുന്ന ആൻസർ? ഫസ്റ്റ് വരുന്ന ആൻസർ ഈസ് ക്യാപിറ്റൽ ടി എന്നുള്ളതാണ് ഫസ്റ്റ് വരുന്ന ആൻസർ. സംശയം വല്ലതും ഉണ്ടോ? ഒന്നാമത്തെ ആൻസർ ക്യാപിറ്റൽ ടി ആണ്. പക്ഷെ ഒരു പോസിബിലിറ്റിയും കൂടി ഇല്ലേ? ഉണ്ട്. ഇത് ക്യാപിറ്റൽ ടി സ്മോൾ ടി ആണെങ്കിലും ഇതിൻ്റെ ടോൾ തന്നെയായിരിക്കും അതിൻ്റെ ഫീനോടൈപ്പ് വരിക. സോ നോക്ക്, ഈ ടോൾ എന്നുള്ളത് ദിസ് ഈസ് ദ ഫീനോടൈപ്പ് ആണ്. ഈ ഫീനോടൈപ്പിൻ്റെ ജീനോ ടൈപ്പ് ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2 ആൻസേഴ്സ് ഉണ്ട്. നമ്മൾ എങ്ങനെ ടെസ്റ്റ് ചെയ്യും? ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മാർഗ്ഗവും ഇല്ല. നമുക്ക് അതിൻ്റെ ഉള്ളിൽ കയറി നോക്കാൻ പറ്റൂല. അത് പറ്റാനൊരു വഴിയുണ്ട്. ആ വഴീനെയാണ് നമ്മൾ ടെസ്റ്റ് ക്രോസ് എന്ന് വിളിക്കുക. അത് കണ്ടുപിടിക്കാൻ വേണ്ടി ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ക്രോസിനെയാണ് വിളിക്കുക. സപ്പോസ് ഞാൻ ഇതുപോലെ നിങ്ങൾക്ക് ഒരു ഡ്വാർഫ് പ്ലാന്റാണ് തരുന്നതെന്ന് വിചാരിച്ചോ. ഡ്വാർഫ് പ്ലാന്റ് തന്നിട്ട് ഞാൻ ഇതേ ചോദ്യം ചോദിക്കുകയാണ്, വാട്ട് ഈസ് ദ ജീനോ ടൈപ്പ് ഓഫ് ദ ഡ്വാർഫ് പ്ലാന്റ് എന്ന് ചോദിക്കുക, ജീനോ ടൈപ്പ് എന്ന് ചോദിക്കുക. സോ വാട്ട് വിൽ ബി ദ ആൻസർ? ഒരു സംശയമില്ല, ഡ്വാർഫ് ആണെങ്കിൽ ഇറ്റ് വിൽ ബി സ്മോൾ ടി. ഒരു കൺഫ്യൂഷനും ഇല്ല. കാരണം ഓൾവേസ് സ്മോൾ ടി വന്നെങ്കിൽ മാത്രമേ ഡ്വാർഫ് ആവുള്ളൂ. ഇപ്പോൾ അത് ക്യാപിറ്റൽ ടി സ്മോൾ ടി ആണെങ്കിലും ക്യാപിറ്റൽ ടി ആണെങ്കിലും അത് രണ്ടും ഡോൾ ആയിരിക്കും. അങ്ങനെ ഡ്വാർഫ് പറഞ്ഞെങ്കിൽ ഒരേ ഒരു സാധ്യതയുള്ളൂ, ദാറ്റ് ഈസ് ദിസ് തിങ്, ദ ടോൾ ടി. മനസ്സിലാവുന്നുണ്ടോ? റെഡി ആവുന്നുണ്ടോ? സോ നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തന്നിട്ടുള്ള ഈ ഒരു ടോൾ പ്ലാന്റ്, ഈ ടോൾ പ്ലാന്റിന് ഒരു കൺഫ്യൂഷനാണ്. അതിൻ്റെ ജീനോ ടൈപ്പ് നമുക്കറിയില്ല. ഇറ്റ് ക്യാൻ ബി രണ്ടും ആകാം, എന്ത് വേണമെങ്കിലും ആകാം, അല്ലേ? എന്ത് വേണമെങ്കിലും ആകാം. സോ അതിൻ്റെ കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ അതിൻ്റെ ഈ ഡ്വാർഫ് പ്ലാന്റിനെ എടുക്കും. ദിസ് ഈസ് ദ റെസസീവ് പാരന്റ്, അല്ലേ? നോക്ക് മക്കളെ, റെസസീവ് ആയിട്ടുള്ള പാരന്റ് ആണ്. ഈ റെസസീവ് പാരന്റിനെ എടുത്തിട്ട് റെസസീവ് പാരന്റിനെ കൊണ്ട് ഇതിനെ അങ്ങ് ക്രോസ് ചെയ്യിപ്പിക്കും. അൺനോൺ ജീനോടൈപ്പുള്ള പ്ലാന്റിനെ, അല്ലെങ്കിൽ ജീനോടൈപ്പ് കണ്ടുപിടിക്കാനുള്ള പ്ലാന്റിനെ, ഏതെങ്കിലും ഒരു ജീനോടൈപ്പ് കണ്ടുപിടിക്കാനുള്ള പ്ലാന്റിനെ നമ്മൾ എടുത്തിട്ട് എന്ത് ചെയ്യും? റെസസീവ് പാരന്റ് ആയിട്ട് ക്രോസ് ചെയ്യിപ്പിക്കും. ദാറ്റ് ഈസ് വാട്ട് ഈസ് ഇമ്പോർട്ടൻറ്റ്. ആ ക്രോസിനെയാണ് നമ്മൾ ടെസ്റ്റ് ക്രോസ് എന്ന് വിളിക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്ന ആലോചിച്ച് നോക്കാം. നോക്കിയോ, അപ്പോൾ നമ്മൾ ആരെ വെച്ചിട്ട് ക്രോസ് ചെയ്യിപ്പിക്കുക? പറഞ്ഞ മക്കളെ, നമ്മൾ ഡ്വാർഫ് പ്ലാന്റിനെ വെച്ചിട്ടാണ് ക്രോസ് ചെയ്യിപ്പിക്കുക. സംശയമൊന്നുമില്ലല്ലോ. ഡ്വാർഫ് പ്ലാന്റ് ആണ്, അവൻ സ്മോൾ ടി ആണ്, നമുക്ക് വളരെ എളുപ്പമാണ്. അത് നമുക്ക് 2 പോസിബിലിറ്റീസ് ഉണ്ട്. ടോൾ പ്ലാന്റ് എന്ന് പറഞ്ഞാൽ, അല്ലേ? ടോൾ പ്ലാന്റ് 1, ഒന്നാമത്തെ ടോൾ പ്ലാന്റിൻ്റെ പോസിബിലിറ്റി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ക്യാപിറ്റൽ ടി ഇങ്ങനെ ആവാം. രണ്ടാമത്തെ ടോൾ പ്ലാന്റിൻ്റെ പോസിബിലിറ്റി എന്ന് പറഞ്ഞാൽ ദിസ് ഈസ് ഓൾസോ ടോൾ, പക്ഷേ പോസിബിലിറ്റി ഈസ് വാട്ട്? ക്യാപിറ്റൽ ടി ആൻഡ് സ്മോൾ ടി ആണ് പോസിബിലിറ്റി. ക്ലിയർ ആണോ? കൺഫ്യൂഷൻസ് ഉണ്ടോ എന്ന് ആലോചിച്ച് നോക്കി. ഇല്ല, 2 പോസിബിലിറ്റീസ് ആണ് ഇങ്ങനെ ഉണ്ടാവുക. സോ ഒന്നാമത്തെ പോസിബിലിറ്റി ആണെങ്കിൽ ഐ എം ഡ്രോയിങ് എ പുന്നറ്റ് സ്ക്വയർ. ഒരു പുന്നറ്റ് സ്ക്വയർ വരയ്ക്കുകയാണ് വളരെ സിമ്പിളായിട്ട്. ഒരു പുന്നറ്റ് സ്ക്വയർ ഇങ്ങനെ വരച്ച് കഴിഞ്ഞാൽ യു വിൽ ബി ഗെറ്റിംഗ്, ഇവിടെ നിന്ന് കിട്ടുന്ന ഗ്യാമേറ്റ്സ് എന്തായിരിക്കും? ഇവിടെ നിന്ന് കിട്ടുന്ന ഗ്യാമേറ്റ് ഇവിടെ ക്യാപിറ്റൽ ടി, ഇവിടെ ഇവിടെ നിന്ന് കിട്ടുന്ന ഗ്യാമേറ്റ് ഇവിടെ സ്മോൾ ടി. അപ്പോൾ ഇവിടുത്തെ എല്ലാവരും ക്യാപിറ്റൽ ടി സ്മോൾ ടി. എന്താ കിട്ടിയ? യു വിൽ ബി ഗെറ്റിംഗ് ഓൾ ടോൾ പ്ലാന്റ്സ് ആയിരിക്കും. ആലോചിച്ച് നോക്കിയാൽ ഓൾ ടോൾ പ്ലാന്റ്സ് ആയിരിക്കും. ഓൾ ടോൾ പ്ലാന്റ് ആണ് കിട്ടണതെങ്കിൽ നമുക്ക് എന്ത് മനസ്സിലാവും? നമ്മളിവിടെയുള്ള ഈ അൺനോൺ പ്ലാന്റിൻ്റെ ജീനോ ടൈപ്പ്
വാസ് ക്യാപിറ്റൽ ടി ആയിരുന്നു എന്ന് മനസ്സിലാവുന്നുണ്ടോ? സപ്പോസ് നമുക്ക് ഇങ്ങനത്തെ ഒരു ടോൾ പ്ലാന്റാണ് കിട്ടിയെന്ന് വിചാരിച്ചോ. അങ്ങനെയാണെങ്കിൽ ഞാൻ ഐ വിൽ ഡ്രോ അനദർ പുന്നറ്റ് സ്ക്വയർ വരച്ചോ. പുന്നറ്റ് സ്ക്വയർ വരയ്ക്കുമ്പോൾ നമ്മൾ ഇവിടെയുള്ള ഗ്യാമേറ്റ് നമുക്കറിയാം, ഒരു ഗ്യാമേറ്റ് ക്യാപിറ്റൽ ടി, അടുത്ത ഗ്യാമേറ്റ് സ്മോൾ ടി. ഇവിടെയുള്ളത് രണ്ടുപേരും സ്മോൾ ടി. ഒന്നാമത്തേതിൽ എന്താ കിട്ടുക? വിൽ ബി ഗെറ്റിംഗ് ക്യാപിറ്റൽ ടി സ്മോൾ ടി കിട്ടും. രണ്ടാമത്തേതിൽ എന്താ കിട്ടുക? സ്മോൾ ടി കിട്ടും. മൂന്നാമത്തേതിൽ എന്താ കിട്ടുക? ക്യാപിറ്റൽ ടി സ്മോൾ ടി കിട്ടും. നാലാമത്തേതിൽ എന്താ കിട്ടുക? സ്മോൾ ടി കിട്ടും. സോ ഇവർ രണ്ടുപേരും എന്താണ്? ടോൾ കിട്ടി. ഇവർ രണ്ടുപേരും എന്താണ്? ഡ്വാർഫ് കിട്ടി. സോ ടോൾ ഈസ് ടു ഡ്വാർഫ് എടുത്ത് എത്രയുണ്ട്? 2:2, അതായത് 1:1. അങ്ങനെ തന്നെയല്ലേ കിട്ടിയെന്ന് ആലോചിച്ച് നോക്കുക. മനസ്സിലാവുണ്ടോ നോക്കി ആലോചിച്ച് നോക്കോളെ. അപ്പോൾ നമ്മൾ 1:1 കിട്ടണതെങ്കിൽ, അല്ലെങ്കിൽ 2:1 കിട്ടണതെങ്കിൽ, അല്ലെങ്കിൽ ടോൾ ഈക്വൽ ടു ഡ്വാർഫ് എന്നാണ് കിട്ടണതെങ്കിൽ നമ്മൾ മനസ്സിലാക്കും ഈ ടോൾ പ്ലാന്റ് വാസ് ഹെറ്ററോസൈഗസ് ആയിരുന്നു മനസ്സിലാക്കും. ദിസ് വാസ് ഹെറ്ററോസൈഗസ് ആയിരുന്നു എന്ന് മനസ്സിലാക്കും. സോ രണ്ട് ഓപ്ഷൻസ് ആണുള്ളത്. നമ്മളിങ്ങനെ റെസസീവ് പാരൻ്റായിട്ട് ക്രോസ് ചെയ്ത് നോക്കി കഴിയുമ്പം ടോൾ ഈക്വൽ ടു ഡ്വാർഫ് എന്നാണ് കിട്ടണമെങ്കിൽ വി വിൽ അണ്ടർസ്റ്റാൻഡ് ഇറ്റ് ഈസ് എ ഹെറ്ററോസൈഗസ്. ആൻഡ് ഓൾ ടോൾ എന്നാണ് കിട്ടണമെങ്കിൽ വി വിൽ അണ്ടർസ്റ്റാൻഡ് ദിസ് വാസ് വാട്ട് ഹോമോസൈഗസ് ആയിരുന്നു എന്ന് മനസ്സിലാവും. ഈസ് ദാറ്റ് ക്ലിയർ മക്കളെ? റെഡി ആണോ എന്ന് ആലോചിച്ച് നോക്കിയാൽ. ഈസ് ദാറ്റ് ക്ലിയർ? എനി കൺഫ്യൂഷൻസ് ആലോചിച്ച് നോക്ക്. സോ എന്താ ടെസ്റ്റ് ക്രോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒന്നുകൂടി പറഞ്ഞുതരാം വാട്ട് ഈസ് ടെസ്റ്റ് ക്രോസ് എന്നുള്ള കാര്യം. ടെസ്റ്റ് ക്രോസ്, ദാറ്റ് ഈസ് ദ വേർഡ് ടെസ്റ്റ് ക്രോസ്. നമ്മൾ ടെസ്റ്റ് ചെയ്യാണ്. എന്താണ് ടെസ്റ്റ് ചെയ്യുക എന്നുള്ള കാര്യം നോക്കിക്കോ. ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഡോമിനൻ്റ് ക്യാരക്ടർ ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഞാൻ പറയുകയാണ് ഫ്ലവർ കളർ. ഞാൻ എക്സാമ്പിൾ മാറ്റുകയാണ് ഇവിടെ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. ഫ്ലവർ കളറാണ് എടുക്കുന്നത്. ഫ്ലവർ കളർ എടുക്കുകയാണ്. എനിക്ക് 2 ഫീനോടൈപ്പുകളുണ്ട്. ഐ ഹാവ് 2 ഫീനോടൈപ്പ്. ഏതാണ് 2 ഫീനോടൈപ്പ് ഫ്ലവർ കളറിൻ്റെ? പറഞ്ഞു തരൂ. ഫ്ലവർ കളറിൻ്റെ ഫീനോടൈപ്പുകൾ ഏതൊക്കെയാണ്? പറഞ്ഞു തരൂ. 2 ഉണ്ട്. വൺ ഈസ് കോൾഡ് വയലറ്റ് ആണ്. അടുത്തത് ഏതാണ്? വൈറ്റ് ആണ്. നമുക്കറിയാലോ അല്ലേ, വയലറ്റും വൈറ്റ് ആണ്. ഏതാണ് ഡോമിനൻ്റ്, ഏതാണ് റിസീവ് നമുക്കറിയാം അല്ലേ. സോ വയലറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വയലറ്റ് ഇസ് ദ ഡോമിനൻ്റ്. നമ്മൾ പഠിച്ചു VW എന്നാണ്. UVW എന്നാണ്. അപ്പോൾ V ആണ് വലുത്, VW ആണ്. സോ വയലറ്റിന് 2 പോസിബിലിറ്റീസ് ഉണ്ട്. നമുക്കറിയാം ഇറ്റ് ക്യാൻ ബി ക്യാപിറ്റൽ V ഓർ ക്യാപിറ്റൽ V സ്മോൾ v. 2 വന്നു കഴിഞ്ഞാലും വയലറ്റ് ആയിരിക്കും. ആൻഡ് വൈറ്റ് വിൽ ബി ഓൾവേസ് സ്മോൾ v ആയിരിക്കും. കൺഫ്യൂഷൻസ് ഒന്നുമില്ല. എനി കൺഫ്യൂഷൻസ്? സോ നമ്മുടെ കൺഫ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യാൻ പോണത്? നമ്മൾ ഈ വയലറ്റ് പ്ലാന്റ് ഇതിൽ ഏതാണ്? ഒന്നാമത്തെ ടൈപ്പ് ഹോമോസൈഗസ് ആണോ? ദിസ് ഈസ് ഹോമോ ആണോ? ആൻഡ് രണ്ടാമത്തെ ടൈപ്പ് ഇവൻ എന്താണ്? ഇവൻ ഹെറ്ററോ ആണോ എന്ന് കണ്ടുപിടിക്കണം. ദിസ് വയലറ്റ് പ്ലാന്റ്, നമുക്ക് കിട്ടിയിട്ടുള്ള വയലറ്റ് ഉള്ള പ്ലാന്റ് ഈസ് ദിസ് ഹോമോ ഓർ ഹെറ്ററോ എന്ന് കണ്ടുപിടിക്കണം. അത് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഈ വയലറ്റിനെ എടുത്തിട്ട് ഈ വൈറ്റ് ആയിട്ട്, അതായത് ദിസ് പ്ലാന്റിൻ്റെ പേരെന്താണ്? റെസസീവ് പ്ലാന്റ് ആയിട്ട് ക്രോസ് ചെയ്യിപ്പിക്കുകയാണ് ചെയ്യുക. മനസ്സിലാവുന്നുണ്ടോ? ആർ യു അണ്ടർസ്റ്റാൻഡിങ്? വൈറ്റ് റെസസീവ് ആണ്. ഇത് രണ്ടും കൂടി നമ്മൾ ക്രോസ് ചെയ്യിപ്പിക്കുകയാണ് നമ്മളവിടെ ചെയ്യുക. സോ നമ്മൾ നോക്കാം, വയലറ്റ് ഇൻറ്റു വൈറ്റ് നമ്മൾ ക്രോസ് ചെയ്യിപ്പിച്ചു. ആൻഡ് F2 ജനറേഷൻ എടുക്കുമ്പോൾ എനിക്ക് കിട്ടുന്നത്, അല്ലെങ്കിൽ ഇത് രണ്ടും കൂടെ ക്രോസ് ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്നത് ഓൾ വയലറ്റ് എന്നാന്ന് വിചാരിക്കുക. ഇഫ് ഐ എം ഗെറ്റിംഗ് ഓൾ വയലറ്റ് എന്നാന്ന് വിചാരിക്കുക. വാട്ട് ഈസ് ദ ഇൻഫറൻസ്? എന്താണ് ഇൻഫറൻസ് കിട്ടുക? വാട്ട് ഈസ് ദ ഇൻഫറൻസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് വാസ് ക്യാപിറ്റൽ V ഓർ ഇറ്റ് വാസ് ഹോമോസൈഗസ് ആയിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. സോ ആർ യു അണ്ടർസ്റ്റാൻഡിങ്? സപ്പോസ് ഇഫ് ഞാൻ വയലറ്റ് ഈസ് ടു വൈറ്റ് ചെയ്യുമ്പോൾ ഐ ആം ഗെറ്റിംഗ് violet is equal to white എന്നാണ്, or violet equal to violet ഈസ് ടു വൈറ്റ് ഈസ് ഈക്വൽ ടു 1:1. രണ്ടും ഒന്ന് തന്നെയാണ് അല്ലേ. 1:1 എന്നാണ് കിട്ടണമെങ്കിൽ ഐ വിൽ ബി അണ്ടർസ്റ്റാൻഡിങ് ഇറ്റ് വാസ് ക്യാപിറ്റൽ V സ്മോൾ v, ദാറ്റ് ഈസ് ഹെറ്ററോസൈഗസ് ആയിരുന്നു എന്ന് ഞാൻ മനസ്സിലാക്കണം. ക്ലിയർ ആണോ? മനസ്സിലാവുന്നുണ്ടോ? എനി കൺഫ്യൂഷൻസ്? ആലോചിച്ച് നോക്കും മക്കളെ. എനി കൺഫ്യൂഷൻസ്? സോ ദിസ് ഈസ് വാട്ട് ഈസ് ടെസ്റ്റ് ക്രോസ്. നമുക്ക് കിട്ടുന്ന ഒരു പ്ലാന്റ് അൺനോൺ പ്ലാന്റ് ആണ്. അത് എങ്ങനെയാണ് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ സാധനം ചെയ്ത് നോക്കുക. ഈസ് ദാറ്റ് ക്ലിയർ? റെഡി ആണോ? ആലോചിച്ച് നോക്കിയതിന് ശേഷം പറയൂ. എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ പറയൂ. ദിസ് ഈസ് വാട്ട് ഈസ് ടെസ്റ്റ് ക്രോസ്. ഇനി നമ്മൾ NCERT വരുമ്പോൾ NCERTൻ്റെ ഉള്ളിൽ ഒരു വ്യത്യാസമുണ്ട് മക്കളെ. എന്താണ് വ്യത്യാസം? ആലോചിച്ച് നോക്ക്. സോ നമ്മൾ പറയാണ് ടെസ്റ്റ് ക്രോസ് ചെയ്ത് നോക്കി. ഇവിടെ NCERT പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മൾ ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കാം. ഫ്രം ദ പ്രിസീഡിംഗ് പാരഗ്രാഫ്സ് കുറേ കാര്യങ്ങൾ ജീനോടൈപ്പിക് റേഷ്യോ ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യാൻ നമ്മൾ പഠിച്ചു. ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ടു നോ ദ ജീനോടൈപ്പിക് കോമ്പോസിഷൻ. നമുക്ക് ഒരു പ്ലാന്റ് കണ്ടു കഴിഞ്ഞാൽ ആ പ്ലാന്റിൻ്റെ ജീനോടൈപ്പിക് കോമ്പോസിഷൻ നമുക്ക് മനസ്സിലാക്കാൻ പറ്റൂല എന്നുള്ളതാണ്. ഫോർ ദ എക്സാമ്പിൾ, വേർ ദ പ്ലാന്റ് ഫ്രം ദ F1 ജനറേഷൻ or F2 has TT or TT composition നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. Therefore to determine, നിങ്ങൾ NCERT ടെക്സ്റ്റ് ബുക്കിലേക്ക് നോക്കുക. എനിക്ക് വായിക്കാൻ പറ്റുന്നുണ്ട്, പക്ഷേ ഞാൻ പറഞ്ഞു ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പോകും. വെരി സോറി. ടു ഡിറ്റർമിൻ എന്താണ് the genotype of a tall plant at F2, Mendel crossed the tall plant from F2 with a dwarf plant. This is called a test cross. Very important. അതങ്ങനെ ചെയ്ത് നോക്കുക. അത് ചെയ്ത് നോക്കി കഴിയുമ്പോൾ എന്താ കിട്ടുക എന്നുള്ള കാര്യം കണ്ടുപിടിക്കുക. പിന്നെ NCERTൻ്റെ ലാസ്റ്റിലേക്ക് വരുന്ന സമയത്ത് ഒരു ഫിഗർ തന്നിട്ടുണ്ട്. ഫിഗർ ഷോസ് ദ റിസൾട്ട്സ് ഓഫ് എ ടിപ്പിക്കൽ ടെസ്റ്റ് ക്രോസ് വെയർ എ വയലറ്റ്
ഫ്ലവർ. വയലറ്റ് ഫ്ലവറിന് നമ്മൾ പഠിച്ചത് വയലറ്റ് ഡോമിനൻ്റ് ആയതുകൊണ്ട് നമ്മൾ വി എന്നുള്ള ലെറ്റർ കൊടുക്കണം എന്നാണ്. പക്ഷേ NCERT-യിൽ ഇവിടെ W കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇത് ടിപ്പിക്കൽ കൺവെൻഷന് എതിരാണ് എന്നുള്ള കാര്യം അറിഞ്ഞിരിക്കുക. പക്ഷേ NCERT-യിൽ ഇങ്ങനെ കൊടുത്തതൊന്നും കൂടി ഓർത്തിരിക്കുക. അപ്പോൾ ഇങ്ങനെ കൊടുത്തു എന്ന് വിചാരിച്ചിട്ട് നമ്മുടെ റിസൾട്ട് ഒന്നും മാറുമൊന്നുമില്ല. വി വിൽ ബി ഗെറ്റിംഗ് ദ എക്സാക്ട് റിസൾട്ട് തന്നെ കിട്ടും. പക്ഷേ കൺവെൻഷനൽ എന്ന് പറഞ്ഞാൽ ഡോമിനൻ്റ് ആണ് ഫസ്റ്റ് ലെറ്ററായിട്ട് നമ്മൾ യൂസ് ചെയ്യുക. ഓർ ദ വൈറ്റ് ഫ്ലവർ, വൈറ്റിനെ നമ്മൾ സ്മോൾ W എന്നാണ് യൂട്ടിലൈസ് ചെയ്യുക. അത് നോക്കുക കേട്ടോ, ഒരു വ്യത്യാസം ഉണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക. സോ ഇതാണ് സാധനം. ആൻഡ് ഇവിടെ നമ്മളിപ്പോൾ ഞാൻ തൊട്ടപ്പുറം വരച്ചിരുന്ന അതേ സാധനം തന്നെയാണ്. ഹോമോസൈഗസ് റെസസീവ് ആണെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഇഫ് ദിസ് ഈസ് ഹോമോസൈഗസ് റെസസീവ് ആണെങ്കിൽ വിൽ ബി ഗെറ്റിംഗ് ഓൾ വയലറ്റ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലേ, ഓൾ വയലറ്റ് ആണ്. ഇനി നമുക്ക് സോറി സോ നമ്മളിവിടെ കിട്ടുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഇഫ് ദിസ് പ്ലാന്റ് ഈസ് ഇങ്ങനെയാണെങ്കിൽ നമുക്ക് ഹോമോസൈഗസ് ഡോമിനൻ്റ് ആണെങ്കിൽ വി വിൽ ബി ഗെറ്റിംഗ് ഓൾ വയലറ്റ്. ഇഫ് ദിസ് ഈസ് ഹെട്രോസൈഗസ് വിൽ ബി ടെല്ലിംഗ് ലൈക്ക് വയലറ്റ് വിൽ ബി ഈക്വൽ ടു വൈറ്റ് ആയിരിക്കും, അല്ലെങ്കിൽ വയലറ്റ് ഈസ് ടു വൈറ്റ് ഈസ് ഈക്വൽ ടു 1:1 ആയിരിക്കും കിട്ടുക. നമ്മൾ ഓൾറെഡി പറഞ്ഞ അതേ സാധനങ്ങൾ തന്നെയാണ്. പക്ഷേ ഇവിടെ ഒരു അൺകൺവെൻഷണൽ സാധനം പറഞ്ഞിട്ടുണ്ടെന്നുള്ള കാര്യമാണ് ശ്രദ്ധിച്ചിരിക്കുക. സോ ദിസ് ഈസ് നോൺ ആസ് വാട്ട്. ആൻഡ് ഇത്രയും കാര്യങ്ങളിൽ നിന്ന് നമ്മൾ 2 ലോസ് ഓഫ് ഇൻഹെറിറ്റൻസ് അയാൾ ഉണ്ടാക്കിയിട്ടുണ്ട്. 1 law is known as law of dominance, that is the first law. രണ്ടാമത്തെ law is known as law of segregation, that is it. So what is law of dominance is telling? Law of dominance പറയുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ എഴുതിയ കാര്യങ്ങളാണ്. ക്യാരക്ടേഴ്സ് ആർ കൺട്രോൾഡ് ബൈ ഡിസ്ക്രീറ്റ് യൂണിറ്റ്സ് കോൾഡ് ഫാക്ടേഴ്സ്. ഇന്ന് ഈ ഫാക്ടേഴ്സിനെ ജീൻസ് എന്ന് വിളിക്കുന്നു, ഇന്ന് ഈ ഫാക്ടേഴ്സിനെ ജീനുകൾ എന്ന് വിളിക്കുന്നു. മനസ്സിലാവുന്നുണ്ടോ? ആൻഡ് ഫാക്ടേഴ്സ് ഒക്കേഴ്സ് ഇൻ പെയർ ഇൻ എ ഡിസിമിലർ പെയർ ഓഫ് ഫാക്ടേഴ്സ്. ഡിസിമിലർ പെയർ ഓഫ് ഫാക്ടേഴ്സിന് അതർ പേരാണ് ഹെറ്ററോസൈഗസ് എന്ന് വിളിക്കും. വിൽ കോൾ ഇറ്റ് ആസ് വാട്ട്? ഹെറ്ററോസൈഗസ്. വൺ മെമ്പർ ഓഫ് ദ പെയർ ഡോമിനേറ്റ് ദ അതർ വൺ ഈസ് റെസസീവ്. ഈസ് ദാറ്റ് ക്ലിയർ മക്കളെ? റെഡി ആണോ എന്ന് ആലോചിച്ച് നോക്കൂ. എനി കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ പറയൂ. ആൻഡ് ദിസ് ഈസ് ഇറ്റ്. ലോ ഓഫ് ഡോമിനൻസ് ടു എക്സ്പ്ലെയിൻ ദ എക്സ്പ്രഷൻ ഓഫ് ഓൺലി വൺ പാരന്റൽ ട്രൈറ്റ് ഇൻ മോണോ ഹൈബ്രിഡ് ക്രോസ് ഇൻ ദ F1 ഒരേ ഒരാൾ വരാൻ കാരണം അത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ലോ ഓഫ് ഡോമിനൻസ് ഉപയോഗിച്ചിട്ടാണ്. ആൻഡ് ദ എക്സ്പ്രഷൻ ഓഫ് ബോത്ത് ഇൻ ദ F2 രണ്ടും വരാനുള്ള കാരണം ലോ ഓഫ് ഡോമിനൻസ് വെച്ചിട്ട് തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുക. ഇനി വാട്ട് ഈസ് ലോ ഓഫ് സെഗ്രിഗേഷൻ? നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യമാണ്. ഗാമേറ്റ് ഫോം ചെയ്യുന്ന സമയത്ത് രണ്ടും കൂടി സെഗ്രീറ്റ് ചെയ്തിട്ട് ഓരോ ഫാക്ടേഴ്സ് ഓരോ ജീനിലേക്ക് ഓരോ ഗാമേറ്റിലേക്ക് പോകുന്നതാണ്. സോ ഇതാണ് വിത്തൗട്ട് ഷോ എനി ബ്ലെൻഡിങ്. ഒരു ബ്ലെൻഡിങ് കാണിച്ചില്ല എന്നുള്ളതാണ് ഇതിൻ്റെ കാര്യങ്ങൾ പറയുക. ത്രൂ ദ പാരൻസ് ഇതൊക്കെ though the parents contain 2 alleles during the gamete formation, the factors of alleles in a pair segregate from each other such that the gamete receive only one of the 2 factors. ഇതാണ് ആ ലോ പറയുന്നത്. സോ ഭയങ്കര സിമ്പിളാണ്. ഇനി ഇവിടെ നമ്മൾ പഠിക്കാനുള്ള ഭയങ്കര പ്രധാനപ്പെട്ട കാര്യം മക്കളെ റെഡിയാണോ? എല്ലാവരും നോക്കി ഒന്ന് ഉഷാറായിക്കോ, ഒന്ന് തുള്ളിച്ചാടി ഒന്ന് ഉഷാറായിട്ടിരുന്നേ. വി ആർ ഗോയിങ് ടു വെരി 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 ഇമ്പോർട്ടൻറ്റ് പോർഷൻ. നമ്മൾ വി ഹാവ് ടു ഗോ ഫോർ ദറ്റ് എക്സെപ്ഷൻ. കുറച്ച് എക്സെപ്ഷൻസ് ഉണ്ട്. മെൻ്റൽ ചെയ്തപ്പം കിട്ടിയിട്ടില്ല, പക്ഷേ ഭാവിയിൽ കിട്ടിയിട്ടുണ്ട് കുറച്ച് എക്സെപ്ഷൻ. ആൻഡ് യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ലോ ഓഫ് ഡോമിനൻസിന് എക്സെപ്ഷൻസ് ഉണ്ട്. ദർ ആർ എക്സെപ്ഷൻസ് പ്രസൻറ്റ് ഫോർ ലോ ഓഫ് ഡോമിനൻസ്. ആൻഡ് ലോ ഓഫ് സെഗ്രിഗേഷന് ദർ ഈസ് നോ എക്സെപ്ഷൻ. ഇനി ഈ എക്സെപ്ഷൻസ് ഇല്ല. ദർ ഈസ് നോ എക്സെപ്ഷൻ ഫോർ ലോ ഓഫ് സെഗ്രിഗേഷൻ. എല്ലായിടത്തും ലോകത്തുള്ള എല്ലാ ഓർഗാനിസത്തിലും ഗാമേറ്റ് ഫോം ചെയ്യുന്ന സമയത്ത് ഫാക്ടേഴ്സ് സെഗ്രിഗേറ്റ് ചെയ്യുന്നുണ്ട്. അതിന് എക്സെപ്ഷൻ ഇല്ല. ഫാക്ടേഴ്സ് സെഗ്രിഗേറ്റ് ചെയ്യാത്ത ഓർഗാനിസംസ് ഇല്ല, അതിന് എക്സെപ്ഷൻസ് ഇല്ല. സോ ദാറ്റ് ദ ലോ ഓഫ് സെഗ്രിഗേഷൻ ഈസ് നോൺ ആസ് ദ യൂണിവേഴ്സൽ ലോ. ഒരിക്കലും തെറ്റാത്ത ലോ ആണ്. യൂണിവേഴ്സൽ ലോ എന്നാണ് ഇതിനെ വിളിക്കുക. ആർ യു അണ്ടർസ്റ്റാൻഡിങ്? ദിസ് ഈസ് നോൺ ആസ് വാട്ട്? യൂണിവേഴ്സൽ ലോ. എന്തുകൊണ്ടാണ് യൂണിവേഴ്സൽ ലോ എന്ന് വിളിക്കാൻ കാരണം? ദിസ് ഈസ് ഹാവിംഗ് നോ എക്സെപ്ഷൻ, വിത്തൗട്ട് എനി എക്സെപ്ഷൻ. നമുക്കറിയാം മൂന്നാമതൊരു ലോ ഉണ്ട്. ആ ലോയിൻ്റെ പേര് ലോ ഓഫ് ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റ് എന്നാണ്. അത് ഡൈഹൈബ്രിഡ് ക്രോസ് വെച്ചിട്ടാണ് മെൻഡൽ പറഞ്ഞിട്ടുള്ളത്. ഈ ലോ ഓഫ് ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റിനും എക്സെപ്ഷൻ ഉണ്ട്. അത് നമ്മൾ പഠിക്കും. സോ വി ഹാവ് ടു സ്റ്റഡി ദ എക്സെപ്ഷൻസ് ഓഫ് ലോ ഓഫ് ഡോമിനൻസ്. എന്തായിരുന്നു മക്കളെ ലോ ഓഫ് ഡോമിനൻസ് എന്ന് പറഞ്ഞാൽ? ലോ ഓഫ് ഡോമിനൻസ് എന്ന് പറഞ്ഞാൽ രണ്ട് പ്ലാന്റുകൾ അല്ലെങ്കിൽ 2 ക്യാരക്ടേഴ്സ് ഒരുമിച്ച് വരുന്ന സമയത്ത് വെൻ 2 ക്യാരക്ടേഴ്സ് ആർ കമ്മിങ് ടുഗദർ എന്താ സംഭവിക്കുക? ഒരു ക്യാരക്ടർ മറ്റതിനെ ഓവർകം ചെയ്യും അല്ലെങ്കിൽ ഒന്നിനെ ഓവർടേക്ക് ചെയ്യും എന്നുള്ളതാണ്. അതിൻ്റെ എക്സെപ്ഷൻസിൽ വരുമ്പോൾ ഒന്നാമത്തെ എക്സെപ്ഷൻ നമ്പർ 1 ഈസ് ഇൻകംപ്ലീറ്റ് ഡോമിനൻസ്. എക്സെപ്ഷൻ നമ്പർ 1 ഈസ് വാട്ട് ഈസ് ഇൻകംപ്ലീറ്റ് ഡോമിനൻസ്. ഇത് കാണുന്നത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വി നോ ദാറ്റ് തിങ് ദ ഇൻഹെറിറ്റൻസ് ഓഫ് എ ഫ്ലവർ കളർ ഇൻ വേറൊരു ഫ്ലവർ ആണ്. അതിൻ്റെ പേര് ഡോഗ് ഫ്ലവർ എന്നാണ്. പട്ടിപ്പൂ എന്ന് മലയാളത്തിൽ പറയുന്നത്. എന്ത് പൂ അല്ലേ എനിക്കറിയില്ല. സോ ദാറ്റ് ഈസ് നോൺ ആസ് സ്നാപ് ഡ്രാഗൺ ഓർ ആൻറ്റി റൈനം. സോ ഇതെല്ലാം ഒരേ പേരാണ് കേട്ടോ. ഡോഗ് ഫ്ലവർ, സ്നാപ് ഡ്രാഗൺ ഓർ ആൻറ്റി റൈനം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഫ്ലവർ കളർ നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്താണ് വി വിൽ സീ ദിസ് തിങ്. ഓക്കെ, നമ്മുടെ നാട്ടിലുണ്ട് പൂച്ചവാലൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ചെടിയുണ്ട്. അതാണ് യൂഷ്വലി ഡോഗ് ഫ്ലവർ എന്ന് പറയുന്ന ഒരു സാധനം. ക്ലിയർ ആണല്ലോ അല്ലേ? സോ ഇതാണ് സാധനം.
സോ ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്ന കാര്യമാണ്. സോ ഇത് ക്രോസ് കാര്യമായിട്ട് തന്നെ NCERT തന്നെ കൊടുത്തിട്ടുണ്ട്. ഐ എം ജസ്റ്റ് യൂസിങ് ദാറ്റ് ക്രോസ് കേട്ടോ. ഈ ക്രോസ് മാത്രം വെച്ചിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് മുന്നോട്ട് പോവാണ്. അധിക സമയം കളയാനില്ല, അതുകൊണ്ടാണ്. സോ ഇവിടെ നോക്കിക്കോ. സോ നമ്മൾ പാരൻ്റൽ ജനറേഷൻ എടുത്തു. പാരൻ്റൽ ജനറേഷൻ എടുത്തപ്പോൾ നമ്മൾ എടുത്തത് ആരെ എടുത്തത്? വി ക്യാൻ സി വി ടുക്ക് ആരെയൊക്കെ എടുത്തു നോക്ക്. ഒരു റെഡ് കളറുള്ള ഒരു ഫ്ലവറിനെ എടുത്തു, ഒരു വൈറ്റ് കളറുള്ള ഒരു ഫ്ലവറിനെ എടുത്തു. ആൻഡ് വി നോ റെഡ് ഈസ് ദ ഡോമിനൻറ്റ് ആൻഡ് ദിസ് വൈറ്റ് ഈസ് ദ റെസസീവ് കളർ. സോ നമ്മൾ റെഡിൻ്റെ ക്യാരക്ടറിൽ R എന്നാണ് ജീനിന് പേരിട്ടത് അല്ലേ? R ജീനിന് നമ്മൾ പേരിട്ടു. ആൻഡ് വി ക്യാൻ സി റെഡിനെ നമ്മൾ ക്യാപിറ്റൽ ആർ എന്ന് വിളിച്ചു. ദിസ് വാസ് ഹോമോസൈഗസ്. ഇതിനെ സ്മോൾ ആർ എന്ന് എടുത്തു. ആൻഡ് വാട്ട് വിൽ ബി ഗെറ്റിംഗ് ഗാമേറ്റ് ഉണ്ടാകുമ്പോൾ ഇവിടുന്ന് ഒരു ക്യാപിറ്റൽ ആർ ഗാമേറ്റ് ഉണ്ടാവും, ഇവിടുന്ന് ഒരു സ്മോൾ ആർ ഗാമേറ്റ് ഉണ്ടാവും. ഇത് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് വി വിൽ ബി ഗെറ്റിംഗ് ക്യാപിറ്റൽ ആർ ആൻഡ് സ്മോൾ ആർ. സോ വാട്ട് ഷുഡ് ഒക്കർ നോർമലി? എന്താണ് നോർമലി ഇവിടെ സംഭവിക്കേണ്ടത്? നമുക്കറിയാം ഈ ക്യാപിറ്റൽ ആർ എന്ന് പറയുന്ന ആൾ, ഈ ക്യാപിറ്റൽ ആർ ഈ സ്മോൾ ആറിനെ സപ്രസ് ചെയ്ത് കളയും. എന്നിട്ട് ക്യാപിറ്റൽ ആറിൻ്റെ ക്യാരക്ടർ ആയിട്ടുള്ള റെഡ് എക്സ്പ്രസ് ചെയ്യും. ഇതാണ് നമ്മളിവിടെ എക്സ്പെക്ട് ചെയ്യുന്ന സാധനം അല്ലേ? ഇതാണ് മെൻ്റലിൻ്റെ ലോ അനുസരിച്ച് നടക്കേണ്ടത്. പക്ഷേ ഇൻ ആക്ച്വൽ പ്രാക്ടീസ് വാട്ട് വിൽ ബി ഒക്കറിങ്, ഈ ക്യാപിറ്റൽ ആറും സ്മോൾ ആറും എന്താ ചെയ്യാന്ന് വെച്ചാൽ ഇവനും കുറച്ച് എക്സ്പ്രസ് ചെയ്യും, ഇവനും കുറച്ച് എക്സ്പ്രസ് ചെയ്യും. രണ്ടുപേരും ഒരാളും സപ്രസ് ചെയ്യില്ല. ഒരാൾ ഡോമിനേറ്റ് ചെയ്യും, മറ്റാൾ കുറച്ച് ഡോമിനേറ്റ് ചെയ്യും. രണ്ടാളും കൂടി ഒരുമിച്ച് അങ്ങോട്ട് ഡോമിനേറ്റ് ചെയ്യും. രണ്ടാളും കൂടി ഡോമിനേറ്റ് ചെയ്യുമ്പോൾ ഒരാളും കംപ്ലീറ്റ്ലി ഡോമിനേറ്റ് ചെയ്യില്ല. ഒരാൾ ഇൻകംപ്ലീറ്റ് ഡോമിനൻസ്, മറ്റേ ആളും ഇൻകംപ്ലീറ്റ് ഡോമിനൻസ്. പകുതി രണ്ടുപേരും അങ്ങോട്ട് ഡോമിനേറ്റ് ചെയ്യും. ഇങ്ങനെ പകുതി ഡോമിനേറ്റ് ചെയ്യുമ്പോൾ നമുക്കറിയാം കുറച്ച് ചുവപ്പും കുറച്ച് വെള്ളയും കൂടി മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ വി വിൽ ബി ഗെറ്റിംഗ് പിങ്ക് കളേഴ്സ്. എല്ലാം പിങ്ക് കളേഴ്സ് ആയിരിക്കും ഉണ്ടാവുക. സോ ക്യാപിറ്റൽ ആർ സ്മോൾ ആർ എന്നുള്ള സ്ഥലത്ത് നോക്ക്, ക്യാപിറ്റൽ ആർ സ്മോൾ ആർ എന്നുള്ള ഈ ഒരു ചെടി ദാറ്റ് വിൽ ബി ലുക്കിംഗ് ഇൻ പിങ്ക് ഇൻ കളർ. റെഡ് ആയിരുന്നു നമ്മൾ കാണേണ്ടത്. സോ ദിസ് ഈസ് ആൻ എക്സെപ്ഷൻ. ഇതാണ് ഇതിൻ്റെ എക്സെപ്ഷൻ വരുന്ന കാര്യം. ഇനി ഈ ക്യാപിറ്റൽ ആർ സ്മോൾ ആറിനെ നമ്മൾ എടുത്തിട്ട് വീണ്ടും നമ്മൾ ക്രോസ് പോളിനേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചോ. നോക്ക്, നമ്മളിവിടെ ചെയ്യുന്നത് ക്യാപിറ്റൽ ആർ സ്മോൾ ആർ ഇൻറ്റു ക്യാപിറ്റൽ ആർ സ്മോൾ ആർ ആണ് ചെയ്യുന്നത്. സോ വാട്ട് ഈസ് ദിസ് കളർ? ദിസ് കളർ ഈസ് പിങ്ക് നൗ. ഇല്ലേ, നമ്മൾ റെഡ് ആണ് എക്സ്പെക്ട് ചെയ്തത്, പക്ഷേ പിങ്ക് ആണ് കിട്ടുന്നത്. ആൻഡ് ഇവിടുന്ന് ഗാമേറ്റ്സ് ഉണ്ടാകുമ്പോൾ നമുക്കറിയാം ഇതിൻ്റെ പുന്നറ്റ് സ്ക്വയർ വരയ്ക്കാൻ ഭയങ്കര എളുപ്പമാണ്. പുന്നറ്റ് സ്ക്വയർ വരയ്ക്കാൻ ഇനി നിങ്ങൾ പഠിച്ചില്ലെങ്കിൽ ഭയങ്കര പാടായിരിക്കും കേട്ടോ. പെട്ടെന്ന് പഠിച്ചോ. നമ്മൾ വരയ്ക്കുകയാണ്. ഇവിടെ പാരൻറ്റ് 1 ആണ്. പാരൻറ്റ് 1 ഈസ് ക്യാപിറ്റൽ ആർ സ്മോൾ ആർ. ഇവിടെ നിന്നുള്ള ഗാമേറ്റ്സ് ഒരു ക്യാപിറ്റൽ ആർ നമ്മളിവിടെ എഴുതും, ഒരു സ്മോൾ ആർ നമ്മളിവിടെ എഴുതും. ഇപ്പുറത്തുള്ള ഗാമേറ്റ് ഇതും ക്യാപിറ്റൽ ആർ സ്മോൾ ആർ ആണ്, ഒരു ക്യാപിറ്റൽ ആർ ഒരു സ്മോൾ ആർ ഇങ്ങനെ എഴുതി. ആൻഡ് ഒന്നാമത്തെ കോളം, ഫസ്റ്റ് കോളം ഈ ക്യാപിറ്റൽ ആർ ഇത് വിൽ ബി ലുക്കിംഗ് ക്യാപിറ്റൽ ആർ. ഇതെങ്ങനെ ആയിരിക്കും ഉണ്ടാവുക? ഇത് ക്യാപിറ്റൽ ആർ സ്മോൾ ആർ എന്നായിരിക്കും. മൂന്നാമത്തെ കോളത്തിൽ ക്യാപിറ്റൽ ആർ സ്മോൾ ആർ ആയിരിക്കും വരിക. നാലാമത്തെ കോളത്തിൽ സ്മോൾ ആർ ആയിരിക്കും വരിക. നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അല്ലേ? ഇനി ഇങ്ങനെ നോക്ക്, ഈ ക്യാപിറ്റൽ ആറിൻ്റെ കളർ എന്തായിരിക്കും? ഈ നിറം റെഡ് ആയിരിക്കും, സംശയമൊന്നുമില്ല അല്ലേ? ആൻഡ് ഈ ക്യാപിറ്റൽ ആർ സ്മോൾ ആർ എന്തായിരിക്കും? ഇവനും കുറച്ച് ഡോമിനേറ്റ് ചെയ്യും, ഇവനും കുറച്ച് ഡോമിനേറ്റ് ചെയ്യും. ഇവൻ പിങ്ക് ആയിട്ടായിരിക്കും ഉണ്ടാവുക. ആണോ അല്ലയോ? പിങ്ക് ആയിരിക്കും ഉണ്ടാവുക. സോ വാട്ട് ഈസ് ദിസ് തിങ്? ക്യാപിറ്റൽ ആർ സ്മോൾ ആർ പകുതി ഡോമിനേഷൻ ഇവൻ എന്തായിരിക്കും? പിങ്ക് ആയിട്ടായിരിക്കും ഉണ്ടാവുക. ഇത് നോക്ക്, സ്മോൾ ആർ ഇവൻ എന്തായിരിക്കും ഉണ്ടാവുക? ഈ വിൽ ബി ലുക്കിംഗ് ഇൻ വൈറ്റ് ഇൻ കളർ. സോ നോക്ക് എത്ര ഫീനോടൈപ്പ് ഉണ്ട്. ഹൗ മെനി ഫീനോടൈപ്സ് ആർ ദെയർ? ഹൗ മെനി? മൈ ക്വസ്റ്റ്യൻ ഈസ് ദാറ്റ് ഹൗ മെനി ഫീനോടൈപ്സ് ആർ ദെയർ? യു ക്യാൻ സീ ദെർ ആർ 3 ഫീനോടൈപ്സ്. 3 ഫീനോടൈപ്പുകളുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? 3 ഫീനോടൈപ്പ് ഏതൊക്കെയാണ്? നമുക്ക് കാണാൻ പറ്റും. റെഡ് ഉണ്ട്, പിന്നെ എന്തുണ്ട്? പിങ്ക് ഉണ്ട്, പിന്നെ ആരുണ്ട്? വൈറ്റ് ഉണ്ട് ഇല്ലേ? റെഡ്, പിങ്ക്, വൈറ്റ്. നമ്പർ നോക്ക്, ഒരു റെഡ് 1 ആണോ? ഇനി എത്ര പിങ്ക്? ഒരു പിങ്ക്, 2 പിങ്ക്. എത്ര വൈറ്റ്? ഒരു വൈറ്റ്. സോ റെഡ് ഈസ് ടു പിങ്ക് ഈസ് ടു വൈറ്റ് ഈസ് ഈക്വൽ ടു 1:2:1. ഇതാണ് അതിൻ്റെ എന്ത് റേഷ്യോ? ഫീനോടൈപ്പിക് റേഷ്യോ. ഇനി ഇതിൻ്റെ ജീനോടൈപ്സ് നോക്ക്. എത്ര ജീനോടൈപ്സ് ഉണ്ടെന്ന് നോക്ക്. ഒന്നാമത്തെ ജീനോടൈപ്പ് ആർ ഈസ് ക്യാപിറ്റൽ ആർ. രണ്ടാമത്തെ ജീനോടൈപ്പ് ഈസ് ടു ക്യാപിറ്റൽ ആർ സ്മോൾ ആർ. ഇനി മൂന്നാമത്തെ ജീനോടൈപ്പ് ഈസ് ടു സ്മോൾ ആർ. എത്ര എണ്ണം ഉണ്ടെന്ന് നോക്കി മക്കളെ. ക്യാപിറ്റൽ ആർ ഒരെണ്ണം 1. അടുത്ത് നോക്ക്, ക്യാപിറ്റൽ ആർ സ്മോൾ ആർ നോക്ക്. ഇത് ഈസ് ടു 2. അടുത്തത് സ്മോൾ ആർ ഈസ് ടു 1. 1:2:1 നോക്ക്. സോ ദിസ് ഈസ് ജീനോടൈപ്പിക് റേഷ്യോ. ഇവിടെ നോക്ക്, ജീനോടൈപ്പിക് റേഷ്യോ ഈസ് ഈക്വൽ ടു ഫീനോടൈപ്പിക് റേഷ്യോ എന്ന് കിട്ടിയോ നോക്കി ആലോചിച്ച് നോക്കി. ജീനോടൈപ്പിക് റേഷ്യോ ഈസ് ഈക്വൽ ടു ഫീനോടൈപ്പിക് റേഷ്യോ. ഈസ് ദാറ്റ് ക്ലിയർ? സോ ദിസ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ദിസ് ഈസ് ദ ഓൺലി ക്രോസ്. ഒരേ ഒരു ക്രോസിൽ മാത്രമേ കിട്ടുള്ളൂ ജീനോടൈപ്പിക് റേഷ്യോ ആൻഡ് ഫീനോടൈപ്പിക് റേഷ്യോ ഒരുപോലെ കിട്ടും. ഇൻ ദ കേസ് ഓഫ് എക്സെപ്ഷണൽ തിങ് ദാറ്റ് ഈസ് നോൺ ആസ് വാട്ട്? ഇൻകംപ്ലീറ്റ് ഡോമിനൻസ്. പറഞ്ഞ മക്കളെ, ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് എന്നാണ് ഈ ഫിനോമിനൻ എന്ന് പറയുന്ന പേര്. ആൻഡ് വേർ വിൽ യു ഒബ്സർവ്? സ്നാപ് ഡ്രാഗൺ അല്ലെങ്കിൽ ഡോഗ് ഫ്ലവർ അല്ലെങ്കിൽ ആൻറ്റി റൈനം സ്പീഷീസിലാണ് കിട്ടുക. ദിസ് ഈസ് ഇറ്റ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ക്ലിയർ? ആർ യു അണ്ടർസ്റ്റാൻഡിങ്? എനി കൺഫ്യൂഷൻസ്? സോ എല്ലാവരും കൊഴിഞ്ഞു പോകുന്നല്ലോ. ആൾക്കാർ കുറഞ്ഞു പോവാണല്ലോ. ബാക്കിയും കൂടി എടുക്കണോ? ബാക്കിയും കൂടി എടുത്തോട്ടെ, കണ്ടിന്യൂ ചെയ്ത് പോലെ. സോ ഇതാണ് എക്സെപ്ഷൻ ഓഫ് ദാറ്റ് തിങ്. ആൻഡ് നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇതാണ് ആ ചെടി. ഈ എവിടെ പോയോ? ചെടി രക്ഷപ്പെട്ടു തോന്നുന്നു. ഓക്കെ, എൻ്റെ ഡിസ്പ്ലേ ഇങ്ങനെ ഓഫായി പോകുന്നു. എല്ലാവരും പ്രതിഷേധമാണല്ലോ. നിങ്ങളെപ്പോലെ തന്നെയാണോ? ഇത് നോക്ക്, എത്ര കളറുകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും നോക്ക്. യു ക്യാൻ സീ ദ റെഡ് കളർ. ഇവിടെ റെഡ് കാണാൻ പറ്റും. ആൻഡ് യു ക്യാൻ സീ ദ വൈറ്റ് കാണാൻ പറ്റും. അതിൻ്റെ ഇടയിൽ കൂടെ യു ക്യാൻ സീ ദ പിങ്കും കാണാൻ പറ്റും. 3 കാണാൻ പറ്റും. ആക്ച്വലി ഒറ്റ ജീനേ ഉള്ളൂ, പക്ഷേ 3 ക്യാരക്ടർ കാണിക്കുന്നുണ്ട്. ദിസ് ഈസ് ഇറ്റ്. ക്ലിയർ ആണോ?
ക്ലിയർ ആണോ ആലോചിച്ച് നോക്ക്. സോ ഇതാണ് സംഭവിക്കുക. സോ ഇത് ഇങ്ങനെ വരാനുള്ള കാരണം വാട്ട് ആർ ദ ഡിഫറെൻറ്റ് റീസൺസ് ഉണ്ട് റെസ്പോൺസിബിൾ ഫോർ, ഇതാണ് കാര്യങ്ങൾ വരിക. ഇതിൻ്റെ കാര്യങ്ങളാണ് പോണ്ട, അതിലേക്ക് ജസ്റ്റ് മുന്നോട്ട് പോകണേ, അടുത്ത കാര്യങ്ങൾ പോവാം. ആൻഡ് വി ഹാവ് ടു സ്റ്റഡി അബൌട്ട് ദ കോഡോമിനൻസ് പഠിക്കാൻ നേരത്ത് മുന്നോട്ട് പോകണേ. ഒരുപാട് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് ജസ്റ്റ് പോകുന്നില്ല, ഞാനിതൊന്ന് കവർ ചെയ്ത് തീർത്തോട്ടെ എന്നുള്ള രൂപത്തിലാണ് പോകുന്നത്. അടുത്തത് കോഡോമിനൻസ് ആണ്. കോഡോമിനൻസ് എന്ന് പറഞ്ഞാൽ ഫാക്ടറിനകത്ത് നമ്മൾ പഠിക്കാനുള്ളത് ഹ്യൂമൻ ബ്ലഡ് ഗ്രൂപ്പിംഗ് ആണ്. നമ്മൾ പഠിക്കുക ബ്ലഡ് ഗ്രൂപ്പിംഗ്, വി ഹാവ് ടു സ്റ്റഡി ദ ബ്ലഡ് ഗ്രൂപ്പിംഗ് ആണ് പഠിക്കാനുള്ളത്. ബ്ലഡ് ഗ്രൂപ്പിംഗ് പഠിക്കാൻ നേരത്ത് നമുക്കറിയാൻ പറ്റും ബ്ലഡ് ഗ്രൂപ്പിങ്ങിന് ഒരു പ്രത്യേകതയുണ്ട്. ബ്ലഡ് ഗ്രൂപ്പിംഗ് കൺട്രോൾ ചെയ്യുന്ന ജീനിൻ്റെ പേര്, ദ ജീൻ ഈസ് നോൺ ആസ് വാട്ട് ജീൻ? ജീൻ ഈസ് നോൺ ആസ് ഐ ജീൻ എന്നാണ് ജീനിൻ്റെ പേര്. ഐ ജീൻ ആണെങ്കിൽ ജീനിൽ വിൽ ബി ഹാവിങ് അല്ലീൽസ് ഉണ്ട്. ഏതൊക്കെയായിരിക്കും അല്ലീൽ? നമുക്കറിയാം, നമ്മൾ യൂഷ്വലി നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഒരു ക്യാപിറ്റൽ ഐ എന്ന് പറഞ്ഞ അല്ലീലിനെയും ഒരു സ്മോൾ ഐ എന്ന് പറഞ്ഞ അല്ലീലിനെയാണ് നമ്മൾ പ്രതീക്ഷിക്കുക. നമുക്കറിയാം ജീൻ ഒരെണ്ണമാണെങ്കിൽ ക്യാപിറ്റൽ ഐയും സ്മോൾ ഐയും രണ്ട് അല്ലീൽസ് ആണ് ഉണ്ടാവുക. പക്ഷേ ഇവിടെ ഒരു ഡിഫറൻസ് ഉണ്ട്. ഒരു അല്ലീലിൻ്റെ പേര് ഈ ക്യാപിറ്റൽ ഐ തന്നെ രണ്ട് ടൈപ്പ് ഉണ്ട്. സോ ദാറ്റ് ഈസ് നോൺ ആസ് ഐ എ അല്ലീലിനും ഐ ബി അല്ലീലും രണ്ട് അല്ലീൽസ് ഉണ്ട്. നോക്കിയാൽ ആലോചിച്ച് നോക്കുക മക്കളെ. ബ്ലഡ് ഗ്രൂപ്പിംഗ് എ ബി ഒ ബ്ലഡ് ഗ്രൂപ്പിംഗ് ആണ്. ജീനിൻ്റെ പേര് ഐ ജീൻ എന്നാണ്. ആൻഡ് അല്ലീൽസ് ഈസ് നമ്മൾ ക്യാപിറ്റൽ ഐ സ്മോൾ ഐ മാത്രം പ്രതീക്ഷിക്കുന്നു. പക്ഷേ ഇവിടെ കിട്ടുന്നത് വി വിൽ ബി ഗെറ്റിംഗ് ഐ എ എന്നൊരു ക്യാപിറ്റൽ ഐൻ്റെ ടൈപ്പ്, ഐ ബി എന്നൊരു ക്യാപിറ്റൽ ടൈപ്പ് ആൻഡ് സ്മോൾ ഐ എന്നൊരു ടൈപ്പ്. സോ ഹൗ മെനി അല്ലീൽസ് ആർ ദെയർ? നമ്മൾ യൂഷ്വലി രണ്ട് അല്ലീൽ മാത്രമാണ് വരിക യൂഷ്വലി എല്ലായിടത്തും. പക്ഷേ ഇവിടെ കുറേ അല്ലീലുണ്ട്, മോർ ദാൻ 2 അല്ലീൽസ് ആർ ദെയർ. സോ ദിസ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് എ എക്സെപ്ഷണൽ കേസ് ദാറ്റ് ഈസ് നോൺ ആസ് മൾട്ടിപ്പിൾ അല്ലീലിസം. ദിസ് ഈസ് നോൺ ആസ് വാട്ട്? മൾട്ടിപ്പിൾ അല്ലീലിസം. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ദിസ് ഈസ് നോൺ ആസ് മൾട്ടിപ്പിൾ അല്ലീലിസം. സോ ആരാണ് മൾട്ടിപ്പിൾ അല്ലീലിസം കാണിക്കുന്നത്? ഒരു എക്സാമ്പിൾ ദാറ്റ് ഈസ് നോൺ ആസ് ABO blood grouping. ABO blood grouping is a example for multiple allelism because it is having multiple alleles. Okay, multiple. അപ്പോൾ ഇതൊരു എക്സെപ്ഷൻ ആണ് ലോ ഓഫ് ഡോമിനൻസിൻ്റെ. കാരണം ലോ ഓഫ് ഡോമിനൻസിൽ അവർ പറഞ്ഞിട്ടുണ്ട് സാധാരണ 2 സാധനങ്ങളാണ് കവർ ചെയ്യുക എന്നുള്ളത്. ഇതൊരു സാധനമാണ്. പക്ഷേ ഇതിനേക്കാളും വലിയൊരു സാധനം പറയാനുണ്ട്. കാരണം എന്ന് വെച്ചാൽ നമുക്കിത് ഓൾറെഡി അറിയുന്ന കാര്യമാണ് അല്ലേ. സപ്പോസ് നമ്മുടെ ബോഡിയിൽ, എൻ്റെ ബോഡിയിൽ ഞാൻ ഡിഫറെൻറ്റ് കോമ്പിനേഷൻസ് എഴുതാൻ നിങ്ങൾ പറഞ്ഞാൽ എൻ്റെ ബോഡിയിൽ ഇപ്പോൾ ഐ എയും കൂടെ ഒരുമിച്ചിട്ടാണ് വരുന്നതെന്ന് വിചാരിച്ചോ. സോ യു നോ ഡെഫിനറ്റ്ലി ഇറ്റ് വിൽ പ്രൊഡ്യൂസ് ദ എ ആൻറ്റിജൻ. സോ എൻ്റെ ബ്ലഡ് ഗ്രൂപ്പ് വിൽ ബി എ ബ്ലഡ് ഗ്രൂപ്പ് ആയിരിക്കും, എ ഗ്രൂപ്പ്. ഡെഫിനറ്റ്ലി കൺഫ്യൂഷൻസ് ഇല്ലല്ലോ, എ ഗ്രൂപ്പ്. ഇനി ഐ എയുടെ കൂടെ സ്മോൾ ഐയും കൂടി ഒരുമിച്ചാണ് വരുന്നതെങ്കിൽ നമുക്കറിയാം ഇവൻ റെസസീവ് ആണ്, ഇവൻ മാത്രം എക്സ്പ്രസ് ചെയ്യും. ദിസ് വിൽ ബി ഓൾസോ പ്രൊഡ്യൂസിങ് എ ആൻറ്റിജൻ. സോ എൻ്റെ ബ്ലഡ് ഗ്രൂപ്പ് വിൽ ബി എ ഗ്രൂപ്പ്. കൺഫ്യൂഷൻസ് ഉണ്ടോ എന്ന് ആലോചിച്ച് നോക്കിയാൽ മക്കളെ, കൺഫ്യൂഷൻസ് ഉണ്ടോ? ഇല്ല. ഇനി നോക്ക്, ഇനി അടുത്തത് ഐ ബിയും കൂടി ഒരുമിച്ചാണ് വരുന്നതെങ്കിൽ ഇവനറിയാം നമ്മൾ ബി ആൻറ്റിജനാണ് പ്രൊഡ്യൂസ് ചെയ്യുക, എൻ്റെ ബ്ലഡ് ഗ്രൂപ്പ് വിൽ ബി ബി ഗ്രൂപ്പ് ആയിരിക്കും. ഇനി നോക്ക്, ഐ ബിയും സ്മോൾ ഐയും ഒരുമിച്ചാണ് വരുന്നതെങ്കിൽ ആലോചിച്ച് നോക്കിയാൽ മക്കളെ. സോ ഇവൻ സ്മോൾ ഐ റെസസീവ് ആണ്, ഇവൻ ഐ ബി ഡോമിനേറ്റിംഗ് ആണ്, ഇവനും ബി ആൻറ്റിജൻ പ്രൊഡ്യൂസ് ചെയ്യും, എൻ്റെ ബ്ലഡ് ഗ്രൂപ്പ് വിൽ ബിക്കം ബി ഗ്രൂപ്പ്. കൺഫ്യൂഷൻസ് ഉണ്ടോ എന്ന് ആലോചിച്ച് നോക്കിയേ, ഇല്ലല്ലോ. ഇനി നോക്ക്, സ്മോൾ ഐയും കൂടിയാണ് പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ ഇവൻ റെസസീവ് ആണ്, ഈ വിൽ ബി പ്രൊഡ്യൂസിങ് നോ ആൻറ്റിജൻ, ഒരു ആൻറ്റിജനും പ്രൊഡ്യൂസ് ചെയ്യില്ല, അല്ലെങ്കിൽ ഹി വിൽ ബി പ്രൊഡ്യൂസിങ് 0 ആൻറ്റിജൻ. സോ ദിസ് വിൽ ബി കോൾഡ് 0 ഗ്രൂപ്പ് അല്ലെങ്കിൽ O ഗ്രൂപ്പ് എന്ന് വിളിക്കും. ദിസ് ഈസ് ദ O ഗ്രൂപ്പ്, 0 ഗ്രൂപ്പ്. മുട്ട O കാണുമ്പോൾ മുട്ട എന്ന് ആലോചിച്ചാൽ അവിടെ ഒന്നുമില്ല, മുട്ടയാണ്, വട്ട 0. ഒരു ആൻറ്റിജൻ അവിടെ ഇല്ല, അതാണ് ഐ ഗ്രൂപ്പ്. ക്ലിയർ ആണെന്ന് ആലോചിക്കേ. സോ ഐ ആം ടോക്കിംഗ് അബൌട്ട് എത്ര ഗ്രൂപ്പിനെ പറ്റി പറയുന്നു? 3 ഗ്രൂപ്പിനെ പറ്റിയിട്ട്. എ ഗ്രൂപ്പ് ആണെങ്കിൽ 2 പോസിബിലിറ്റീസ് ആണ്. എ ഗ്രൂപ്പിന് ഐ എ ആവാം, അല്ലെങ്കിൽ ഐ എ സ്മോൾ ഐ ആവാം. ബി ഗ്രൂപ്പിനാണെങ്കിൽ ഐ ബി ആവാം, ഐ ബി സ്മോൾ ഐ ആവാം. ഇനി O ഗ്രൂപ്പിന് ഒരൊറ്റ പോസിബിലിറ്റി ഉള്ളൂ, അത് രണ്ടും സ്മോൾ ഐ ആയിരിക്കാം. റെഡിയാണോ? ഇനിയാണ് എക്സെപ്ഷണൽ ആക്ച്വൽ ആശാൻ വരുന്നത്. ആരാണ് ആശാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ എയും ഐ ബിയും വന്നു. ഈസ് ഇറ്റ് എ ഹോമോസൈഗസ് പെയർ ഓർ എ ഹെട്രോസൈഗസ് പെയർ? ആരാ പറഞ്ഞു തരാ? ഐ എ ഐ ബി, ഈസ് ഇറ്റ് ഹോമോസൈഗസ് ഓർ ഹെട്രോസൈഗസ്? ഡെഫിനറ്റ്ലി ഇത് ഡിഫറെൻ്റ് ആണ്. സോ ദിസ് ഈസ് ഹെട്രോസൈഗസ് പെയർ ആണ്. ദിസ് ഈസ് ഹെട്രോസൈഗസ്. കൺഫ്യൂഷൻസ് ഒന്നുമില്ല. ഐ ബി എന്ന് പറഞ്ഞാൽ ഹെട്രോസൈഗസ് ആണ്. ആൻഡ് ലോ ഓഫ് ഡോമിനൻസ് പ്രകാരം നമുക്കറിയാം എയ്തർ ഐ എ ഡോമിനേറ്റ് ചെയ്യും അല്ലെങ്കിൽ ഐ ബി ഡോമിനേറ്റ് ചെയ്യും. ആരെങ്കിലും ഒരാളെ ഡോമിനേറ്റ് ചെയ്യുള്ളൂ, രണ്ടാളും ഡോമിനേറ്റ് ചെയ്യാൻ പാടില്ല. ഐ എ ഡോമിനേറ്റ് ചെയ്യുകയാണെങ്കിൽ ഐ ബിൻ്റെ ക്യാരക്ടർ ഉണ്ടാവില്ല, ഐ ബി ഡോമിനേറ്റ് ചെയ്യുകയാണെങ്കിൽ ഐ എൻ്റെ ക്യാരക്ടർ ഉണ്ടാവില്ല. പക്ഷേ ഇവിടെ നടക്കുന്നത് എന്താണെന്നറിയോ? ഭയങ്കര കോമഡിയാണ്. ഐ എ ഡോമിനേറ്റ് ചെയ്യും, അതുപോലെ തന്നെ ഐ ബിയും ഡോമിനേറ്റ് ചെയ്യും. അതുകൊണ്ട് ഇവിടെ എ ആൻറ്റിജൻ പ്രൊഡ്യൂസ് ചെയ്യും, ബി ആൻറ്റിജൻ പ്രൊഡ്യൂസ് ചെയ്യും. ബ്ലഡ് ഗ്രൂപ്പ് വിൽ ബിക്കം എ ബി ഗ്രൂപ്പായിട്ട് മാറും. സോ ദിസ് ഈസ് രണ്ടുപേരും ഒരുപോലെ ഡോമിനേറ്റ് ചെയ്യുകയാണ്. സോ ഇതിനെയാണ് നമ്മൾ വിളിക്കുക കോ ഡോമിനൻ്റ്. രണ്ടുപേരും ഒരുമിച്ച് പണിയെടുക്കുന്നതിന് എന്താ വിളിക്കുക? രണ്ടുപേരും ഒരുമിച്ച് പണിയെടുക്കുന്നതിന് കോ വർക്കർ എന്നാണ് വിളിക്കുക. സോ ഇവിടെ രണ്ടുപേരും ഒരുമിച്ച് ഡോമിനേറ്റ് ചെയ്യാണ്, അതിനെ നമ്മൾ വിളിക്കുന്നത് കോ ഡോമിനൻ്റ് എന്നാണ് വിളിക്കുക. രണ്ടുപേരും ഒരുമിച്ച് ഡോമിനേറ്റ് ചെയ്യുന്നു. ദാറ്റ് ഈസ് നോൺ ആസ് കോ ഡോമിനൻ്റ്. ക്ലിയർ ആണോ മക്കളെ? ആർ യു അണ്ടർസ്റ്റാൻഡിങ് മക്കളെ? എനി കൺഫ്യൂഷൻസ് മക്കളെ? ആലോചിച്ച് നോക്കിയേ. ദിസ് ഈസ് നോൺ ആസ് വാട്ട്? കോ ഡോമിനൻ്റ്. സോ ഇതാണ് കോ ഡോമിനൻ്റ്, അല്ലെങ്കിൽ ദിസ് ഈസ് നോൺ ആസ് കോ ഡോമിനൻസ്. ഈ ഫിനോമിനനെ വിളിക്കുന്ന പേരാണ് കോ ഡോമിനൻസ്. ആൻഡ് കോ ഡോമിനൻസ് ഈസ് ആൻ എക്സാമ്പിൾ ഫോർ, അല്ലെങ്കിൽ നോക്കിയേ, കോ ഡോമിനൻസ് ഈസ് ആൻ എക്സാമ്പിൾ ഫോർ വാട്ട്? ആലോചിച്ച് നോക്കിയേ.
കോഡോമിനൻസിൻ്റെ എക്സാമ്പിൾ ആരാ പറയാ? സോ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയിട്ട് പറയാം, കോഡോമിനൻസിൻ്റെ എക്സാമ്പിൾ ആരാ പറയുക? ഇഫ് ഐ ആം ടെല്ലിങ് ABO blood grouping is an example for codominance, true or false? ABO blood grouping is an example for codominance, true or false? True or false മക്കളെ? ആലോചിച്ച് നോക്കിയോ മക്കളെ? ABO blood grouping is a example for codominance, true or false എന്ന് ചോദിച്ചാൽ ഞാൻ പറയും എക്സാക്ട്ലി പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് ഫാൾസ്, ഇറ്റ് ഈസ് വെരി മച്ച് ഫാൾസ്. കാരണം ABO ബ്ലഡ് ഗ്രൂപ്പിങ്ങിലുള്ള A ഗ്രൂപ്പ് അല്ലെങ്കിൽ നോക്ക് ബി ഗ്രൂപ്പ് അല്ലെങ്കിൽ O ഗ്രൂപ്പ് ഇവരെല്ലാവരും ലോ ഓഫ് ഡോമിനൻസിനെ ഒബേ ചെയ്യുന്ന ആൾക്കാരാണ്. ഓൺലി യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ്, ഓൺലി AB ബ്ലഡ് ഗ്രൂപ്പ് ഈസ് ആൻ എക്സാമ്പിൾ ഫോർ കോഡോമിനൻസ്. ഓൺലി AB ബ്ലഡ് ഗ്രൂപ്പ് ഈസ് ആൻ എക്സാമ്പിൾ ഫോർ കോഡോമിനൻസ്. കോഡോമിനൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ബ്ലഡ് ഗ്രൂപ്പുകളും ഇല്ല, AB ബ്ലഡ് ഗ്രൂപ്പ് മാത്രമേ ഉള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? ആലോചിക്കുന്നുണ്ടോ? ഐ വിൽ ബി ടെല്ലിങ്. എനിക്കറിയാമായിരുന്നു നിങ്ങൾ ട്രൂ എന്ന് പറയുന്നത്. സോ ഇതാണ് സംഭവം. സോ ദ കോഡോമിനൻസിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് AB ബ്ലഡ് ഗ്രൂപ്പ് മാത്രമേ ഉള്ളൂ. IA-യും IB-യും ഒരുമിച്ച് ഡോമിനേറ്റ് ചെയ്യുന്ന ആൾക്കാർ. ഒരു സ്ഥലത്ത് IA സ്മോൾ ഐയും കൂടി വന്നു കഴിഞ്ഞാൽ അവർ രണ്ടുപേരും കൂടി ഒരുമിച്ച് ഡോമിനേറ്റ് ചെയ്യോ? ഇല്ല, IA മാത്രമേ ഡോമിനേറ്റ് ചെയ്യുള്ളൂ. സ്മോൾ ഐ ഒന്നും ചെയ്യില്ല, സ്മോൾ ഐ സപ്രസ് ചെയ്തിരിക്കും. സോ ദാറ്റ് ഈസ് ലോ ഓഫ് ഡോമിനൻസ്. ദർ ഇസ് നോ എക്സെപ്ഷൻസ്, ഒരു കുഴപ്പമില്ല. പക്ഷേ എവിടെയെങ്കിലും വെച്ച് മക്കളെ മനസ്സിലാക്ക്, എവിടെയെങ്കിലും വെച്ച് IA-യും IB-യും കൂടി ഒരുമിച്ച് വരികയാണെങ്കിൽ രണ്ടുപേരും ഡോമിനേറ്റ് ചെയ്യും. A ആന്റിജനും B ആന്റിജനും പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗ്രൂപ്പ് വിൽ ബിക്കം AB ബ്ലഡ് ഗ്രൂപ്പ് ആയി മാറും. ആർ യു അണ്ടർസ്റ്റാൻഡിങ്? ക്ലിയർ ആണോ? മനസ്സിലാവുന്നുണ്ടോ? ഓൺലി AB ബ്ലഡ് ഗ്രൂപ്പ് ഈസ് എലിമിനേറ്റിംഗ് ദ കോഡോമിനൻസ്. പക്ഷേ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാണ് ABO blood grouping is an example for dash. എന്താണ് ഡാഷ്? വാട്ട് ഈസ് ദ ആൻസർ? ABO blood grouping എന്തിനുള്ള എക്സാമ്പിൾ ആണ്? യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഈസ് മൾട്ടിപ്പിൾ അല്ലീലിസം. മൾട്ടിപ്പിൾ അല്ലീലിസത്തിന് ABO blood grouping മുഴുവൻ എക്സാമ്പിൾ ആണ്. നോക്ക്, നമ്മൾ ഓൾറെഡി പറഞ്ഞു ABO blood groupingന് വേണ്ടിയിട്ട് അല്ലീൽസ് എത്ര അല്ലീൽസ് ഉണ്ട്? IA എന്ന് പറഞ്ഞ അല്ലീലുണ്ട്, IB എന്ന് പറഞ്ഞ അല്ലീലുണ്ട്. ഉണ്ടോ? ആലോചിച്ച് നോക്കിയിട്ട് പറ. ആൻഡ് സ്മോൾ I എന്ന് പറഞ്ഞ അല്ലീലുണ്ട്. മൾട്ടിപ്പിൾ അല്ലീൽസ് ആർ ദെയർ ഫോർ നമ്മുടെ ABO blood grouping. പക്ഷേ കോഡോമിനൻസിന് എക്സാമ്പിൾ ആയിട്ട് വരുന്നത് AB blood group മാത്രമേ ഉള്ളൂ. ബ്ലഡ് ഗ്രൂപ്പ് Aയും ബ്ലഡ് ഗ്രൂപ്പ് Bയും ഒന്നും എന്തായിട്ട് വരില്ല, ഇതായിട്ട് വരില്ല. ഈസ് ദ ക്ലിയർ? മക്കളെ റെഡി ആണോ എന്ന് ആലോചിച്ച് നോക്കിയിട്ട് പറയുക. എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടോ എന്ന് നോക്ക്. സോ ദിസ് ഈസ് വെരി 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 ഇമ്പോർട്ടൻറ്റ്. ആൻഡ് നമ്മുടെ ഇത് നോക്കുക. സോ എന്താണ് സംഭവിക്കുക നമുക്കറിയാം. ഇതിനകത്ത് ഞാൻ പറഞ്ഞു IA എന്ന കോമ്പിനേഷൻ ആണെങ്കിൽ ഒരു IA ഒരു പേരൻറ്റിൽ നിന്നും മറ്റേ IA അടുത്ത പേരൻറ്റിൽ നിന്നായിരിക്കും നമുക്ക് കിട്ടുക. നമുക്ക് ഓൾറെഡി അറിയുന്ന കാര്യങ്ങളാണ്, വലിയ സംഭവങ്ങളൊന്നുമില്ല. അതേ കാര്യങ്ങളാണ് അവിടെ എഴുതി വെച്ചിട്ടുള്ളത്. ഒരാൾ O ബ്ലഡ് ഗ്രൂപ്പാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി അവർ സ്മോൾ ഐ ആയിരിക്കും. അതിനകത്ത് കൺഫ്യൂഷൻസ് ഒന്നുമില്ല. ക്ലിയർ? സോ ഇതാണ് അതിൻ്റെ കാര്യങ്ങൾ. ആൻഡ് അതുപോലെ തന്നെ മൾട്ടിപ്പിൾ അല്ലീൽസിൻ്റെ കാര്യം പറയുന്നുണ്ട്, മൾട്ടിപ്പിൾ അല്ലീലിസത്തിൻ്റെ കാര്യം പറയുന്നുണ്ട്. ഇതുപോലെ തന്നെ വേറെ ഒരു ക്യാരക്ടറിൻ്റെ കാര്യം പറയുന്നുണ്ട് ഇവിടെ. സോ ദാറ്റ് ഈസ് വാട്ട് ഈസ് നമ്മുടെ ഒരു സ്റ്റാർച്ച് സിന്തസിസ് ഇൻ പീ പ്ലാന്റ്. ഓക്കെ നോക്കുക. ഒക്കേഷണലി ദ ജീൻ പ്രൊഡക്റ്റ് മേ ബി പ്രൊഡ്യൂസിങ് മോർ ദാൻ വൺ എഫക്ട്. ഫോർ എക്സാമ്പിൾ സ്റ്റാർച്ച് സിന്തസിസ് ഇൻ പീ പ്ലാന്റ്സ്, പീ സീഡ്സ് ഈസ് കൺട്രോൾഡ് ബൈ വൺ ജീൻ. ആലോചിച്ച് നോക്കണം മക്കളെ. Starch synthesis in pea plant is controlled by one gene. It has two alleles, small b and capital B and small b. Starch is synthesized effectively by capital B, small b, and small b as in homozygous have lesser efficiency in starch synthesis and produce smaller starch grains. After maturation of the seeds, capital B become round and small b is existing as wrinkled. Heterozygous produces round seeds and so B seems to be the dominant allele, but the starch grains produced are intermediate size in BB seeds. So if starch grain size is considered as a phenotype, from this angle it will be showing that incomplete dominance. ആലോചിച്ച് നോക്കിയാൽ മക്കളെ, ഇൻകംപ്ലീറ്റ് ഡോമിനൻസിൻ്റെ വേറെ എക്സാമ്പിൾ ആയിട്ട് പറയുന്ന സാധനമാണ്. ഇൻകംപ്ലീറ്റ് ഡോമിനൻസിൻ്റെ എക്സാമ്പിളാണ് എന്താണ്? സ്റ്റാർച്ച് ഗ്രെയിൻ സിന്തസിസ് ഇൻ പീ പ്ലാന്റ്സ്. ആലോചിച്ച് നോക്കുക. സ്റ്റാർച്ച് ഗ്രെയിൻ എന്ന് പറഞ്ഞാൽ സ്റ്റാർച്ച് സിന്തസിസ് എന്ന് ആലോചിച്ചാൽ മതി. സ്റ്റാർച്ച് എവിടെ സിന്തസൈസ് ചെയ്യുന്നതാണ്? പീ സീഡ്സിൽ, പയറിൻ്റെ ചെടി ഇലകളിൽ സ്റ്റാർച്ച് സിന്തസൈസ് ചെയ്യുന്നതിൻ്റെ കാര്യങ്ങളാണ് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? റെഡി ആണോ? മനസ്സിലാവുന്നുണ്ടോ? ക്ലിയർ ആണോ? സോ ഇവിടെ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഇതിനെ കൺട്രോൾ ചെയ്യുന്ന ജീനിൻ്റെ പേര് B ജീൻ എന്നാണ്. ജീനിൻ്റെ പേരെന്താണ്? B ജീൻ എന്നാണ് പറയുക. ദിസ് ഈസ് കോൾഡ് B ജീൻ. ആൻഡ് B ജീനിന് രണ്ട് അല്ലീൽസ് ഉണ്ട്. നമ്മൾ പറഞ്ഞ പോലെ ക്യാപിറ്റൽ ബിയും സ്മോൾ ബിയും ആണ് രണ്ട് അല്ലീൽസ്. ഇവിടെ മൾട്ടിപ്പിൾ അല്ലീൽസ് ഒന്നുമില്ല, രണ്ട് അല്ലീൽസേ ഉള്ളൂ. നമുക്കറിയാം ക്യാപിറ്റൽ ബി വന്നു കഴിഞ്ഞാൽ ഇവർ ഒരുപാട് എമൗണ്ട് സ്റ്റാർച്ച് സിന്തസൈസ് ചെയ്യും. ക്ലിയർ ആണോ? ആൻഡ് രണ്ടാമത്തത് സ്മോൾ ബി ആണ് വന്നതെങ്കിൽ ഇവർ ലെസ് എമൗണ്ട് ഓഫ് സ്റ്റാർച്ചാണ് സിന്തസൈസ് ചെയ്യുക.
പക്ഷേ ഇവർ ഇതിനകത്തുള്ള പ്രശ്നം എന്താ വെച്ചാൽ ഇഫ് ഇറ്റ് ഈസ് കമ്മിങ് ഇൻ ക്യാപിറ്റൽ ബി ആൻഡ് സ്മോൾ ബി വാട്ട് വിൽ ബി ഒക്കറിങ് നമ്മുടെ ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് നമ്മുടെ പിങ്ക് ഫ്ലവർ ഉണ്ടായ പോലെയാണ് ഇവിടെ നിന്ന് കുറച്ച് എക്സ്പ്രസ് ചെയ്യും ഇവിടെ നിന്ന് കുറച്ച് എക്സ്പ്രസ് ചെയ്യും അതായത് ഇവരെന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഇവർ കുറച്ച് സ്റ്റാർച്ച് സിന്തസിസ് ചെയ്യും സോ നോക്ക് സ്റ്റാർച്ച് സിന്തസിസ് ഇവിടെ ഭയങ്കര കൂടുതലാണ് ഇവിടെ ഭയങ്കര കുറവാണ് ഇവിടെ കുറച്ച് നടുവിലുണ്ട് സോ ഇറ്റ് ഈസ് ഹാവിങ് 3 ഫീനോടൈപ്പ് 3 ഫീനോടൈപ്പ് ഉണ്ട് ഇല്ലേ ഫീനോടൈപ്പ് ഉണ്ട് സോ ദിസ് ഈസ് ആൻ എക്സാമ്പിൾ ഫോർ ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് ഇതെന്താണ് ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് ക്ലിയർ ആണോ മക്കളെ മനസ്സിലാവുന്നുണ്ടോ എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടോ എന്ന് നോക്കിയിട്ട് പറയണേ ഇതാണെന്ത് ഇൻകംപ്ലീറ്റ് ഡോമിനൻസിൻ്റെ എക്സാമ്പിൾ ആയിട്ട് വരുന്ന അടുത്ത സാധനം സോ ഇൻകംപ്ലീറ്റ് ഡോമിനൻസിന് 2 കാര്യങ്ങളാണ് നമ്മുടെ ഇവിടെ പറഞ്ഞിട്ടുള്ളത് NCERT പറഞ്ഞിട്ടുള്ളത് ആദ്യത്തേത് നമ്മുടെ ഈ ഫ്ലവറിൻ്റെ കാര്യമായിരുന്നു ഏത് ഫ്ലവർ ആയിരുന്നു ഡോഗ് ഫ്ലവറിൻ്റെ കാര്യമായിരുന്നു അടുത്തത് സ്റ്റാർച്ച് സിന്തസിസിൻ്റെ കാര്യമാണ് പറയുന്നത് ക്ലിയർ ആണോ മക്കളെ റെഡിയാണോ ഇനി വേറെ ഒരു വാക്കും കൂടി ഇവിടെ പഠിക്കുന്നുണ്ട് സോ ആക്ച്വലി അത് കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് പഠിക്കാൻ വരുന്നൊരു വാക്കാണ് നമ്മൾ കുറച്ച് അങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞാൽ ആഫ്റ്റർ നമ്മുടെ ഈ ഡൈ ഹൈബ്രിഡ് ക്രോസ് ലിങ്കേജ് ഒക്കെ കഴിഞ്ഞിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ 11:30 നമ്മളെപ്പോൾ തീർക്കും ആലോചിച്ച് നോക്കിയാൽ മക്കളെ ഇവിടെ പഠിക്കുന്ന ഒരു വാക്കുണ്ട് സോ ദിസ് ഈസ് നോൺ ആസ് പ്ലിയോട്രോപ്പി എന്നൊരു വാക്കുണ്ട് മനസ്സിലാക്കണ്ട മക്കളെ സോ ദിസ് ഈസ് നോൺ ആസ് എ പ്ലിയോട്രോപ്പി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് പേജ് നമ്പർ 85 ഓഫ് യുവർ NCERT ടെക്സ്റ്റ് ബുക്ക് ഇറ്റ് ഈസ് ഷോയിങ് പ്ലിയോട്രോപ്പി നോക്കണേ ക്ലിയർ ആണല്ലോ അല്ലേ സോ ഇത് സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് തിങ് യൂഷ്വലി നമ്മളൊരു കൺസെപ്റ്റ് പറയുന്നത് എന്താ വെച്ചാൽ ഒരു വൺ ജീൻ വിൽ ബി കൺട്രോളിങ് വൺ ക്യാരക്ടർ ഒരു ക്യാരക്ടറിനെ കൺട്രോൾ ചെയ്യുന്ന ജീനായിരിക്കും ഒരു ക്യാരക്ടറിനെയാണ് ഒരു ജീൻ കൺട്രോൾ ചെയ്യുക അതായത് ഒരു ജീൻ ഉണ്ടെങ്കിൽ ആ ജീനിന് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത് ഒരു ക്യാരക്ടറിനെ ആയിരിക്കും കൺട്രോൾ ചെയ്യുക ഇത് യൂഷ്വൽ സാധനമാണ് ദിസ് ഈസ് ദ നോർമൽ ഫിനോമിനൻ പക്ഷേ സപ്പോസ് ഇപ്പോൾ ഒരു ജീൻ ഇനി ഒരു ക്യാരക്ടറിനെ കൂടി കൺട്രോൾ ചെയ്യുന്നുണ്ടല്ലോ ഒരു സെക്കൻഡ് ക്യാരക്ടറും കൂടി ഉണ്ടെങ്കിലോ അതായത് വൺ ജീൻ കൺട്രോളിങ് 2 ക്യാരക്ടേഴ്സ് ഈസ് ഇറ്റ് പോസിബിൾ 1 ക്യാരക്ടർ ആൻഡ് 2 ക്യാരക്ടർ ഈസ് ഇറ്റ് പോസിബിൾ ഇങ്ങനത്തെ കണ്ടീഷനെയാണ് വി വിൽ ബി കോളിംഗ് ഇറ്റ് ആസ് വാട്ട് പ്ലിയോട്രോപ്പി ദിസ് ഈസ് നോട്ട് സോറി സോ ദിസ് ഈസ് നോൺ ആസ് വാട്ട് പ്ലിയോട്രോപ്പി ഇതിനെ വിളിക്കുന്ന പേരാണെന്ത് പ്ലിയോട്രോപ്പി എന്ന് വിളിക്കുക എനിക്ക് പെട്ടെന്നൊരു കൺഫ്യൂഷൻ വന്നു പോയത് കേട്ടോ ദിസ് ഈസ് നോൺ ആസ് വാട്ട് പ്ലിയോട്രോപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജീൻ കൺട്രോളിങ് 2 ക്യാരക്ടേഴ്സാണ് സോ യൂഷ്വലി ഇതാണ് സംഭവിക്കുക എന്തുകൊണ്ടാണ് ഞാനിതിവിടെ പറഞ്ഞതെന്ന് വെച്ചാൽ പ്ലിയോട്രോപ്പിയുടെ എക്സാമ്പിളും നമ്മളിപ്പോൾ പറഞ്ഞ അതേ എക്സാമ്പിൾസ് തന്നെയാണ് കാരണം നിങ്ങൾ ആലോചിച്ച് നോക്ക് ഇവിടെ ക്യാപിറ്റൽ ബി 2 ജീനുണ്ട് ക്യാപിറ്റൽ ബി സ്മോൾ ബി ഒരു ജീനുണ്ട് അല്ല ഒരു പെയറുണ്ട് സ്മോൾ ബി ഒരു ചെയറുണ്ട് ഞാനിപ്പോൾ ഓൾറെഡി പറഞ്ഞു ദിസ് വിൽ ബി പ്രൊഡ്യൂസിങ് മോർ സ്റ്റാർച്ച് ഇതാണ് ഒരു ക്യാരക്ടർ കേട്ടോ മോർ സ്റ്റാർച്ച് ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഇൻ്റർമീഡിയറ്റ് സ്റ്റാർച്ചാണ് പ്രൊഡ്യൂസ് ചെയ്യുക അവിടെ ഞാൻ 2 ആരോ ഉണ്ടായിരുന്നു ഇവിടെ ഒരു ആരോ ഉള്ളൂ ആൻഡ് ഇറ്റ് വിൽ നോട്ട് പ്രൊഡ്യൂസ് എനി സ്റ്റാർച്ച് വെരി ലോ എമൗണ്ട് ഓഫ് സ്റ്റാർച്ച് സോ ഇത് ഒരു ക്യാരക്ടറാണ് ദിസ് ഈസ് വൺ ക്യാരക്ടർ ഒന്നാമത്തെ ക്യാരക്ടർ ആൻഡ് അടുത്തത് ഞാൻ പറയുകയാണെങ്കിൽ സിൻസ് ഇറ്റ് ഈസ് ഹാവിങ് മോർ സ്റ്റാർച്ച് ഇറ്റ് വിൽ ബി വെരി ബിഗ്ഗർ സീഡ് വലിയ സീഡായിരിക്കും ഇതിന് സ്റ്റാർച്ച് ഇല്ലാത്ത കാരണം ഇത് വെരി റിങ്കിൾഡ് സീഡായിരിക്കും ഇതിന് ഇൻ്റർമീഡിയറ്റ് സ്റ്റാർച്ച് ഉണ്ടാകുമ്പോൾ ഇത് നടുവിലുള്ള സാധനമായിരിക്കും സോ നമുക്ക് ഇത് രണ്ടാമത്തെ ക്യാരക്ടറാണ് എന്താ രണ്ടാമത്തെ ക്യാരക്ടർ സീഡ് ഷേപ്പ് കൺട്രോൾ ചെയ്യുന്നത് ഇവൻ തന്നെയാണ് ഒരേ ജീൻ തന്നെ നോക്കുക സോ നോക്ക് ഇവൻ എമൗണ്ട് ഓഫ് സ്റ്റാർച്ചിനെ കൺട്രോൾ ചെയ്യുന്നുണ്ട് എമൗണ്ട് ഓഫ് സ്റ്റാർച്ച് സിന്തസൈസ് ചെയ്ത് കൺട്രോൾ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ സീഡിൻ്റെ ഷേപ്പിനെയും കൺട്രോൾ ചെയ്യുന്നുണ്ട് ഒരേ ജീൻ തന്നെ സോ ദിസ് ഫിനോമിനൻ ഈസ് നോൺ ആസ് വാട്ട് പ്ലിയോട്രോപ്പി മനസ്സിലാവുന്നുണ്ടോ എന്ന് ആലോചിച്ച് നോക്കിയാൽ മക്കളെ ക്ലിയർ ആണോ ആലോചിച്ച് നോക്കിയേ വൺ ജീൻ അതായത് നമ്മുടെ ബി എന്ന് പറയുന്ന ഈ ജീൻ അതിന് 3 കോമ്പിനേഷൻസ് ക്യാപിറ്റൽ ബി ഹെട്രോസൈഗസ് ആൻഡ് ഹോമോസൈഗസ് ഡോമിനൻറ്റ് ആൻഡ് റെസസീവ് 3 പോസിബിലിറ്റീസ് ആണ് സോ ഇത് വെച്ചിട്ട് അവൻ സ്റ്റാർച്ച് സിന്തസിസിനെയും കൺട്രോൾ ചെയ്യുന്നുണ്ട് സീഡിൻ്റെ എന്തിനെ കൺട്രോൾ ചെയ്യുന്നുണ്ട് സീഡിൻ്റെ ഷേപ്പിനെയും കൺട്രോൾ ചെയ്യുന്നുണ്ട് ആർ യു അണ്ടർസ്റ്റാൻഡിങ് സോ ഇതാണ് സാധനം ഗീവ് അവേ ഉണ്ട് ഡെഫിനറ്റ്ലി ഗീവ് അവേ ഉണ്ട് ഞാൻ തരാം കേട്ടോ സോ എനിക്ക് ഐ തിങ്ക് ലൈക്ക് വി വിൽ ബി സ്റ്റോപ്പിംഗ് ഹിയർ ഓക്കെ സോ നമ്മളിപ്പോൾ സ്റ്റോപ്പ് ചെയ്യും എന്നിട്ട് എനിക്ക് തോന്നുന്നത് നമ്മൾ ഇനിയൊരു ദിവസം അല്ലെങ്കിൽ ഇനിയൊരു മോർണിംഗ് ഡേയിൽ വന്നിട്ട് ഇതിൻ്റെ സെക്കൻഡ് സാധനം തുടങ്ങായിരിക്കും ഞാൻ അടുത്തൊരു സാധനം കൂടി പറഞ്ഞിട്ട് ജസ്റ്റ് ഒരു ടോപ്പിക് കൂടി കഴിഞ്ഞാൽ നമുക്ക് തീർക്കാം എന്നിട്ട് അടുത്തൊരു സെഷനിൽ എനിക്ക് തോന്നുന്നത് ഒരു 1 hour 1.5 hour നമ്മൾ ബാക്കി ചാപ്റ്റേഴ്സ് തീർക്കുന്നുണ്ടാവും ഡെഫിനറ്റ്ലി തീർക്കുന്നുണ്ടാവും സോ ദിസ് ഈസ് വാട്ട് ഈസ് പ്ലിയോട്രോപ്പി സോ പ്ലിയോട്രോപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് നോക്കി നോക്കുക വി ഹാവ് സോ ഫാർ സീൻ ദ എഫക്ട് ഓഫ് എ ജീൻ ഓൺ എ സിംഗിൾ ഫിനോടൈപ്പ് ഓർ ട്രൈറ്റ് ഒരു ജീന് നോക്കട്ടെ പേജ് നമ്പർ 85 ആണ് പേജ് നമ്പർ 85 വളരെ ശ്രദ്ധിച്ച് നോക്കണേ സീൻ ഒരു ജീനിനൊരുവനാണ് ദെയർഫോർ ഹൗവർ ഇൻസ്റ്റൻസസ് വെയർ എ സിംഗിൾ ജീൻ ക്യാൻ എക്സിബിറ്റ് മൾട്ടിപ്പിൾ ഫിനോടൈപ്പ് എക്സ്പ്രഷൻ സച്ച് ജീൻ ഈസ് കോൾഡ് എ പ്ലിയോട്രോപ്പിക് ജീൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ദ അണ്ടർലൈങ് മെക്കാനിസം ഓഫ് പ്ലിയോട്രോപ്പി ഇസ് മോസ്റ്റ് കേസ് ഓഫ് അഫക്ട് ജീൻ ഈസ് ഓൺ മെറ്റബോളിക് പാത്വേ വിച്ച് കോൺട്രിബ്യൂട്ട് ടുവേർഡ്സ് എ ഡിഫറെൻറ്റ് ഫിനോടൈപ്സ് ഉണ്ടാവും ഞാനിപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഒരു മെറ്റബോളിക് പാത്വേ ആണ് ഇതിന് 2 ഡിഫറെൻറ്റ് ഫിനോടൈപ്പ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സാധനമാണ് ഫോർ എക്സാമ്പിൾ ഇവിടെ പറയുന്ന ഒരു എക്സാമ്പിൾ ഉണ്ട് സോ ദിസ് ഈസ് വാട്ട് ഈസ് പ്ലിയോട്രോപ്പിൻ്റെ എക്സാമ്പിളാണ് ഞാൻ ഒരെണ്ണം ഇവിടെ പറഞ്ഞത് രണ്ടാമത്തെന്ന് പറഞ്ഞാൽ ഇൻ കേസ് ഓഫ് ഫിനൈൽ കീറ്റോൺയൂറിയ ആണ് പറയുന്നത് നമ്മൾ ജനറ്റിക് ഡിസോർഡേഴ്സിൽ പഠിക്കുന്ന സാധനമാണ് വിച്ച് ഒക്കേഴ്സ് ഇൻ ഡിസീസ് ബൈ കോസ്ഡ് ബൈ മ്യൂട്ടേഷൻ ഇൻ ദ ജീൻ പറഞ്ഞ മക്കളെ
മ്യൂട്ടേഷൻ ഇൻ ദ ജീൻ കോഡ്സ് ഫോർ ദ എൻസൈം ഫിനൈൽ അനാനിൻ ഹൈഡ്രോക്സിലേസ് സിംഗിൾ ജീൻ മ്യൂട്ടേഷൻ ആണ് ഉണ്ടാവുക. ഇതിലെന്താ സംഭവിക്കാന്ന് വെച്ചാൽ ദിസ് മാനിഫെസ്റ്റ് ഇറ്റ് സെൽഫ് ത്രൂ ഫീനോടൈപ്പ് എക്സ്പ്രഷൻ ക്യാരക്ടറൈസ്ഡ് ബൈ വൺ ഈസ് മെൻട്രൽ റിട്ടാർഡേഷൻ ഉണ്ടാവും ആൻഡ് റിഡക്ഷൻ ഓഫ് ഹെയർ ആൻഡ് സ്കിൻ പിഗ്മെൻറ്റേഷൻ ഉണ്ടാവും. സോ ഒന്നാമത്തെ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ മെൻട്രൽ റിട്ടാർഡേഷൻ ആണ്. രണ്ടാമത്തത് എന്താണ്? രണ്ടാമത്തത് സ്കിൻ ഓർ ഹെയർ പിഗ്മെൻറ്റേഷൻ, അത് വ്യത്യാസം ഉണ്ടാവും. സോ എൻസൈം ഫിനൈൽ അനാലിൻ ഹൈഡ്രോക്സിലേസ് എന്ന് പറഞ്ഞാൽ എൻസൈമിൽ ഉണ്ടാവുന്ന മ്യൂട്ടേഷൻ ആണ്. ആ ജീനിനകത്ത് വ്യത്യാസം ഉണ്ടാകുമ്പോൾ ദാറ്റ് വിൽ ബി കൺട്രോളിങ് 2 ക്യാരക്ടേഴ്സ്, 2 ക്യാരക്ടേഴ്സ് കൺട്രോൾ ചെയ്യുന്നതാണ് അതിൻ്റെ പ്രശ്നം ഉണ്ടാകുന്നത്. ഈസ് ദാറ്റ് ക്ലിയർ മക്കളെ? മനസ്സിലാവുന്നുണ്ടോ? റെഡി ആവുന്നുണ്ടോ? ബുക്കിൽ കാണുന്നില്ല പ്ലിയോട്രോപ്പി. ഡെഫിനറ്റ്ലി നിങ്ങളുടെ ബുക്ക് ഓൾഡർ വെർഷൻ ആണെങ്കിൽ നിങ്ങൾക്ക് കിട്ടില്ല. ഐ ആം ടേക്കിംഗ് ദ വെർഷൻ 2022-23 ആണ്. സോ ഇതിനകത്ത് ഉണ്ടാവും. നിങ്ങളുടെ ഓൾഡർ വെർഷൻ ബുക്കിലാണെങ്കിൽ നിങ്ങളുടെ ഏറ്റവും ലാസ്റ്റിൽ അപ്പൻഡിക്സ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ ദെയർ വിൽ ബി ദ പ്ലിയോട്രോപ്പി, അവിടെ ഉണ്ടാവും പ്ലിയോട്രോപ്പി. NCERT ഉള്ളതാണ്, നോക്കി വയ്ക്കുക. സോ ഇതെന്താണ്? വൺ ജീൻ കൺട്രോൾസ് വാട്ട്? 2 ക്യാരക്ടേഴ്സ്, 2 ക്യാരക്ടർ കൺട്രോൾ ചെയ്യും. 2 ക്യാരക്ടർ, 1 ജീൻ 2 ക്യാരക്ടർ എന്നുള്ളതാണ് ഇതിൻ്റെ പ്രശ്നം. ആൻഡ് ഇതിൻ്റെ അകത്ത് 2 എക്സാമ്പിൾസ് ആണ്. ഏതാ എക്സാമ്പിൾസ്? നമുക്കറിയാൻ പറ്റും. 2 എക്സാമ്പിൾസ് പഠിച്ചു. ഒന്ന് സ്റ്റാർച്ച് ഇൻ പീ പ്ലാന്റ്, നമുക്ക് ബി പഠിച്ച സാധനം. രണ്ടാമത്തെ സാധനം ഫിനൈൽ കീറ്റോൺ യൂറിയ ആണ്. ഫിനൈൽ കീറ്റോൺ യൂറിയയിൽ ഫിനൈൽ അലാനിൻ ഹൈഡ്രോക്സിലേസ് എന്ന് പറഞ്ഞ ഈ എൻസൈമിൻ്റെ ഡെഫിഷ്യൻസിയിൽ ഒരാൾക്ക് മെൻ്റൽ റിട്ടാർഡേഷൻ ഉണ്ടാവും, അതുപോലെ റിഡക്ഷൻ ഇൻ സ്കിൻ ആൻഡ് പിഗ്മെൻറ്റേഷൻ ഉണ്ടാവും. ഈസ് ദാറ്റ് ക്ലിയർ മക്കളെ? നോക്ക്, ഇനി അടുത്ത സാധനം ഇതേപോലെ തന്നെ സാധനമാണ്. വേറൊരു സാധനം തൊട്ടുമേലുള്ള സാധനം പോളിജെനറ്റിക് ഇൻഹെറിറ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നോക്ക് മക്കളെ, ഇതിനകത്ത് ഒരു ജീൻ അല്ലെങ്കിൽ ഒരു ക്യാരക്ടർ ഈസ് കൺട്രോൾഡ് ബൈ മൾട്ടിപ്പിൾ ജീൻസ്. ഇതാണ് പോളിജീൻസ്. പോളിജീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? പോളി മെനി, ജീൻ എന്ന് പറഞ്ഞാൽ മെനി ജീൻസ് ആണ്. മെനി ജീൻസ് ആണ് കൺട്രോൾ ചെയ്യുന്നത്. അതായത് ജീൻ 1, ജീൻ 2, ജീൻ 3 അങ്ങനെ മൾട്ടിപ്പിൾ ജീൻസ് ഉണ്ടാവും ഒരു ക്യാരക്ടറിനെ കൺട്രോൾ ചെയ്യാൻ. നമ്മൾ പ്ലിയോട്രോപ്പിൻ്റെ നേരെ ഓപ്പോസിറ്റാണ്. സോ വാട്ട് വാസ് പ്ലിയോട്രോപ്പി? നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ മക്കളെ, ഞാനൊന്ന് എഴുതി കാണിച്ചു തരാം. നിങ്ങൾ നോക്ക്, വാട്ട് വാസ് പ്ലിയോട്രോപ്പി? പ്ലിയോട്രോപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അതുപോലെ അടുത്ത സാധനമാണ് പോളിജെനിക് ഇൻഹെറിറ്റൻസ് എന്ന് പറഞ്ഞ സാധനം. സോ പ്ലിയോട്രോപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആലോചിച്ചോ, 1 ജീനാണ് ദാറ്റ് കൺട്രോൾസ് ഡിഫറെൻറ്റ് ക്യാരക്ടേഴ്സിനെ കൺട്രോൾ ചെയ്യുന്നതിനാണ് പ്ലിയോട്രോപ്പി എന്ന് വിളിക്കാം. ഇനി തിരിച്ചിട്ടാണെങ്കിൽ പ്ലിയോട്രോപ്പിയിലാണെങ്കിൽ പോളിജെനറ്റിക് ഇൻഹെറിറ്റൻസ് ആണെങ്കിൽ മെനി ജീൻസ്, അല്ലെങ്കിൽ തിരിച്ച് പറയാം 1 ക്യാരക്ടറാണ് ഉണ്ടാവുക. അതിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ദർ വിൽ ബി മെനി ജീൻസ് ഉണ്ടാവും. മെനി ജീൻസ് കോഡ് എന്താണെന്ന് വെച്ചാൽ ഇവിടെ പോളിജീനിക് എന്ന് പറയുന്നുണ്ട്. മെനി ജീൻസ്, പോളിജീനിക് എന്ന് പറഞ്ഞാൽ മെനി ജീൻസ് എന്നാണെന്ന് വിളിക്കുക. മെനി ജീൻസ് കൺട്രോൾസ് 1 ക്യാരക്ടർ ആൻഡ് പ്ലിയോട്രോപ്പിയിൽ 1 ജീൻ കൺട്രോൾസ് ഡിഫറെൻറ്റ് ക്യാരക്ടേഴ്സ്. അതാണ് സാധനം. ക്ലിയർ ആണോ? ആലോചിച്ച് നോക്കിയേ. ഇസ് ദർ എനി കൺട്രോൾ? സോ ഇത് രണ്ടും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇതിൻ്റെ എക്സാമ്പിൾസ് ആയിട്ട് പറയുന്ന സാധനങ്ങളുണ്ട്. സോ നോക്ക്, ഡിസ്ക്രൈബ് ടൈപ്സ് ആർ ഡിസ്റ്റിങ്ക്ട് ആൾട്ടർനേറ്റ് ഫോംസ് സച്ച് ആസ് ഫ്ലവർ കളർ വിച്ച് എയ്തർ പർപ്പിൾ ഓർ വൈറ്റ്. പിന്നെ അങ്ങനെ നോക്കുമ്പോൾ കുറേ സാധനങ്ങളുണ്ട്. ഹ്യൂമൻ സ്കിൻ കളറാണ് ഭയങ്കര എക്സാമ്പിൾ, അനദർ ക്ലാസിക് എക്സാമ്പിളായിട്ട് വരുന്നത്. സോ ഇതാണ് സാധനങ്ങൾ. പിന്നെ ടു അണ്ടർസ്റ്റാൻഡ് ബെറ്റർ ലെറ്റ് us assume 3 ജീൻസ് ABC കൺട്രോൾ സ്കിൻ കളർ. ഇത് പഠിക്കേണ്ട ആവശ്യമില്ല. സോ ഡെഫിനറ്റ്ലി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ട, ഇതിൻ്റെ എക്സാമ്പിൾസ് മാത്രം പഠിച്ചാൽ മതി. ഇതാണ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം കേട്ടോ. സോ ഹിയർ ഐ എം ഗോയിങ് വിത്ത് ദാറ്റ്, എന്താ പറയുക, നമ്മുടെ ഗീവ് അവേ. ഓക്കെ, റെഡി. എനിക്ക് 500 വ്യൂവേഴ്സിനെ കിട്ടിയിട്ടില്ല. സോ ഹിയർ കംസ് ദ ഗീവ് അവേ. ഐ എം ഗോയിങ് ടു സ്റ്റോപ്പ് ദിസ് ക്ലാസ്. ആൻഡ് ഈ ഗീവ് അവേക്ക് ശേഷം ഞാനൊരു കാര്യം പറഞ്ഞുതരാം. നമുക്കിനി പഠിക്കാനുള്ളതെന്ന് പറഞ്ഞാൽ ഡൈ ഹൈബ്രിഡ് ക്രോസ് ആണ് പഠിക്കാനുള്ളത്. നമ്മൾ എവിടെ വരെ പഠിച്ചു? ഇവിടെ വരെയുള്ള കാര്യം പഠിച്ചു. ഇനി ഇൻഹെറിറ്റൻസ് ഓഫ് 2 ജീൻസ് നമ്മൾ പഠിക്കാനുള്ളത് ഇതാണ്. ഡൈ ഹൈബ്രിഡ് ക്രോസ്, അതിൻ്റെ ലോ, അതിൻ്റെ എക്സ്പ്ലഷൻ പഠിക്കാൻ. ഡൈ ഹൈബ്രിഡ് ക്രോസ് പഠിക്കാനുണ്ട്. യെസ് ഓർ നോ? അത് പഠിച്ചു കഴിഞ്ഞാൽ വി ഹൗ ടു അതിൻ്റെ എക്സെപ്ഷൻ ആയിട്ടുള്ള ലിങ്കേജ് പഠിക്കാനുണ്ട്. ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പഠിക്കാനുള്ള സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്സ് ഡിറ്റർമിനേഷൻ ആണ്. ഡിഫറെൻറ്റ് സെക്സ് ഡിറ്റർമിനേഷൻ മെത്തേഡ്സ് ഉണ്ട് നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ട്. ആൻഡ് വി ഹൗ ടു സ്റ്റഡി ദ ജനറ്റിക് ഡിസോർഡേഴ്സ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. ആൻഡ് ഇത് എനിക്ക് ഐ തിങ്ക് ലൈക്ക് ഐ വിൽ ബി കവറിങ് വിത്തിൻ 1 hour, ഒറ്റ മണിക്കൂർ അല്ലെങ്കിൽ 1.5 hours ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. സോ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ വരും. സോ ഇതാണ് സംഭവം. സോ ദർ ഈസ് എ ഗിവ് അവേ. സോ ഐ ആം കമ്മിങ് ടു ദാറ്റ് ഗീവ് അവേ. സോ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് ഇത് ഗീവ് അവേ ഇടാൻ പറ്റുള്ളൂ ഡെഫിനറ്റ്ലി. കാരണം ഐ വിൽ ബി ടെല്ലിങ് എ ടൈം ദാറ്റ് ഈസ് ടുമോറോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡേറ്റ് ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞുതരാം. 28 ആണ്, 28/5/2022. ദാറ്റ് ഈസ് ഏതാ ദിവസം? നാളെ സാറ്റർഡേ ആണ് ദിവസം. റെഡി ആണല്ലോ? സാറ്റർഡേ ഉച്ചയ്ക്ക് 1 മണി 1 PM വരെയാണ് ഈ ഗീവ് അവേ ആക്റ്റീവായിട്ടുണ്ടാവുക. അതായത് നിങ്ങൾ ചെയ്യേണ്ട കാര്യം, നിങ്ങൾ ക്യാപ്സ്യൂളിൽ സ്റ്റുഡൻ്റ് അല്ലാത്ത, ഡോപ്പയുടെ സ്റ്റുഡൻ്റ് അല്ലാത്ത ആൾക്കാർക്കാണ് ചെയ്യേണ്ടത്. നിങ്ങൾ ചെയ്യേണ്ട കാര്യം, ഐ വിൽ ബി പ്രൊവൈഡിങ് എ നമ്പർ ഹിയർ. ഫോൺ നമ്പർ ഹിയർ. ആ ഫോൺ നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓക്കെ, ഞാൻ പറഞ്ഞു തന്നാൽ മതിയോ അതോ ഞാൻ എഴുതി കാണിക്കണോ? ഞാൻ എഴുതി കാണിക്കാം അല്ലേ? ഇതാണ് ഫോൺ നമ്പർ. സോ ദ ഫോൺ നമ്പർ ഈസ് വാട്ട്? ദിസ് ഈസ് മൈ ഫോൺ നമ്പർ. ദാറ്റ് ഈസ് 964560
9200 എന്നുള്ളതാണ് നമ്പർ. 9645602200 എന്നാണ്. ആൻഡ് നിങ്ങൾ നാളെ ഉച്ച വരെ 1 മണി വരെ അയക്കാനുള്ള സമയമുണ്ട്. യു ഹാവ് ടു SMS ദ കോഡ്. എന്താ അടിക്കേണ്ടത്? ഫ്രീ ക്യാപ്സ്യൂൾ. സ്പേസ് ഇട്ടിട്ടോ സ്പേസ് ഇടാണ്ടോ അടിച്ചോ. ദാറ്റ് ഈസ് നോൺ ആസ് ഫ്രീ ക്യാപ്സ്യൂൾ എന്നുള്ള കോഡ് നിങ്ങൾ SMS ചെയ്യുക. നിങ്ങൾ SMS അല്ല, സോറി, വാട്സാപ്പ് ചെയ്യുക. ദിസ് ഈസ് വാട്സാപ്പ് ചെയ്യുക. ഈ വാട്സാപ്പ് ചെയ്യുന്ന ആൾക്കാരിൽ നിന്ന് ഒരാൾക്ക് നമ്മൾ ക്യാപ്സ്യൂൾ ഫ്രീ ആയിട്ട് തരുന്നുണ്ടാവും. ഡോപ്പ എടുക്കുന്ന ആൾക്കാർക്ക്, അല്ലെങ്കിൽ ഡോപ്പയിൽ ഓൾറെഡി ക്യാപ്സ്യൂൾ സ്റ്റുഡൻസിനല്ല, ഡോപ്പയിലെ ക്യാപ്സ്യൂൾ സ്റ്റുഡൻ്റ് അല്ലാത്ത ഒരാൾക്ക് ഡെഫിനറ്റ്ലി കിട്ടുന്ന ഒരു സാധനമായിരിക്കും. ഡെഫിനറ്റ്ലി കിട്ടും. നാളെ ഈവനിങ്ങിലേക്ക് തന്നെ നമ്മുടെ നമ്പറിൽ നിന്ന് നിങ്ങൾക്ക് കോൾ വരുന്നുണ്ടാവും. സോ ഇന്നലെ ചെയ്തവർ വീണ്ടും ചെയ്യണമെന്നോ, ഇന്നലെ ചെയ്തിട്ട് വിന്നേഴ്സ് ആവാത്തവർ വീണ്ടും ചെയ്തോളൂ, നോ പ്രോബ്ലം. സോ ഇതാണ് സാധനം ഉണ്ടാവുക. സോ നാളെയും ക്ലാസ് വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുവരെയുള്ള സാധനങ്ങൾ നിങ്ങൾ വായിക്കുക, പഠിക്കുക. ഇനി ഹൈബ്രിഡ് ക്രോസും സാധനങ്ങളാണ്. മറന്നു പോകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ മറക്കാതിരിക്കാൻ വേണ്ടിയിട്ടല്ലോ നമ്മൾ പഠിക്കുക. നമ്മൾ ഈ സാധനം പഠിപ്പിക്കാൻ വേണ്ടി പഠിക്കുകയാണ്. സോ താങ്ക് യു സോ മച്ച്. നമ്മുടെ ക്ലാസ് തുടങ്ങിയിട്ട് 2 മണിക്കൂർ 4 മിനിറ്റും ആയിട്ടുണ്ട്. സോ ഇനി എനിക്ക് പഠിപ്പിക്കാനുള്ള കുറേ സാധനങ്ങളാണ്. എനിക്കിത് കുറേ സാധനങ്ങൾ പഠിപ്പിക്കാനുണ്ട്. കുറേ കാര്യങ്ങൾ ഞാൻ എഴുതിയൊക്കെ എടുത്ത് വെച്ചിട്ടാണ് വന്നിട്ടുള്ളത്. സോ അതൊക്കെ പറഞ്ഞു തരാനുണ്ട്. കുറേ ടിപ്സ് ആൻഡ് ട്രിക്സ് ആണ്. അടുത്ത സെഷൻസിലേക്ക് നമുക്ക് പെട്ടെന്ന് പടപടാന്ന് തീർക്കാൻ പറ്റും. സോ കോംബി റൂംസ് എല്ലാവരും ഉപകാരപ്പെടുന്നു എന്നുള്ള കാര്യം അറിയുന്നുണ്ട്. ആൻഡ് ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവരോടും വന്ന് കാണാൻ പറയുക. മാക്സിമം ആൾക്കാർ കണ്ടോട്ടെ. ആൻഡ് ഡെഫിനറ്റ്ലി ലൈവ് കഴിഞ്ഞതിന് ശേഷം ലൈവിനെ പറ്റിയിട്ടുള്ള അഭിപ്രായങ്ങളും നിങ്ങളുടെ നിർദ്ദേശങ്ങളും നിങ്ങൾക്ക് വേണ്ട ടോപ്പിക്കുകളൊക്കെ ലൈവിൻ്റെ താഴെ തന്നെ കമൻറ്റ് ചെയ്യുക. നല്ല കമൻറ്റുകൾ നമ്മൾ പിൻ ചെയ്ത് വെക്കുന്നുണ്ടാവും. കാരണം അത് മറ്റു കുട്ടികൾക്ക്, മറ്റാൾക്കാർക്ക് നമ്മളെ ഡോപ്പയെ പറ്റിയിട്ട്, ഡോപ്പയുടെ ക്ലാസ്സിനെ പറ്റിയിട്ടൊക്കെ അറിയാൻ വേണ്ടി തീർച്ചയായിട്ടും ഉപകരിക്കും. ആൻഡ് നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മുടെ സപ്പോർട്ട്. തീർച്ചയായിട്ടും ഭയങ്കര വാല്യുബിളാണ് നിങ്ങളുടെ സപ്പോർട്ട്. ആൻഡ് നിങ്ങൾ എത്രത്തോളം നമ്മുടെ കൂടെ നിൽക്കുന്നോ നമ്മൾ അത്രത്തോളം നിങ്ങളെ സപ്പോർട്ട് ചെയ്ത് നിങ്ങൾക്ക് ക്ലാസ് തരാൻ വേണ്ടിയിട്ട് ഫ്രീ ക്ലാസ്സുകളും സാധനങ്ങളൊക്കെ തരും. ആൻഡ് ഓഫ് കോഴ്സ് നമ്മുടെ ഡോപ്പയുടെ കോഴ്സുകൾ, ക്യാപ്സ്യൂൾ പോലുള്ള കോഴ്സുകൾ അബ്സല്യൂട്ട്ലി ഫ്രീ ആയിട്ട് തന്നെ കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ട്. ആർക്കെങ്കിലുമൊക്കെ പഠിക്കാൻ താല്പര്യമുണ്ട്, ആത്മാർത്ഥമായിട്ട് പഠിച്ചോളാം എന്നുണ്ടെങ്കിൽ നമ്മളെ വിളിക്ക്, നിങ്ങൾക്ക് എല്ലാ സാധനങ്ങളും തരാം. സോ അടിപൊളിയായിട്ട് പോകാം. താങ്ക് യു സോ മച്ച്. ആൻഡ് ക്ലാസ്സിനെ പറ്റിയിട്ടുള്ള അഭിപ്രായങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ കൊള്ളൂല്ലെങ്കിൽ കൊള്ളില്ല എന്ന് തന്നെ പറയാം, മുഖത്തൊക്കെ പറയാൻ പഠിക്കുക. ദാറ്റ് ഈസ് വെരി മച്ച്. ആൻഡ് ഐ ഹാവ് ട്രൈഡ് മൈ ബെസ്റ്റ്. ലൈക്ക് ഇനി നിങ്ങൾ പറയുന്ന ഇമ്പ്രൂവ്മെൻറ്റ്സ് നമ്മൾ കൊണ്ടുവരാൻ വേണ്ടി റെഡിയാണ്. താങ്ക് യു സോ മച്ച്. ആൻഡ് ബൈ. വിൽ സീ യു അഗൈൻ. നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ബാക്കി ഒന്നും എടുക്കും കേട്ടോ.